സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ശ്രീഹരയേ നമ. എല്ലാ ഭക്തജനങ്ങൾക്കും നമസ്കാരം. രാസലീല മനസ്സിലാകണമെങ്കിൽ നമുക്ക് രാസലീല വരെയുള്ള കഥകൾ മനസ്സിലാവണം. ഇതിനു മുമ്പുള്ള പറഞ്ഞ ബാലലീലകളുടെയും മറ്റുള്ള ലീലകളുടെയും മുഴുവനും പര്യവസാനം, അതിൻ്റെ സമാപ്തി രാസലീലയിലാണ്. എന്താണ്? ഒരു വ്യക്തിക്ക് അഥവാ ഒരു ജീവന് ജീവിത സാഫല്യം, ജീവിത ധന്യത, കൃതകൃത്യത, ആത്മസംതൃപ്തി എന്തുകൊണ്ട് കിട്ടും എന്നാണ് ഭാഗവതം ആരംഭത്തിലേ ചോദിക്കുന്നത്. ഏൻ ആത്മാ സംപ്രസീദതീന. ആത്മസംതൃപ്തിക്ക് എന്താ ചെയ്യുക? ശാശ്വതമായ ശാന്തി സമാധാനങ്ങൾക്ക് എന്താ ചെയ്യുക? അതിനുള്ള വഴിയാണ് ഭാഗവതം. അത് അനേകമനേകം ജീവന്മാർക്ക്, പുണ്യാത്മാക്കളായ ജീവന്മാർക്ക് ഭഗവാൻ കൊടുത്തു. അതാണ് രാസലീല. ഓരോ ജീവൻ്റെയും ഈശ്വരപ്രാപ്തിയാണ് രാസലീല. ഇതുവരെ പല കഥകളിലൂടെയും ഇപ്പം ബ്രഹ്മമോഹനത്തിലൂടെയും പറഞ്ഞു ആരാണ് ഈ കൃഷ്ണൻ. ആദ്യത്തെ ലീല പൂതനാമോക്ഷമാണ് അല്ലേ? പൂതന കൃഷ്ണനെ കാണാൻ വരുമ്പോൾ അവിടെ ശിശുക ബ്രഹ്മർഷി കൃഷ്ണനെ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താ അത്? അതുവരെ കണ്ണ് തുറന്ന് കൈകാലിട്ടടിച്ച് എല്ലാവരുടെയും കണ്ണിനെയും കണ്ണിലൂടെ കരളിനെയും തന്നിലേക്ക് കാന്തം ഇരുമ്പിനെ ആകർഷിക്കും പോലെ ആകർഷിച്ചു കൊണ്ടിരുന്ന കണ്ണൻ പൂതന അടുത്തെത്തിയതും കണ്ണടച്ചു അത്രേ. എന്താ അത്? ചരാചരാത്മാ സനിമീലിതേക്ഷണ. എൻ്റെയും നിങ്ങളുടെയും ചരാചരങ്ങളുടെ മുഴുവനും നിലനിൽപ്പിന് ആധാരമായി എല്ലാവരിലും അന്തര്യാമിയായി വിളങ്ങുന്ന ആ ചൈതന്യമാണ് കൃഷ്ണൻ. ആ കൃഷ്ണൻ ഉള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഉള്ളത് ഇപ്പോൾ ജീവനോടെ. കൃഷ്ണൻ ഇല്ലെങ്കിലോ നമ്മളില്ല എന്നർത്ഥം. മനസ്സിലായി? കറണ്ട് ഇല്ലെങ്കിൽ ഉപകരണങ്ങൾ ഫാനോ ബൾബോ ഒക്കെ ഉണ്ടായിട്ട് വല്ല പ്രയോജനമുണ്ടോ? ഇതുപോലെയാണ്. അപ്പം നമുക്കും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം മനസ്സിലായില്ലേ? വത്സസ്തേയത്തിൽ ഭഗവാൻ അത് കാണിച്ചു തന്നു അല്ലേ? താൻ തന്നെയാണ് ചരാചരങ്ങളുടെ ആത്മാവ്. ആ ഭഗവാനാണ് എല്ലാ പശുക്കുട്ടികളായും ഗോപക്കുട്ടികളായും ഒരു കൊല്ലം പോയത്. അപ്പോൾ എന്തായി? എല്ലാവർക്കും പരമപ്രേമം. ഏത് പശുക്കുട്ടിയോടും ഏത് തള്ളപ്പശുവിനും പശുക്കൾക്കും ഇഷ്ടമാണ്. ഏത് ഗോപനെ കണ്ടാലും എല്ലാ ഗോപന്മാർക്കും ഗോപിമാർക്കും ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? അതെ, അവിടെയും പറഞ്ഞു എല്ലാവരുടെയും ആരാണ്? എല്ലാവർക്കുമുള്ളിൽ മിന്നീടും ആത്മാവാം കൃഷ്ണൻ ഈ വിധം ഉലകിൻ നന്മയ്ക്കായി ഉടൽ പൂണ്ടു കളിക്കയാം. നമ്മുടെ എല്ലാവരുടെയും ആത്മാവാണ് ഈ കൃഷ്ണനായി അവതരിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി കൃഷ്ണരൂപമെടുത്തു? നമ്മയൊക്കെ ഉലകിൻ്റെ നന്മ എന്താണ്? ഈ ഭേദഭാവത്തെ അതിവർത്തിച്ച് ആ അദ്വൈത ഭാവത്തെ അനുഭവിക്കുക. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന ഭഗവാനിൽ നമ്മുടെ മനസ്സ് ചേരണം. അങ്ങനെ ആ ഭഗവത് പ്രാപ്തി കൈവരിക്കലാനർത്ഥം. അതിന് അർഹത നേടണം എന്നർത്ഥം. രാസലീല മനസ്സിലാവണമെങ്കിൽ തന്നെ മഹാത്മാക്കൾ പറയണു, വിവേകാനന്ദ സ്വാമികളൊക്കെ പറഞ്ഞിട്ട് രാസലീലയെ കുറിച്ചിട്ട് ലൗകിക കണ്ണോടുകൂടി നിങ്ങൾ നോക്കിയാൽ വെറും കാമലീലയായിട്ട് കാണുള്ളത്. എന്നാൽ കാമദേവനെ ജയിച്ച ലീലയാണ് രാസലീല എന്നർത്ഥം. ബ്രഹ്മാവ് സരസ്വതിയെ കണ്ടപ്പോൾ മോഹിച്ചു എന്ന്. ബ്രഹ്മാവിനെ കാമം ജയിച്ചു. കാമദേവൻ ഭയങ്കര അഹങ്കാരമായിരുന്നു അല്ലേ? മഹാദേവനെ കാമം കൊണ്ട് ജയിച്ചില്ലെങ്കിലും തപസ്സിളക്കി കോപം വന്നുല്ലോ. അവിടെയും തൻ്റെ വെന്നിക്കുടി കാണിച്ചു അല്ലേ? ആ രാമാവതാര കാലത്തിലും ശീതവിരഹം കൊണ്ട് എത്രയോ കരഞ്ഞു നടന്നു അല്ലേ? അവിടെയും കാമദേവൻ ജയിച്ചു. കാമവിജയമാണ് രാസലീലയുടെ രഹസ്യം തന്നെ നൃത്തം. ഹൃദ്രോഗമാശു അപാഹിനോദീനാണ്. ഹൃദയത്തിൻ്റെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് അല്ല, കാമമാണ് നൃത്തം. നമ്മൾ കേട്ടില്ലേ? ഭഗവാനെ പ്രാപിക്കാൻ തടസ്സം എന്താ? ഈ വിഷയങ്ങളിലുള്ള കാമനയാണ് നൃത്തം. അതെങ്ങനെ പോകും? ആ കാമം ഭഗവാനോടാക്കിയാൽ മതി.
മനസ്സിലായില്ലേ? ഭഗവാൻ ഗീതയിൽ പറയും നമുക്ക് ഈ നശ്വരമായ പ്രപഞ്ച വസ്തുക്കളോട് ആസക്തിയുണ്ട്. ഈ ആസക്തി നമ്മളെ തളച്ചിടും, കെട്ടിയിടും, ബന്ധിക്കും, ദുഃഖിപ്പിക്കും. എന്നാൽ ഇതേ ആസക്തി ഭഗവാനോടായാലോ എല്ലാ ആസക്തിയുടെ ദോഷം ഇല്ലാണ്ടായി നമ്മളൊക്കെ ഭഗവത്പാദത്തിലെത്തും. മനസ്സിലായേ? മയ്യ ആസക്തമനാപാർത്ഥ യോഗം യുഞ്ജന്മദാശ്രയ ഗീത ആരംഭിക്കുമ്പോൾ 7ാം അധ്യായത്തിൽ പറയാ, നിന്റെ ആസക്തി നീ കളയണ്ട, നിന്റെ ആസക്തി എന്നോടാക്ക്. നിനക്ക് എന്തൊക്കെ നോക്കൂ, സഹജമാണ് നമുക്ക് ഈ വികാരങ്ങൾ അല്ലേ, കാമക്രോധാദിക വികാരങ്ങൾ സഹജമാണ് അല്ലേ. ശ്രീനാരദൻ പറയണു കാമക്രോധാദികം സർവം തസ്മിന്നേവ കരണീയ. നാരദ ഭക്തി സൂത്രമാണ് ഭക്തിയുടെ രഹസ്യത്തെക്കുറിച്ച് പറയണത് അല്ലേ. അതിൽ പറയാണ് കാമക്രോധാദി വികാരങ്ങളൊക്കെ നമുക്ക് സഹജമായിട്ടുണ്ട്, അത് ഭഗവാനിലേക്ക് തിരിച്ചു വിട്ടാലോ അതൊക്കെ നമുക്ക് മോക്ഷകാരണമായി, ശാശ്വത പ്രാപ്തി, ആനന്ദപ്രാപ്തിക്ക് കാരണമായി നത്തം. ഗോപ്യ കാമാദ്ഭയാൽ കംസഹ. ഭാഗവത് തന്നെ പറഞ്ഞു അല്ലേ, ഗോപിമാര് കാമം കൊണ്ടാണ് ഭഗവാനെ നടന്നത്. അവരാദ്യം എങ്ങനെയാ വന്നത്? നതു ബ്രഹ്മതയാമുനെ. അവര് ബ്രഹ്മഭാവത്തിലോ ഈശ്വരഭാവത്തിലോ അല്ലല്ലോ കൃഷ്ണനെ സ്നേഹിച്ചത്, പിന്നെയോ കാന്തഭാവത്തിലാണ്. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് ഏകാദശത്തില് ഉദ്ധവനോട്, ഉദ്ധവരെ അവരൊക്കെ എന്നെ ജാരബുദ്ധ്യാഭിസംഗതാഹ ബ്രഹ്മമാം പരമം പ്രാഭു സംഗാൽ ശതസഹസ്രശ. എത്ര ഗോപിമാര്? 100,000 ഗോപിമാര്. അത്രയും ഗോപിമാരും ആ കൃഷ്ണന്റെ സൗന്ദര്യം, ലോകോത്തര സൗന്ദര്യ സാര സർവസ്വമായിരുന്നു അവിടെ അല്ലേ. അതിലാണ് ആകൃഷ്ടരായത്. ആ ശാരീരിക സ്നേഹമായിരുന്നു അവരുടെ ആകർഷണത്തിന് കാരണം. പക്ഷേ അവരുടെ സ്നേഹത്തിന് ആസ്പദമായ വസ്തു സർവേശ്വരനായിരുന്നു, സർവരുടെ ആത്മാവായിരുന്നു. അതുകൊണ്ട് എന്തായി? അത് മുഴുവൻ ബ്രഹ്മമായിരുന്ന പരമാനന്ദ സ്വരൂപനാവുന്ന സച്ചിദാനന്ദ വസ്തുവായ ഭഗവാനെ അടയാൻ, പ്രാപിക്കാൻ അവർക്ക് കാരണമായി നർത്തം. ഭഗവാനോടുള്ള കാമം നമ്മൾ ഈ ലോകവസ്തുക്കളോടോ വ്യക്തികളോടോ തോന്നുന്ന കാമം പോലെയാണോ? അല്ല. അത് ഭഗവാൻ പറയുന്നുണ്ട്, ഭർജിത കൊതിധാധാന. എന്ത്? വിത്ത് വറുത്തു പിന്നെ കുത്തിയാൽ മുളയ്ക്കുവോ? അല്ലെങ്കിൽ പുഴുങ്ങി, പയർ പുഴുങ്ങി എന്നിട്ട് കൊത്തിയിട്ടാൽ മുളയ്ക്കുവോ? ഇല്ല അത്രേ. കാമം ഭഗവാനോടുണ്ടായാൽ അത് വറുത്ത വിത്ത് പോലെയും എന്താ പുഴുങ്ങിയ വിത്ത് പോലെയാണ് അത്രയും അർത്ഥം. പിന്നെ അതിന് ജനമരണമാകുന്ന പുതിയ ചെടിയെ തരാനായിട്ട് കഴിയില്ല. മനസ്സിലായില്ലേ? ഇതാണ് ഭഗവാൻ ഭക്തിയുടെ മഹിമ. ഏത് വികാരവും ഭഗവാനിലേക്ക് തിരിച്ചാൽ അതൊക്കെ മുക്തിക്ക് കാരണമായി. മറ്റ് മതങ്ങളിലൊന്നുമില്ല അത്. സ്നേഹം ഒരു വികാരം മാത്രമേ ഉള്ളൂ, ഭക്തി മാത്രമേ ഉള്ളൂ മറ്റ് മതങ്ങളിലൊക്കെ അല്ലേ. ദൈവത്തിനെ സ്നേഹിക്കാം, എന്നാലോ എല്ലാവർക്കും സ്നേഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല അല്ലേ. നിങ്ങൾക്ക് എന്ത് വികാരം ഉണ്ടോ അത് ലോകരോട് എടുക്കണതിന് പകരം ഭഗവാനോട് എടുക്കൂ. ദേഷിക്കാൻ ഭഗവാനോട് ദേഷിച്ചൂടെ? ഭഗവാനോട് ലഹ കൂടിക്കൂടെ? കൃഷ്ണനോട് വഴക്ക് പറഞ്ഞോളൂ, കൃഷ്ണനോട് അടി കൂടിക്കോളൂ, കുഴപ്പമില്ല. മനസ്സിലായില്ലേ? കൃഷ്ണനെ പ്രേമിച്ചു അല്ലേ, കാമിച്ചു അല്ലേ. മീരാഭായി ഭഗവാൻ തൻ്റെ ഭർത്താവായിട്ടാണ് കണക്കാക്കിയത്. ശരിയല്ലേ? ഇങ്ങനെ ഓരോരുത്തരും നർത്തം. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിലെ വിചാരം, ചിന്തകൾ നിരന്തരം ഭഗവാനെ കുറിച്ചായാൽ അതൊക്കെ മുക്തിക്ക് കാരണമാണ്. ചോദിക്കുന്നുണ്ട്, എങ്ങനെയായി ഗുണമയമായ ഈ ശരീരത്തിലുള്ള അഭിമാനത്തെ വെടിഞ്ഞ് ഈ ഗോപിമാരൊക്കെ ഭഗവാനെ അടഞ്ഞത്? അവർ പറഞ്ഞു, ഉക്തം പുരസ്താദേതത്തെ. ചൈതന്യ ശിശുപാലന് മോക്ഷം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പരീക്ഷത്തെ എന്ന് ചോദിക്കേണ്ട ശുഖബ്രഹ്മർഷി. എന്താ അത്? ശിശുപാലൻ ഓർമ്മ വെച്ച നാൾ മുതൽ കൃഷ്ണനെ തെറി വിളിച്ച് നടക്കണ ആളാ അല്ലേ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കളി കയറും അല്ലേ, BP കൂടും, രക്തം തിളയ്ക്കും, കോപമാണെന്നർത്ഥം. അങ്ങനെ കോപം കൊണ്ട് ഭഗവാനെ ഓർത്തു. പുറത്തേക്ക് ക്രോധവികാരം, പക്ഷെ ഉള്ളിലോ നിരന്തരമായ ഭഗവത് സ്മരണയാണ്, ഹരിസ്മരണയാണ്. അപ്പൊ എന്താണ് മോക്ഷത്തിന്റെ രഹസ്യം? ബാഹ്യമായി നമ്മൾ എന്തെങ്കിലും ചടങ്ങുകൾ ചെയ്യണ്ടോ എന്നുള്ളതല്ല. ഈ ചടങ്ങുകളൊക്കെ ആ ചടങ്ങുകൾ ചെയ്യണ സമയത്തെങ്കിൽ നമ്മുടെ മനസ്സ് അന്യവിചാരം കൂടാതെ ഭഗവാനെ സ്മരിക്കും എന്ന് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ സ്മരിക്കാനുള്ളൊരു ഉപായമാണ്. മുഖ്യം എന്താണ്? ഭഗവാന്റെ നിരന്തരമായ സ്മരണയാണ് ഭക്തി. മനസ്സിലായില്ലേ? എന്താ കുന്തി പറഞ്ഞത്? ആ ഭക്തി കുന്തി ഭക്തായി പറയൂലേ, ഭഗവാനെ എൻ്റെ മനസ്സ് എങ്ങനെ വേണം? മറ്റു വസ്തുക്കളിലൊക്കെ ഒട്ടിക്കിടക്കണ മനസ്സിനെ ഭഗവാൻ മുറിച്ചു കളഞ്ഞിട്ട്, ആ ബന്ധം മുറിച്ചു കളഞ്ഞിട്ട്, ത്വയിമേ അനന്യ വിഷയാമതി മധുപതേ അസകൃത് രതിം ഉദ്വഹദാദത്ത ഗംഗേവൗഖമുദന്വതി. ഗംഗാനദി എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് തൻ്റെ ലക്ഷ്യമാകുന്ന സമുദ്രത്തെ പ്രാപിക്കാൻ വേണ്ടി എങ്ങനെയാണോ കുതിച്ചു പായുന്നത്, ഇപ്രകാരം ഈ ബാഹ്യപ്രപഞ്ച വസ്തുക്കളിൽ അട്രാക്ഷനും ഡിസ്ട്രാക്ഷനും ടെംപ്റ്റേഷനും അതൊക്കെയാണ് നമ്മളെ ഇന്ന് തടസ്സം ഉണ്ടാക്കണം അല്ലേ. അതിനൊക്കെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് എൻ്റെ ചിന്തകള്, എൻ്റെ മനോവിചാരങ്ങള്, ചിത്തവൃത്തികള് ഗംഗാപ്രവാഹം കണക്കെ എൻ്റെ ലക്ഷ്യമാകുന്ന അങ്ങയിലേക്ക്, അവിടുത്തെ പാതാരവിന്ദങ്ങളിലേക്ക് ഒഴുകുമാറാകണമേ. അതിൻ്റെ പേരാ ഭക്തി. ചേതോവൃത്തിരുവേറ്റ തിഷ്ഠതി സാ ഭക്തിരിത്യുച്യതേ. ശിവാനന്ദലഹരിയിൽ ആചാര്യസ്വാമികൾ പറയാം, സാധ്വി നൈജവിഭും. എങ്ങനെയാണോ പ്രിയതമ തരന്തരം എന്തിനിടയിലും പ്രിയതമനെ ഓർമ്മിക്കുന്നത്,
അല്ലേ? അങ്കോജം നിജബീജ സന്തതി. അങ്കോജം എന്ന് പേരായ ചെടിയുടെ വിത്ത് താഴെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് ചാടി പിടിക്കും അത്ര. ഇതുപോലെ കാന്തോബലം സൂചിക, ഇരുമ്പിൻ്റെ അടുത്തിരിക്കണ കാന്തത്തിൻ്റെ അടുത്തിരിക്കുന്ന ഇരുമ്പ് സൂചി എങ്ങനെയാണോ അതിലേക്ക് സ്വാഭാവികമായി ആകർഷിക്കുന്നത്, ഇതുപോലെ ആരുടെ മനസ്സാണോ, മനസ്സെന്ന് വെച്ചാൽ ചിന്തകളാണോ നിരന്തരം ഭഗവാനെക്കുറിച്ച് മാത്രമാവണത്, അതാണ് ഭക്തി നത്തം. അപ്പം ഈ ഗോപിമാരുടെ കഥ എടുത്താൽ നമുക്ക് അറിയാൻ കഴിയണം എന്താ, അവരെപ്പോഴും ഉണ്ടുമ്പോഴും ഉറങ്ങുമ്പോഴും എന്ത് പണിയെടുക്കുമ്പോഴും കൃഷ്ണസ്മരണമാണ്. അവർ ഓരോ ജോലി ചെയ്യുമ്പോൾ സ്വന്തം അമ്മയെ യശോദടക്കം എന്താ ചെയ്യണത്, താനിത യാനിയാനീഹ കർമാണി തത്പാലചരിതാനിജ. ആ ഉണ്ണിക്കണ്ണൻ ചെയ്ത ഓരോരോ കുസൃതികളെ കുറിച്ച് ആ പെണ്ണുങ്ങൾ നാടൻപാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാട്ട് പാടുക ചുണ്ടോണ്ട്, മനസ്സുകൊണ്ടോ സ്മരന്തി താന്യകായത. യാന്ത്രിക അല്ലാന്ന് മനസ്സിലായോ? നമ്മൾ പലപ്പോഴും യാന്ത്രിക നാരായണ 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 മനസ്സെവിടെയെങ്കിലും യാന്ത്രികാണ് അല്ലേ? എന്നാ ഇവിടെ യാന്ത്രികല്ല, ടോട്ടൽ ഇൻവോൾവ്മെന്റ്. മനസ്സിലായില്ലേ? എവിടേക്കും മനസ്സിന് അപഥസഞ്ചാരമില്ല അർത്ഥം. അവരവരുടെ ലൗകിക വ്യാപാരങ്ങൾ അവർ ചെയ്യുന്നു. അതേസമയത്ത് എങ്ങനെയാണ് ചെയ്തത്? നിരസ്മരന്തി. അവിടെ നിന്ന് ചെയ്ത ഓരോ ലീലകളെയും മനസ്സിൽ ഭാവനയിൽ ഓർത്തുകൊണ്ട് കണ്ടുകൊണ്ട് അവിടുത്തെ ആ ലീലകൾ പാടിക്കൊണ്ട് അവരവരുടെ വ്യവഹാരകർമ്മങ്ങൾ ചെയ്തു. ഇതല്ലേ ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, ഭഗവാനിലെത്താൾ എളുപ്പവഴി മാമനുസ്മര യുദ്ധ്യജ. ഒരു ക്യാപ്സൂളായിട്ട് തന്നിട്ടുണ്ട് അല്ലേ? എന്നെ ഓർമ്മിച്ചുകൊണ്ട് നീ നിന്റെ പണിയെടുക്കുക. മനസ്സിലായോ? തസ്മാ സർവേഷു കാലേഷു മാമനുസ്മര യുദ്ധ്യജ. അർജുനന് യുദ്ധം അല്ലേ? എല്ലാ കാലത്തും അർജുനന് യുദ്ധമില്ലല്ലോ. നീ ഏത് സമയത്തും എന്ത് ചെയ്യുമ്പോഴും അതെല്ലാം എൻ്റെ സ്മരണയോടെ, ഞാനാണ് നിന്റെ ഉള്ളിൽ നിന്നെല്ലാം ചെയ്യാൻ സഹായിക്കുന്നത്, പ്രേരിപ്പിക്കണം. നിന്റെ മിടുക്കം സാമർഥ്യമല്ല. നമ്മൾ വെറും അവിടുത്തെ കയ്യിൽ തൃക്കയിൽ ഉപകരണം മാത്രം. സന്തോഷത്തിന് അവിടുത്തെ ആരാധന കൃഷ്ണാർപ്പണം എന്ന് വിചാരിച്ചുകൊണ്ട് ആ പ്രവൃത്തികൾ ചെയ്യൂ. ഭഗവാനെയും മറന്നിട്ടുള്ള പരിപാടി പാടില്ല. മനസ്സിലായില്ലേ? അപ്പം എന്തായി? കർമ്മയോഗവും ഈശ്വരനിലെത്തിക്കും. ഈ ഗോപിമാരും ഗോപന്മാരൊക്കെ അക്ഷരാർത്ഥത്തിൽ ഗീത നോക്കൂ. ഭാഗവതം ഭഗവാന്റെ ജീവിതമാണ്, കൃഷ്ണൻ്റെ അവിടുത്തെ സന്ദേശമാണ് ഗീത. ആ ഗീത മനസ്സിലാക്കണമെങ്കിൽ ഭഗവാന്റെ ജീവിതമാകുന്ന ഭാഗവതം പഠിക്കണം, കൃഷ്ണൻ്റെ ജീവിതം പഠിക്കണം. ഒരു നാണയത്തിന് രണ്ട് പുറ വലിയ. മനസ്സിലായില്ലേ? ഇവിടെ ഇവരെ കൊണ്ട് അറിയാതെ ഗീത പഠിപ്പിക്കാൻ പറ്റില്ല അവർക്ക്. അവർക്ക് കൃഷ്ണൻ വൃന്ദാവനത്തിൽ ഗീത പറഞ്ഞ ആരെങ്കിലും കേൾക്കുവോ? ഇല്ലേ? പോയി പണി നോക്കാൻ പറ്റൂലേ? എന്താ കാരണം? അവരുടെ കൃഷ്ണനോടുള്ള പ്രേമം എന്ന് പറയില്ലേ, എക്സസ് ഓഫ് ലവ് എന്ന് പറയും. അധികം പ്രേമം ആദിക്കുക. നമുക്കുള്ളത് എന്താ? ലാക്ക് ഓഫ് ലവ്. ഭഗവാനോട് അത്രയും പ്രേമവും ഭക്തിയും വരണില്ല. അതാണ് നമ്മുടെ തകരാറ്. ശരിയല്ലേ? അവർക്കുള്ളത് അതിപ്രേമം കൊണ്ട് കൃഷ്ണൻ എന്തെല്ലാം അത്ഭുതം കാണിച്ചാലും അവർക്ക് അത്ഭുതമായിട്ട് തോന്നില്ല. മനസ്സിലായില്ലേ? ഞങ്ങളുടെ ഭഗവാന്റെ പ്രാർത്ഥന കൊണ്ട് ഉണ്ണിക്കണ്ണനും ഒന്നും വരാതെ രക്ഷപ്പെട്ടു എന്നാ പറയാ അല്ലേ? മരം വീണപ്പോഴായാലും ശരി, ഏത് അത്ഭുത പ്രവർത്തികൾ കാണിക്കുമ്പോഴായാലും ശരി എന്നർത്ഥം. ഇതാണ്. അപ്പം നിരന്തരം ഭഗവാന്റെ പാതാരവിന്ദ സ്മരണയാണ് ഭക്തി. ഇത് സാധിച്ചവരാണ് ഗോപിമാരെന്നർത്ഥം. എന്ന് കണ്ണനെ കണ്ടു ആദ്യമായിട്ട് അന്ന് മുതൽ ആ അടുത്ത കാഴ്ചയിൽ തന്നെ അവരുടെ മനസ്സിനെ കൃഷ്ണൻ അപഹരിച്ചു കഴിഞ്ഞു. പിന്നെ പാലും വെണ്ണയും കട്ടതിലൂടെ എന്ത് ചെയ്തു? ഹൃദയം അഭിമുഷിത്വാ ഹർഷസിന്ധൗ യഥാസ്ത്വം. എൽപ്പത്തിൽ പറയണു, അവരുടെ പാലും വെണ്ണയും കട്ടതിലൂടെ അതിൽ ആസക്തമായിരുന്ന അവരുടെ മനസ്സിനെ കട്ടു, ഹൃദയത്തെയും കട്ടു അല്ലേ? ചിത്തച്ചോര യശോദ കേബാൽ. അവൻ ആരാണ്? ചിത്തച്ചോരനാണ്. നമ്മുടെ ഭക്തന്മാരുടെ ഹൃദയത്തെ കക്കുന്നവനാണ് അർത്ഥം. എന്നിട്ട് എവിടെ കൊണ്ടാക്കി? കൃഷ്ണനിൽ കൊണ്ട് ലയിപ്പിച്ചു. കൃഷ്ണ 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 എന്ന് മാത്രമേ അവർക്ക് വിചാരമുള്ളൂ അല്ലേ? അപ്പൊ എന്താ? കൃഷ്ണനാര? ആനന്ദം. ഈശ്വരൻ ആനന്ദക്കട്ടയാണേ. ആ ഹർഷസിന്ധു ആനന്ദക്കടലിലാണ് അവരുടെ മനസ്സിൽ ലയിച്ചത്. പിന്നെ എങ്ങനെയാ അവർക്ക് സങ്കടം ഉണ്ടാവുക? ഇതാണ് നമുക്കൊക്കെ സാധിക്കേണ്ടത്. അതിന് മാതൃകയാണ്. എങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പരമഹംസന്മാരായ യോഗീശ്വരന്മാർ ധ്യാനത്തിലൂടെ ത്രിഗുണാത്മകമായ മനസ്സിനെ അതിവർത്തിക്കുമ്പോൾ ആ ധ്യാന സമാധിയിൽ അവരുടെ ഹൃദയത്തിൽ വഹിക്കുന്ന ആത്മസ്വരൂപനായ സാക്ഷിസ്വരൂപനായ ഭഗവാനോട് മനസ്സ് ചേർന്ന് ആ പരമാനന്ദ അനുഭൂതി, ആ ബ്രഹ്മാനുഭൂതി, ഈശ്വരാനുഭൂതി, ആ മഹത്തായ ജീവൻ മുക്തി സുഖം അനുഭവിക്കുമോ അത് ഓരോരുത്തർക്കും ലളിതമായി അനുഭവിക്കാനുള്ള പ്രക്രിയയാണ് ഗോപീഭക്തിയിലൂടെ നമുക്ക് കാണിച്ചു തരണം എന്നർത്ഥം. മനസ്സിലായോ? അതുകൊണ്ട് രാസലീല മാത്രം എടുത്തു കഴിഞ്ഞാൽ എന്താ? അത് വെറും ഭാഷ, അതാണ് ലൗകിക ഭാഷയാണ് പറഞ്ഞേക്കുന്നത്. എന്താ? ലൗകികത്തിൽ ഈ മനസ്സിനെ അതിവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന സമാധിയുടെ സുഖത്തെക്കുറിച്ച് അറിഞ്ഞാൽ നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. നമുക്ക് ആകെ അറിയുന്ന ഒരു സുഖം ഉറക്കത്തിലെ സുഖം. പിന്നെന്താ? ഈ കാമുക ബന്ധത്തിലുള്ള സുഖം അല്ലേ? അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ സുഖം. ഇതല്ലേ ലൗകികന്മാർക്ക് അറിയാൻ കഴിയുന്നത്. അപ്പൊ ആ ഭാഷ അതിലേ പറയാൻ പറ്റുള്ളൂ. ഇന്ദ്രിയാതീതമായ അനുഭൂതിയെ, മനസ്സിനും അതീതമായിട്ടുള്ളതായ ആ അനുഭൂതിയെ വാക്കുകളെ കൊണ്ട്, പരിമിതമായ വാക്കുകളെ കൊണ്ട് വർണ്ണിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ലൗകികത്തിലെ ഏറ്റവും ഉന്നതമായ മാധുരീഭാവം, മാധുര്യഭക്തി, അതാണ് ഇവിടെ പ്രതിപാദിച്ചു നടത്തം. അതിന് മുമ്പ് എന്തൊക്കെ വേണം? ഈ രാസലീല നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഗോപിമാർക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കേണ്ടതാണ്.
ഓരോ ജീവനാകുന്ന ഗോപിയും തൻ്റെ അന്തരാത്മാവായ കൃഷ്ണനോട് ചേരണം അല്ലേ? അപ്പം മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും ജന്മസാഫല്യമുള്ളൂ, കൃതകൃതതയുള്ളൂ. അപ്പം എന്താണ് അതിന് എന്ത് ചെയ്യണം? ആദ്യം ഭഗവാൻ ചെയ്തെന്താ? കുറേ കംസയച്ച അസുരന്മാരെ വധിച്ചു അല്ലേ? അസുരവധാണ് ആദ്യം ചെയ്തത്. അസുരന്മാരെ വധിച്ചതിലൂടെ എന്താ പഠിപ്പിച്ചത്? നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ആസുരഭാവത്തെ, വിഷയാസക്തിയെ, ആ ബഹിർമുഖതയെ ഇല്ലാണ്ടാക്കണം എന്നർത്ഥം. മനസ്സിലായോ? ഭഗവാന്റെ കഥകൾ കേട്ട് ആ ഭഗവാനിൽ ഭക്തി വരുമ്പോൾ എന്താവും? നമ്മുടെ ഉള്ളിലെ വിഷയവാസന ക്ഷയിക്കും. ഉള്ളിലെ വാസനയാണ് പുറത്തെ വസ്തുക്കളോട് മോഹം ഉണ്ടാക്കുന്നത്. ഇരുമ്പിനെയും കാന്തത്തിനെ ആകർഷിക്കാൻ പറ്റും, കല്ലിനെയും മണ്ണിനെയും ആകർഷിക്കാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഉള്ളിൽ വാസനയുള്ളത് കൊണ്ടാണ് പുറത്തെ വസ്തുക്കൾ നമ്മളെ കൊടുക്കുന്നത്, ആകർഷിക്കുന്നത്, പിടിച്ചു വരിക്കുന്നത് അല്ലേ? നമ്മുടെ ഉള്ളിൽ വാസന ഇല്ലെങ്കിലോ ഒരു വസ്തുവും, ലോകത്തിലെ വസ്തുക്കൾ നമ്മളെയും ഭ്രമിപ്പിക്കാനോ മോഹിപ്പിക്കാനോ പോണില്ല. ശരിയല്ലേ? അതെ. അപ്പോൾ ഈ വാസന ക്ഷയിക്കണമെങ്കിലോ ഭഗവാന്റെ കഥകൾ കേട്ട് ഭഗവാനിൽ ഭക്തി വരണം. അപ്പോൾ ബഹിർമുഖത, വിഷയാസക്തി, അതാണ് അസുരത്വം, അതില്ലാണ്ടാവണം. അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭാന. മനസ്സ് ബഹിർമുഖമായി വിഷയങ്ങളുടെ പുറകെ ഓടുകയാണെങ്കിൽ നമുക്കൊരിക്കലും ഭഗവാനെ ഭഗവതിയെ കിട്ടില്ല, നമുക്കൊരിക്കലും ശാന്തി ലഭിക്കാൻ പോണില്ല. അതിന് അന്തർമുഖമാവണം മനസ്സ്. അത് സാധിപ്പിച്ചു. പിന്നെ ചെയ്തത് ദേവന്മാരൊക്കെ ജയിക്കലാണ്. ശ്രദ്ധിച്ചോ? ഇപ്പം കേട്ടു നിങ്ങൾ ബ്രഹ്മമോഹനം. ഇനി രാസലീല വരെ എത്രയോ കഥകളുണ്ടല്ലേ? ആ കഥകളൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ദേവേന്ദ്രനെ ജയിക്കണ്ടല്ലേ? ദേവേന്ദ്രനെ മാത്രമാണോ ജയിച്ചിട്ടുള്ളത്? അല്ല, കാളിയനെ ജയിച്ചു കാളിയമർദ്ദനത്തിലൂടെ അല്ലേ? പിന്നെയോ അഗ്നി ഭഗവാനെ 2 പ്രാവശ്യമാണ് ഭഗവാൻ കാളിയമർദ്ദനം കഴിഞ്ഞ് ആ തീരത്തിൽ ഉറങ്ങണ സമയത്ത് എല്ലാ കുട്ടികളൊക്കെ ഉറങ്ങി, കൃഷ്ണനെ മറ്റുള്ളവരൊക്കെ ഉറങ്ങാണ്ടിരുന്നു. ആ സമയത്ത് കാടിന് മുഴുവൻ തീ പിടിച്ചു, കാട്ടുതീയിൽപ്പെട്ടു അല്ലേ? ആ സമയത്ത് അഗ്നിയെ പാനം ചെയ്തു. പിന്നെയോ പ്രലംബനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുഞ്ഞപ്പുൽക്കാട് കയറിപ്പോയി പശുക്കുട്ടികളൊക്കെ അതിനന്വേഷിക്കാൻ ഗോവന്മാരൊക്കെ പോയി അന്വേഷിച്ച് തിരിച്ചുകൊണ്ടിരുമ്പോൾ അവിടെയും ഒരു കാട്ടുതീ വന്നു. അവിടെയും കണ്ണടച്ച് തുറക്കണേ പോലെ ഭഗവാൻ കണ്ണടച്ച് സുരക്ഷിതമാക്കി അല്ലേ? അഗ്നിയെ പാനം ചെയ്യുന്ന അർത്ഥം. പിന്നെ അവസാനം രാസലീലയ്ക്ക് മുമ്പ് പറഞ്ഞു ഓർക്കണം. അതെന്താണ്? അത് വരുണജയമാണ് അല്ലേ? വരുണൻ പിടിച്ചുകൊണ്ട് പോയി ഭഗവാന്റെ അച്ഛനെ. ഭഗവാൻ അവിടെ പോയിട്ട് ആ വരുണനെ ഭഗവാൻ ഒന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നു. ഇത് ഓരോന്നും എന്താണ്? അഗ്നി ഇതിന് പ്രമാണം എന്താ വെച്ചാൽ കേനോപനിഷത്താണ്. 3 ദേവതകളാണ് ബ്രഹ്മം ദേവന്മാരുടെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടിയിട്ട് യക്ഷനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ആദ്യം അവതാരം വരുന്നത് ഉപനിഷത്തിൽ, ഈ കേനോപനിഷത്തിലാണ്. അവരുടെ അഹങ്കാരം എൻ്റെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്കത് ജയിക്കാൻ സാധിച്ചതെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നിട്ട് അഗ്നി, വായു, അതുപോലെ ഇന്ദ്രൻ, ഇവർ 3 പേരാണ് പോയത്. അപ്പോൾ ഇവിടെ അഗ്നി ഭഗവാൻ എന്തിൻ്റെ പ്രതീകമാറിയോ? വാജോഹോ ദേവത വന്യഹി. വാഗിന്ദ്രിയത്തിൻ്റെ ദേവതയാണ്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതയുണ്ട്. വാഗിന്ദ്രിയത്തിൻ്റെ ദേവതയാണ് അഗ്നി ഭഗവാൻ. വാക്കിന്ദ്രിയം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു? ഭാഷണം, കർമ്മമാണ് അല്ലേ? കുറേ പ്രസംഗിക്കും, ക്ഷീണിക്കും. എല്ലാ കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രതീകമാണെന്നർത്ഥം. ശരിയല്ലേ? പിന്നെ രസനായാഹ വരുണ. രസനേന്ദ്രിയ ദേവതയാണ് ആര്? വരുണൻ. 2 തരത്തിലാണ് രസനേന്ദ്രിയെ നമ്മൾ ജയിക്കേണ്ടത്. ഒന്ന് സ്വാദിലൂടെ, ഒന്ന് വർത്തമാനത്തിലൂടെ. മനസ്സിലായോ? ഭാഗവതം പറഞ്ഞേക്കണു എല്ലാ ഇന്ദ്രിയങ്ങളെയും ജയിച്ചിട്ടും നാവിനെ ജയിച്ചിട്ടില്ലെങ്കിൽ ഒന്നിനും ജയിച്ചിട്ടില്ല. ജിതേ ജിഹ്വേ ജിതം സർവം എന്നാണ് പ്രമാണമുണ്ട് എല്ലാത്തിനും. വെറുതെ പറയല്ല. നാവിനെ ഒരാൾ ജയിച്ചോ സ്വാദിൻ്റെ പുറകെ പോലെ അല്ലേ? ഇന്ന് മുഴുവൻ കണ്ട റോഡിൻ്റെ മുഴുവനുള്ള പക്കത്ത് വിൽക്കണ ആ സാധനങ്ങളിൽ ഹോട്ടലുകൾ പെരുത്തുകൊണ്ടിരിക്കുക. വീട്ടിൽ ആരും ആഹാരം ഉണ്ടാക്കണില്ല. എന്താ നമുക്ക് പുറത്തു പോയി കഴിക്കാം അല്ലേ? നാവിനടിമയായിട്ടാണ് അല്ലേ? ടെസ്റ്റ് ബെഡിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുകൊണ്ട് മഹാരോഗങ്ങളൊക്കെ വരണത്. അപ്പം എന്താ? നാവിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമാതിരി വർത്താനം അല്ലേ? നാമം ജീവിക്കാൻ മാത്രം ഉത്സാഹമില്ല. നാട്ടുവർത്താനം, വീട്ടുവർത്താനം, രാഷ്ട്രീയം പറയാൻ ഭയങ്കര ഉത്സാഹം അല്ലേ? അതെന്താ? നാവിനെ ജയിക്കാൻ വയ്യായ്മ. അപ്പോൾ നാവിനെ ജയിക്കാത്തവനൊന്നും ജയിച്ചിട്ട് കാര്യമില്ല. വരുണേ രസനേന്ദ്രിയത്തെ ജയിച്ചു എന്നർത്ഥം. അത് എല്ലാത്തിനെയും ജയിച്ച മതി എന്നർത്ഥം. ഇനി എന്താ? മനസ്സിനെ ജയിക്കലാണ് ദേവേന്ദ്രൻ ജയിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഭഗവാന്റെ അത്ഭുതകരമായ ആ മഹിമ എന്താണ്? ദേവേന്ദ്രന് ദേവതകളെയൊക്കെ കാൽ മുട്ടിമുട്ടിക്കുക അല്ലേ? ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ കൃഷ്ണനാകുന്ന നാഥനോടുകൂടിയ ഗോകുലവാസികളെ മുഴുവനും തൻ്റെ യാഗം കൃഷ്ണൻ്റെ വാക്ക് കേട്ട് മുടക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കാം അവറ്റങ്ങളെ. എൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് പണം ഉണ്ടായിപ്പോൾ അതിൽ അഹങ്കരിച്ച് എന്നെ മറന്നു. പ്രളയകാല മേഘങ്ങളെ വിളിച്ച് ഗോകുലത്തിൽ പോയി പെയ്യാൻ പറഞ്ഞു അല്ലേ? ഞാൻ വരാം ഐരാവത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഗോകുലനാശം കാണാനെന്ന്. മേഘങ്ങൾ അവിടെ എന്താ പറയുക, ഇന്നത്തെ മേഘവിസ്ഫോടനം ഉണ്ടായി അവിടെ. അവർക്ക് എല്ലാവരും ഓടിച്ചെന്ന് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ കൃഷ്ണ മഹാഭാഗ തൊന്നാഥം ഗോകുലപ്രഭോ
പ്രാതുമർഹതി ദേവാന്ന കുപിതാൽ ഭക്തവത്സല. ഭഗവാനെ അവിടുന്ന് ഭക്തവത്സനല്ലേ, അവിടുന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഗോവർദ്ധനയാഗം ഇന്ദ്രയാഗം മുടക്കിയിട്ട് ഗോവർദ്ധനയാഗം ചെയ്ത്. ഇത് ഇന്ദ്രൻ്റെ കോപമാണെന്ന് തോന്നുന്നു. ഭഗവാൻ എന്ത് ചെയ്തു? ലോകേശമാനാം മൗഢ്യാൽ ഹനിഷ്യേ ശ്രീമതന്തമ. ഐശ്വര്യം കൊണ്ട് അഹങ്കരിച്ചതെന്ന് ഗോപന്മാരല്ല, ദേവേന്ദ്രനാണ്. ഞാനാണ് അവനെ ദേവേന്ദ്ര പദവിയിൽ അപ്പോയിന്റ് ചെയ്ത ആളെന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോയിന്റിങ് അതോറിറ്റിയോട് കൊമ്പ് കോർത്താൽ എങ്ങനെ ഉണ്ടാവും? ഇത് നമ്മളെ പഠിപ്പിക്കുക കൃഷ്ണൻ. മനസ്സിലായോ? ദേവേന്ദ്രൻ ആരാ? യോ വ്യതതാൽ ശാശ്വതീപ്യ സമാപ്യ. ഓരോരോ ജീവനും ചെയ്ത പുണ്യത്തിന്റെ തോതനുസരിച്ച് ഓരോരുത്തരെയും റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ പ്ലേസ്മെന്റ് കൊടുക്കുന്നത് ആരാന്ന വിചാരം? ഗുരുവായൂരപ്പനാ, ഭഗവാനാണ്. മനസ്സിലായോ? കർമ്മഫലദാതാവാണ്, കർമാധ്യക്ഷനുമാണ് ഭഗവാൻ. ഭഗവാൻ ഉള്ളിൽ അധ്യക്ഷനായി സാന്നിധ്യം ചെയ്താൽ നമുക്ക് എന്ത് പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ? ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അന്തര്യാമയും സാക്ഷിയുമായതുകൊണ്ട് നമ്മൾ ഓരോരുത്തരിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഓരോരുത്തരും ചെയ്യുന്ന കർമ്മങ്ങളുടെ ഉദ്ദേശം, ഇൻറ്റൻഷൻ ബിഹൈൻഡ് ദ ആക്ഷൻ, മോട്ടീവ് ബിഹൈൻഡ് ദ ആക്ഷൻ, കർമ്മത്തിൻ്റെ പുറകിലുള്ള ഉദ്ദേശത്തെ ഭഗവാൻ നല്ലോണം അറിയും. എന്നിട്ടോ അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ തെറ്റുപറ്റാതെ അതാത് ജീവന്മാർക്ക് അതാത് സമയത്ത് അവരവരുടെ കർമ്മഫലം എത്തിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇല്ലേ? അത് ഭഗവാന് കർമ്മ അധ്യക്ഷനും കർമ്മഫലദാതാവുമാണെന്ന് അർത്ഥം. ആ ഭഗവാനാണ് 100 യാഗത്തിൻ്റെ പുണ്യം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഒരു ജീവനെ ദേവേന്ദ്ര പദവിയിലിരുത്തിയത്. അല്ലേ? എല്ലാവരെയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മന്വന്തരം കഴിഞ്ഞാൽ ആ ടൈം കഴിഞ്ഞു. അല്ലേ? അതിൻ്റെ ഫലം അത്രേ ഉള്ളൂ. ആ ദേവേന്ദ്രൻ ഭഗവാനാണ് അവിടെ ഇരുത്തിയെന്ന് മറന്നുകൊണ്ട് ആ മനുഷ്യന് കൃഷ്ണനെ എങ്ങനെ വിചാരിച്ചു? ആരാണിവൻ? വാചാലനാണിവൻ. പറയണെന്താ? വാചാലം ബാലിശം സ്തബ്ധം അജ്ഞം പണ്ഡിതമാനിനം കൃഷ്ണം മർത്തിമുപാശിത്യ ഗോപാമേ ചക്രുരപ്രിയം. കൃഷ്ണനെ കുറിച്ചുള്ള അഭിപ്രായം തന്നെ അവിടെ ഇരുത്തിയ സർവേശ്വരനാണ് ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത്. ആ ഭഗവാനെ കുറിച്ച് എന്താ അഭിപ്രായം? ഇവൻ കുറെ വാചാലമായി പ്രസംഗിക്കാം, ബ്ലാ ബ്ലാ എന്ന് പറയാൻ കഴിയുന്നവനാ. എന്നാൽ വല്ല വിവരമുണ്ടോ? ഒരു വിവരമില്ല. തജ്ഞാനിയാണ്, പണ്ഡിതനാന്നല്ല, അറിയാവുന്ന ഭാവം, അഹങ്കാരിയാണവൻ. പോരാത്തന് അവൻ മർത്യനും ഞാൻ അമർത്യനും, ഞാൻ ചാവാത്തവനും ഇവൻ ചാവണവനും. അല്ലേ? ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയുള്ള 7 വയസ്സായ ഗോപച്ചെറുക്കൻ്റെ വാക്ക് കേട്ടിട്ട് ഈ ഗോപന്മാർ എൻ്റെ യാഗം മുടക്കി കാണിച്ചു കൊടുക്കാൻ പറ്റങ്ങളെ പൈ അവിടെ തുമ്പിക്കൈ വണ്ണത്തിൽ മഴ പെയ്തു, ഇരിക്കാൻ തുടങ്ങി. കൃഷ്ണനോട് പ്രാർത്ഥിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ലോകേശമാന മൗഢ്യ ഹരിഷ്യേ ശ്രീമതന്തമ. ഐശ്വര്യം കൊണ്ട് തലമറന്ന് അഹങ്കരിച്ച് ഇപ്പോൾ തലമറന്ന് എണ്ണ തേച്ച് ഇന്ദ്രനാ, അവനെ ഞാൻ നിലക്ക് നിർത്തും. എന്നിട്ടോ ഗോപായേ സ്വാത്മയോഗേന, എൻ്റെ ഭക്തന്മാരെ, എന്നെ ആശ്രയിക്കുന്നവരെ എൻ്റെ യോഗശക്തി കൊണ്ട് ഞാൻ രക്ഷിക്കും എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എല്ലാവരോടും പറഞ്ഞു, എല്ലായിടത്തും കൊണ്ട് പോകാൻ നമുക്ക് ഗോവർദ്ധന ചോട്ടിൽ. ഗോവർദ്ധന യാഗം നടത്തിയ സമയത്ത് ഭഗവാൻ തന്നെ ഗോവർദ്ധനത്തിൽ ഗോവർദ്ധന ദേവതയെ പ്രത്യക്ഷപ്പെട്ടു. ശൈലോസ്മീതി, ഞാൻ ഗോവർദ്ധന ദേവതയാണ്, ഗോപന്മാരെ നിങ്ങളുടെ പൂജ കൊണ്ട് ഞാൻ സന്തോഷിച്ചു, നിങ്ങളെല്ലാ ആപത്തും ഞാൻ കാത്തുരക്ഷിച്ചോളാന്ന്. കൃഷ്ണൻ ഇവിടെ വരെ കൂട്ടത്തിൽ നിന്നിട്ട് പറയാ, അച്ഛാ ആണ്ടോടാണ്ട് എത്ര കാലം നിങ്ങൾ ഗോവർദ്ധന പൂജ ചെയ്തു? ഒരു പ്രാവശ്യമെങ്കിലും ഇന്ദ്രൻ നേരിട്ട് വന്ന് നിങ്ങൾക്ക് ദർശനം തന്നോ? ഇല്ലല്ലോ. ഇപ്പം കണ്ടില്ലേ, ഒറ്റ പ്രാവശ്യം ചെയ്തോളൂ, പ്രത്യക്ഷമായില്ലേ? വിശ്വാസം വരാൻ എന്ത് വേണം? അല്ലേ? വിശ്വാസം കൂട്ടുവാൻ ദേവദേവൻ വിശ്വരൂപം കാട്ടി നിന്നു തേരിൽ. കൂടെ നടന്ന അർജുനനെ എത്ര ഉപദേശിച്ചിട്ടും താൻ ഈശ്വരനാണെന്ന് മനസ്സിലായില്ല. അത് ബോധ്യപ്പെട്ടപ്പോഴാ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോഴാ. അല്ലേ? അപ്പോൾ താ വീണ് മുമ്പിലും പിന്നിലും താഴെ ഇവിടെ ഇടത്തും സ്ഥലത്തും വീണ് നമസ്കരിക്കാൻ തുടങ്ങി. അല്ലേ? ഇതാണ്. അപ്പോൾ ഭഗവാന്റെ ആ മഹത്വം, ഈശ്വരത്വം പ്രകാശിപ്പിച്ചുകൊണ്ട് അവിടെ ചെന്നു. താൻ ആ കുട്ടികൾ കൂണ് പറയ്ക്കും മണക്കെ ആ ഗോവർദ്ധന എടുത്ത് കൊടലൂടി. 7 രാത്രിയും 7 പകലും കൈമാറിയില്ല, കാല് മാറിയിട്ടില്ല. നോക്കണം. അതിനിടയിൽ ഗോപക്കുട്ടികളോട് തമാശ പറയണോ, പശുക്കളെ തലോടി കൊടുക്കണോ, ഓരോരുത്തരോട് ഓരോരോ വിനോദം പറഞ്ഞ് എല്ലാവരെയും രസിപ്പിച്ചു. ഈ 7 ദിവസം ആഹാരം കഴിക്കാണ്ട് അവർക്ക് വിശപ്പുണ്ടായില്ല, ഉറക്കാത്ത ഉറക്കച്ചടവില്ല, വെള്ളം കുടിച്ചിട്ടില്ല, ദാഹം ഉണ്ടായിട്ടില്ല. അവരൊക്കെ പരമാനന്ദാനുഭൂതിയിൽ നിന്നു. 7 ദിവസം കഴിയുമ്പോഴേക്കും മേഘങ്ങളൊക്കെ വെളുത്തു. ഇന്ദ്രൻ്റെ അഹങ്കാരം പമ്പ കിടന്നു. മഴ പോയപ്പോൾ ഭഗവാൻ പർവ്വതം താഴെ വെച്ചു. ഭഗവാനെ പുഷ്പട്ട ആൾക്കാർ പൂജിച്ചു. അപ്പോഴാണ് ഇന്ദ്രന് മനസ്സിലായത്, ഈ കൃഷ്ണൻ മനുഷ്യനല്ല, പിന്നെ ആരാ? ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗതഃ. ഭഗവാനെ തെറ്റുപറ്റി, ക്ഷമിക്കണം. അവിടുന്ന് സർവ്വലോകത്തിൻ്റെയും ഈശ്വരനാണ്, നിയാമകനാണ്. സർവ്വചരാചരങ്ങൾക്കും അഭ്യുദയകാംക്ഷിയാണ്, ഗുരുവാണ്, പരമഗുരുവാണ്. ഭഗവാനെ എൻ്റെ ആത്മാവാണ്, സർവ്വയുടെ ആത്മാവാണ്. ഭഗവാനെ പൊറുക്കണം, അറിവില്ലായ്മ കൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനെ പൊറുക്കണമേന്നും മതി. നമ്മൾ എത്രയൊക്കെ തെറ്റ് ചെയ്താലും ഈ ഒരു ഭാവം ഉണ്ടായാൽ മതി. ഭഗവാനെ എനിക്ക് തെറ്റുപറ്റി, അറിവില്ലാത്ത കുട്ടികളാണ് ഞങ്ങൾ, അല്ലേ? അവിടുത്തെ കുട്ടികളല്ലേ, ക്ഷമിക്കണേ. ഭഗവാൻ ക്ഷമിക്കും. ഇതാണ് ഭഗവാന്റെ മഹത്വം, അല്ലേ? ഇന്ദ്രൻ കാൽക്കൽ വീണു. അപ്പോഴോ ഭഗവാൻ പറയാണ്, മേഘം ഗർജിക്കുന്ന സൗണ്ടിലെ പറയാണ്, ഇന്ദ്ര, ഞാൻ മനഃപൂർവ്വം മഖഭംഗോ അനുഗൃഹണത, ഞാൻ മനഃപൂർവ്വം നിന്റെ യാഗം മുടക്കുകയുണ്ടായത്. എന്തിനാ? അനുഗൃഹണത, നിന്നെ അനുഗ്രഹിക്കണം വെച്ചിട്ട്. എങ്ങനെയാ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കുക? അത് മഹാബലിയുടെ ചരിത്രമാണ് പറഞ്ഞത്.
അല്ലേ? വാമനമൂർത്തി ഒന്ന് മഹാബലിയെ പിടിച്ച് കെട്ടി 3 അടി കെട്ടിയിട്ട് പോരാണ്ട്, മൂന്നാമത്തെ 2 അടി 3 ലോകം കൊടുത്തിട്ട് പോരാണ്ട്, അളന്നെടുത്ത് പോരാണ്ട് പിടിച്ച് കെട്ടിയില്ലോ ഗരുഡനെ കൊണ്ട്. അപ്പൊ ബ്രഹ്മാവാണ് എന്ന് പറയണത്. ബ്രഹ്മാവ് ഭഗവാനെ സർവസ്വവും ഗുരു ശപിച്ചിട്ടും അവിടുത്തെ പാർത്ത് സമർപ്പിച്ച് ഈ ഭക്തനെ ഇങ്ങനെ പരീക്ഷിക്കാമോ, ഇങ്ങനെ കെട്ടിയിട്ടാമോ, ഇങ്ങനെ ആക്ഷേപിക്കാമോ, അഴിച്ചുവിടുമെന്ന്. അപ്പൊ ഭഗവാൻ പറയാ, ബ്രഹ്മൻ യം അനുഗൃണ്ണാമി തത് വിശോ വിധുനോമ്യഹം. എൻ്റെ അനുഗ്രഹ ലീല മനസ്സിലാക്കിക്കോളൂ. ബ്രഹ്മാവ് നമ്മുടെ ബുദ്ധിയുടെ ദേവതയാണേ, നമ്മൾ നല്ലോണം മനസ്സിലാക്കണം. ഇന്ദ്രൻ മനസ്സിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ഈ നമ്മുടെ മനസ്സിലും നമ്മുടെ ബുദ്ധിയിലൊക്കെ ഉണ്ടാവുന്ന വികാരങ്ങളാണ്. കഥ പണ്ട് നടന്നതാണ്. ഇതിൻ്റെ ആധ്യാത്മിക തത്വം എന്താ? നമ്മുടെ ഓരോരുത്തരും ജീവിതം സദാ സംഭവിക്കുന്നതാ. ബുദ്ധിയിൽ ഇത് മനസ്സിലാക്കൂ. ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചിലപ്പോൾ പുഷ്പവർഷമായിട്ടല്ല, ചിലപ്പോൾ കല്ലേറ് പോലെ ഉണ്ടാവുക. എന്തിനാത്? ഞാൻ ഒരാളെ അനുഗ്രഹിക്കണമെങ്കിൽ എങ്ങനെ അനുഗ്രഹിക്കുക? അവനെ അഹങ്കാരമില്ലാതാക്കലാണ് ഭഗവാന്റെ അനുഗ്രഹം. ഇതോർക്കണം. ആ അഹങ്കാരം എന്തുമ്മ പിടിച്ചിരിക്കുക? സ്ഥാനം, മാനം, പണം, പ്രതാപം, അധികാരം, അല്ലേ, ഇത്യാദികളിൽ അല്ലേ ഇരിക്കുക. ഒന്നുമില്ലാത്തവർ എന്തിലും അഹങ്കരിക്കും? ദരിദ്രവാസി ഊണ് കഴിക്കാൻ വഴിയില്ലാതെ തൻ്റെ ഭിക്ഷ എടുത്ത് നടക്കണവൻ എന്തിലും അഭിമാനിക്കുക? അതുകൊണ്ട് തത് യശോ വിനോമേഹം, അവൻ്റെ സമ്പത്ത് മുഴുവൻ ഞാൻ പിടിച്ചെടുത്തിട്ട് ഒന്നുമില്ലാത്തവനാക്കി തീർക്കത്തെ. ഇതൊരു തരം അനുഗ്രഹം. നേരെ മറിച്ചോ, എല്ലാം ഉണ്ട്, സ്ഥാനമുണ്ട്, പണുണ്ട്, പ്രതാപമുണ്ട്, ഭോഗങ്ങളുണ്ട്, ഐശ്വര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടും യദ്യസ്യന ഭവേൽ സ്തംഭഃ തത്രായം മദനുഗ്രഹ. എന്നിട്ട് അതിൽ അഹങ്കരിക്കാതെ ഇതെല്ലാം അവിടുത്തെ കാരുണ്യം, അവിടുത്തെ അനുഗ്രഹം എന്ന് ആരാണോ വിചാരിച്ചുകൊണ്ട് കഴിയണത്, അവിടുത്തെ പ്രസാദം എന്ന്, അവനിൽ ഭഗവാന്റെ വിശേഷ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഭഗവാൻ തന്നതാണ്, അവിടുത്തെ അനുഗ്രഹമാണെന്ന് ഓർത്തുകൊണ്ട് സമർപ്പണഭാവത്തോടെ ജീവിക്കണമെന്നും. അല്ല മറിച്ചായാലോ, തലക്കനം വന്നാലോ, ഭഗവാൻ അനുഗ്രഹിക്കാൻ ഭാവമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പോകുമ്പോൾ പോയി സ്വയം സഹിച്ചട്ടെ എന്നിരിക്കും. മനസ്സിലായോ? ഭഗവാന്റെ കാരുണ്യം നമ്മളിൽ വരണ്ടെങ്കിലോ നമ്മുടെ ഉദ്യമങ്ങളെ തട്ടിത്തകർക്കും ഭഗവാൻ. മനസ്സിലായോ? ഓരോ വെച്ച കാലിന് മേലോട്ട് കയറി, അല്ലേ? ഇപ്പം എന്താ, എല്ലാം തകർന്നു പോകണു. ഒന്നുമില്ല, ഒക്കെ പരാജയം, കുഴിയില. അപ്പോൾ ഓർത്തോണം ഭഗവാൻ അനുഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന്. ഭഗവാന്റെ അനുഗ്രഹ ലീല നമുക്ക് ഇങ്ങനെ കഥകളിലൂടെ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മൾ സ്വയം അങ്ങനെയല്ല വിചാരിക്കുന്നത്. അനുഗ്രഹിച്ച് എപ്പോഴും ഇങ്ങനെ പുഷ്പവർഷം പോലെ എല്ലാം നല്ലത് തന്നെ ചോദിക്കണമൊക്കെ തന്നുകൊണ്ടിരിക്കണമെന്നാ. അങ്ങനെയല്ല, ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം. അപ്പൊ ഇവിടെയും പറഞ്ഞു, ഭഗവൻ ഇന്ദ്ര, ഞാൻ നിന്റെ യാഗം മുടക്കിയത് നിന്നെ അനുഗ്രഹിക്കുകയാണ്. എന്താ കാരണം? ആരാണോ ഐശ്വര്യാദികളെ കൊണ്ട് അഹങ്കരിക്കുന്നത്, അവൻ എന്നെ മറക്കും. മതനുസ്മൃതയേ നിത്യം, എന്നും നിനക്ക് എൻ്റെ സ്മരണ ഉണ്ടാവണം. ഞാനാണ് നിന്നെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, ഞാനാണ് എല്ലാം ഉള്ളിൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത്. നമ്മളെ ഓരോടത്തും ഇരുത്തി നമ്മുടെ ഈ ശരീര മനോബുദ്ധികളൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് അന്തര്യാമിയായി നമുക്ക് എല്ലാ ശക്തിയും ബുദ്ധിയും ശേഷിയും ക്ഷേമുഷിയും ഒക്കെ തന്നുകൊണ്ടിരിക്കുന്ന ആള് ആ ഭഗവാനാണ്. അവിടത്തെ മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു മസിൽ പവറും ഇല്ല, ഒരു ബുദ്ധിശക്തിയും ഇല്ല എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക അവിടെ നിന്ന് ചെയ്യണത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് പറഞ്ഞു, പൊക്കോളൂ. ഇനി മേലിൽ സ്വേസ്വേധികാരി, അവനവന് ഏതേത് കർമ്മങ്ങൾ ഭഗവാൻ വിധിച്ചിട്ടുണ്ടോ അതൊക്കെ സ്തംഭവർജിതൈഹി, അഹങ്കരിക്കാതെ എൻ്റെ ആരാധനമായിട്ട് നിർവഹിച്ചോളൂ. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലാണ് ഈ അഹങ്കാരം ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓർമ്മിപ്പിക്കാനാണത് നട്ടം. ദേവേന്ദ്രനോട് പറഞ്ഞു, അവരോട് പറഞ്ഞ് കേട്ടിട്ട് പോകാൻ പാടില്ല, അങ്ങനെ കഥ കേട്ടിട്ട് കാര്യമില്ല. പിന്നെയോ നമ്മളോട് ഓരോരുത്തരോടും ഭഗവാൻ ശ്രീകൃഷ്ണന് പറയാനുള്ളത്. മനസ്സിലായോ? ഉണ്ടാവുമ്പോഴൊക്കെ ഇതാണ് പോയിന്റ്. ആട്ടെ, ബ്രഹ്മാവിൻ്റെ മോഹനപ്പെട്ടില്ലേ? ബ്രഹ്മാവ് ബുദ്ധിയുടെ ദേവതയോ, ആ ബുദ്ധിക്ക് ഭഗവാന്റെ മഹാത്മ്യം മഹിമ മനസ്സിലായില്ല എന്ന്, അല്ലേ? ബുദ്ധി പഠിച്ചു കുറേ കാര്യമില്ല, ശരിയല്ലേ? വേദങ്ങളൊക്കെ 4 വേദത്തോണ്ട് സ്തുതിക്കുന്ന ആളെ ബ്രഹ്മാവ് ഞാൻ പാരിതിനീശനെന്നും മറ്റും നിനച്ചേൻ. ഞാൻ ഈ ലോകം ഉണ്ടാക്കിയ ആള്, ഞാൻ ലോകമുണ്ടാക്കിയ ആൾ. എൻ്റെ ഇതൊക്കെ കൃഷ്ണനോ, ഞാൻ ഉണ്ടാക്കിയ ലോകത്തിൽ ഒരു ഗോകുലം, ആ ഗോകുലത്തിൽ ഒരു നന്ദഗോപൻ എന്നൊരു ഗോവൻ, ആ ഗോവൻ്റെ ചെറുക്കൻ, അല്ലേ? ബ്രഹ്മ പരീക്ഷിതുമന, പരീക്ഷിക്കാനാണ് പുറപ്പെട്ടത്, ആശ്രയിക്കാനല്ല, സേവിക്കാനല്ല. ഭഗവാൻ നമ്മൾ പരീക്ഷിക്കാമോ? ആലോചിച്ച് നോക്കൂ. നമ്മളെ ഭഗവാനെ പരീക്ഷിക്കാൻ പറ്റും നമ്മുടെ അഹങ്കാരം കൊണ്ടല്ലേ? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടോ ഭഗവാൻ കാണിച്ചു കൊടുത്തു. എന്ത്? നാരായണാകൃതിമസംഖ്യതമം നിരീക്ഷ്യ സർവത്ര സേവകമപി സ്വമഭിവീക്ഷ്യ ധാത മായാവിമുഗ്നഹൃദയ വിമോഹ. ഭഗവാന്റെ മായയിൽ മുങ്ങി വെള്ളം കുടിച്ചു, അല്ലേ? അംഭോജ സംഭവനും അമ്പോട് നീന്തി പെതാന്നാണ്. നല്ലോണം വെള്ളം കുടിച്ചു മായാസമുദ്രത്തിൽ മുങ്ങിയിട്ട്, അല്ലേ? അവസാനം മനസ്സിലായി, ഈ 7 വയസ്സായ ആ ഉണ്ണികൃഷ്ണൻ ആരാണ്? സാക്ഷാൽ എൻ്റെ ഈശ്വരൻ,
ആ വൈകുണ്ഠമൂർത്തിയെ കണ്ടു എല്ലായിടത്തും. ആ വൈകുണ്ഠമൂർത്തി, ഓരോ വൈകുണ്ഠമൂർത്തിയുടെ നാഭിയിലൊരു താമര, അതിൽ 4 വേദം കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മാവ്, എന്താ ശ്രീദേവി, ഭൂദേവി, ലക്ഷ്മി, ഭൂതി എന്ന് വേണ്ട ആ സനകാദി മഹർഷീശ്വരന്മാർ എല്ലാവരും ഉണ്ട്. അപ്പം ഞാനോ ബ്രഹ്മാവിന് അഹങ്കാരം കളഞ്ഞില്ലേ, തലകറങ്ങിയില്ലേ? ഞാനൊരു ബ്രഹ്മാണ്ടത്തിൻ്റെ സട്ടാവ് ബ്രഹ്മാവ് എന്നുള്ള അഭിമാനം കൊണ്ട്, അഹങ്കാരം കൊണ്ടാണ് ഈ കൃഷ്ണനെ പരീക്ഷിക്കാൻ പറയുന്നത്. ഇപ്പോഴോ ഞാനല്ല, ഇവിടെ എത്രയോ അസംഖ്യം ബ്രഹ്മാക്കളാണ്, അസംഖ്യം വൈകുണ്ഠമൂർത്തികളാണ്, ഇവരൊക്കെ ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കണോ. അപ്പം ഞാനോ അല്ലേ? നമ്മുടെ ബുദ്ധിക്കുള്ള ആ അഹങ്കാരം പോകും അല്ലേ? ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പൊസിഷനിലിരിക്കുന്നത്, ഞാൻ ഈ കസേരയിലിരിക്കുന്നത്, ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ സാമർഥ്യം കൊണ്ടും മിടുക്കുകൊണ്ടും അല്ല. എനിക്ക് എന്തെങ്കിലും സാമർഥ്യം മിടുക്കുണ്ടെങ്കിലോ അത് അവിടുന്ന് തന്നതാണ് അല്ലേ? അല്ലാണ്ട് നമ്മുടെ സ്വന്തം എന്ന് പറയാനില്ല. അങ്ങനെയാണെങ്കിൽ എന്താ വിചാരം? തേരാ തുച്ച്കോ അർപ്പണ്, തേരാ തുച്ച്കോ അർപ്പണ് ക്യാലാഹേ മേരാ. ഒരു കേട്ടല്ലേ നിങ്ങൾ? ആരതി ചെല്ലണേ, ഓ ജയ ജഗദീശ ഹരേ എന്നുള്ളൊരു സ്തോത്രം ഉണ്ട്, അതിൽ ഉള്ളതാണ്. ഭഗവാനെ അവിടുന്ന് തന്നതാണ് ഇതെല്ലാം. അവിടുന്ന് തന്നതുകൊണ്ട് അവിടത്തെ ആരാധിക്കണമെന്നേ തോന്നാൻ പാടുള്ളൂ. ഇതൊക്കെ ജീവിതത്തിൽ എന്നും നമ്മൾ രാവിലെ എണീറ്റ് ഓർമ്മിക്കേണ്ട കാര്യമാണ്. രാവിലെ എണീറ്റ് ആരുടെ അനുഗ്രഹം കണ്ടാ പറയും? ആ ശ്വാസം ഉറക്കത്തിൽ നിന്ന് പോയെങ്കിൽ സ്ഥിതി എന്താ? നമ്മുടെ മിടുക്കാണോ രാത്രി ശ്വാസം മുടങ്ങാണ്ട് നടന്നത്? ഇതിലെന്താ നമ്മുടെ കേമത്തുള്ളത് പറയും? ഒരിക്കൽ രമണ മഹർഷിയുടെ അടുത്ത് ഒരു ഭക്തൻ പോയി അത്രേ. എന്താ, അദ്ദേഹം ഭഗവാനെ കാണിച്ചു കൊടുക്കുമെന്ന് കേട്ടു അത്രേ. അവിടെ ചെന്നിട്ട് ചോദിച്ചു മഹർഷിയോട്, എനിക്ക് ഭഗവാനെ കാണിച്ചു തരുമോ? അപ്പോൾ മഹർഷി പറഞ്ഞു, കാണിച്ചു തരാൻ പറ്റും, പക്ഷെ തനിക്ക് കാണാൻ കഴിയുമോ എന്നാണ് അപ്പം എനിക്ക് സംശയം എന്ന്. അതെന്താ? അങ്ങ് ഈ കാണിച്ചു തരാൻ പറ്റി, എനിക്ക് കാണാൻ കണ്ണുണ്ടല്ലോ. എന്നാൽ കണ്ടോളൂ എന്ന് പറഞ്ഞു. കുറച്ചു നേരം രമണ മഹർഷി എന്ത് ചെയ്തു? ഈ വിരൽ ഉയർത്തിയിട്ട് കുറച്ച് നേരം ഈ വിരൽ ഇങ്ങനെ താഴ്ത്തി നിർത്തും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൽ യാതൊരു ഭാവവ്യത്യാസവും കണ്ടില്ല. അദ്ദേഹം ഉണ്ടായിരുന്നു, രമണ മഹർഷി ഉണ്ടായിരുന്നു. ഇദ്ദേഹം വിചാരിച്ചപ്പോൾ കാണിക്കും, എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു തരുന്നൊക്കെയായിരുന്നു വിചാരേ, ഇങ്ങനെ ഒരു വിഗ്രഹങ്ങളെങ്കിലും എടുത്ത് കാണിക്കുന്നൊക്കെയാണ് വിചാരിച്ചത്. കുറച്ച് കഴിയുമ്പോൾ എന്താ അവിടുന്ന് കാണിക്കാത്തത്? ഇത്ര നേരം ഞാൻ കാണിക്കുകയായിരുന്നില്ലേ, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ എനിക്ക് കാണിക്കാൻ പറ്റും, നിനക്ക് കാണാൻ കഴിയുമെന്ന്. അങ്ങ് വെറുതെ വിരലിട്ട് ഇങ്ങനെ കാണിച്ചാൽ ദൈവത്തിനെ കാണിക്കലാണോ? എടാ, ഈ ജഡമായ ശരീരം ചത്ത പിന്നെ വിറക് പോലെ ആയില്ലടാ അല്ലേ? വിറക് പോലെ പിന്നെ ഒടിക്കാൻ പറ്റുമോ? ചൂട് കഴിയണം. ഈ സന്യാസിമാരെയൊക്കെ മാസത്തേക്ക് ഇത്രയും ചൂട് പോണേന്ന് വേണം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വേണ്ടി വരും അല്ലേ? മനസ്സിലായില്ലേ? വിറങ്ങലിച്ചു. ഈ വിരൽ എങ്ങനെയാ ജഡമായ വിരല് എങ്ങനെ ചലിക്കണത്? ഈ വിരല് താഴ്ത്താനോ നിത്താനോ ആരെടുക്കണ്? അതിൻ്റെ പുറകിലുള്ള ചൈതന്യം ഭഗവാനാണ്. കണ്ണടക്കണം തുടക്കണതും ആരുടെ മിടുക്ക? അനുഗ്രഹ, ഭഗവാന്റെ അനുഗ്രഹ. ശ്വാസം അകത്തേക്ക് പോണതും പുറത്തേക്ക് പോണതും ആരുടെ മിടുക്ക? നമ്മുടെ അല്ല, ഭഗവാന്റെ മിടുക്കുക. ഹാർട്ട് ടിക് 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 എന്ന് മിടിക്കണ്ടെങ്കിൽ അത് ആരുടെ അനുഗ്രഹമാ? നമ്മുടെ മിടുക്കല്ല, ഭഗവാന്റെ മിടുക്കുക. ഇങ്ങനെ ആലോചിച്ച് നോക്കിൻ, എന്താ നമ്മുടെ എന്ന് പറയാനുള്ളത്? പക്ഷേ ഇതിലൊക്കെ ഭ്രമിക്കുക നമ്മൾ. ഈ സത്സംഗം ഇടയ്ക്കിടയ്ക്ക് എന്തിനാ ഇത്തരം കഥകൾ? ഇത് പണ്ടത്തെ കഥ, അല്ലെങ്കിൽ ബ്രഹ്മാവിനെയും ദേവേന്ദ്രനെയും ഒക്കെ പാഠം പഠിപ്പിച്ച കഥ എന്ന് വെച്ച് കേട്ടിട്ട് കാര്യമില്ല. ഇത് ഓരോ കഥയിലൂടെയും നമ്മളെ ഓർമ്മിപ്പിക്കുക, റിമൈൻഡേഴ്സാ. മനസ്സിലായില്ലേ? നമുക്ക് വരും ഈ അഭിമാനം, ഈ തെറ്റിദ്ധാരണ, അഹങ്കാരം, നമ്മളൊക്കെ ഈ ഭഗവാന്റെ മായ കൊണ്ട് ഇത് വരും. അത് പോക്കലാണ് ഭഗവാന്റെ കാരുണ്യം എന്ന് പറയുന്ന നത്തം അല്ലേ? ആ ബ്രഹ്മാവും ഭഗവാന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. ബ്രഹ്മാവ് ഭാഗവത്തിൽ നിർഗുണ ബ്രഹ്മത്തെ മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ട് സഗുണമൂർത്തിയെ സ്തുതിക്കണത് എവിടെയാ? ഈ വത്സസ്തയും കഴിഞ്ഞാ അല്ലേ? ആ ഉണ്ണികൃഷ്ണനെ, ആ നീലമേഘ ശ്യാമളവർണ്ണനായ ഉണ്ണികൃഷ്ണനെ ഗോപികൃതി തൊട്ട് പീലത്തിന് മുടി കൂട്ടി എന്താ പറയുക, കുഞ്ഞിക്കുരു കടുക്കനൊക്കെ ഇട്ടിട്ടുണ്ട് നിൽക്കണ ആ ഉണ്ണിയെ കാൽക്ക വീണ് നമസ്കരിക്കണത് ശരിയല്ലേ? അത് സാധാരണ മനുഷ്യ കൂട്ടിച്ചിട്ട് പുറപ്പെട്ടതാ. അതെ, ഇതിലൂടെയും എന്താണ് നമ്മുടെ ഈ അഹങ്കാരത്തെ കളയണം എന്ന് പറഞ്ഞു. പിന്നെ രാസലീല മനസ്സിലാക്കണേ, ഇതൊക്കെ വേണേ. നമ്മുടെ ബുദ്ധിയെ ജയിക്കണം, മനസ്സിനെ ജയിക്കണം. വെച്ചാൽ അന്ധക്കരണത്തെ ജയിക്കണം എന്നർത്ഥം. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 ചേർന്നാണല്ലോ അന്ധക്കരണം. അതിനെ ജയിക്കണം. അപ്പൊ ദേവന്മാരുടെ അസുരന്മാരെയൊക്കെ ഭഗവാൻ കൊന്നു. ദേവന്മാരെ ആരെയും കൊല്ലണില്ല. ദേവന്മാരെയൊക്കെ അഭിമാനം കളയുകയാണ് അല്ലേ? അവരെയൊക്കെ ജയിക്കുക. അതെന്ത് സൂചിപ്പിക്കുക? നമ്മുടെ ഉള്ളിൽ ദൈവികമായ എന്തെങ്കിലും നന്മകളോ നല്ല എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാവാം. അതിലാണ് നമ്മൾ അഹങ്കരിക്കുക, അഭിമാനിക്കുക അല്ലേ? ദുർഗുണങ്ങളെയും ദുർവാസനകളെയും ഇല്ലായ്മ ചെയ്യണം. സദ്ഗുണങ്ങളെയും സദ്വാസനകളെയും അതിനെ ഇല്ലായ്മയുണ്ട, അതിലുള്ള അഭിമാനത്തെയാണ് ഇല്ലാണ്ടാക്കണ്ടു. അതാ ഭഗവാൻ ഇവിടെ ചെയ്യണത്. പിന്നെയോ അഹങ്കാരത്തിൻ്റെ ജയം. അതെന്താ? കാളിയെ മോക്ഷം. എന്താത്? ആ കാളിയൻ വരണ വരെ യമുന നിർമ്മലായിരുന്നു. സൂര്യപുത്രിയാണ് കാളിന്തി, നിർമ്മല ജലമായിരുന്നു.
കാളിയൻ വന്നത് മുതലാണ് ആ വിഷം എന്ന് ആ ലോകത്തിന് ഉപദ്രവമായി. വെള്ളം അല്ലേ? കാളിയൻ പോയതോടുകൂടിയോ ആ കാളിന്നി ആറ്റിനെ ശുദ്ധമാക്കി ഭഗവാൻ അല്ലേ? ഈ സൂര്യപുത്രിയായ കാളിന്നി പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് അത്യന്തം ശുദ്ധമാണ്. നമ്മുടെ മനസ്സ് അഥവാ അന്ധക്കരണം എവിടുന്നുണ്ടായത്? മായയുടെ സത്വഗുണത്തിൽ നിന്നാണ് അന്ധക്കരണം അഥവാ മനസ്സുണ്ടായിരിക്കുന്നത്. മനസ്സിലായോ? സത്വഗുണത്തിൽ നിന്നുണ്ടായതാണ് മനസ്സ്. വിശുദ്ധമല്ലേ? നിർമ്മലമല്ലേ? ആ ശുദ്ധമായ സത്വഗുണത്തിൽ നിന്നുണ്ടായ ഈ മനസ്സ് അഥവാ അന്ധക്കരണം എപ്പോഴാണ് ദുഷിക്കണത്? അവിടെ അഹങ്കാരമെന്ന കാളിയൻ പൊന്തിയാൽ, വന്നാൽ, താമസാക്കിയാൽ എന്തായി? ഈ ഹൃദയം ദുഷിച്ചു, ഈ മനസ്സ് ദുഷിച്ചു. മനസ്സിലാവുണ്ടോ? ഇത് നമ്മുടെ ഓരോരുത്തരുടെയും കഥ. മറ്റേ കഥ പണ്ട് നടന്നത് ശരിയല്ലേ? ആ കാളിയനോ ഒന്നല്ല ഫണം, അനേക ഫണം ഉണ്ടെന്നാ പറഞ്ഞത്. 100 കണക്കിന് ഓരോ പത്തിയും ഉയർത്തി. അത് ചവിട്ടി ഭഗവാൻ തന്നെ ആ നമ്മുടെ അഹങ്കാരം എന്ന ഭണത്തിൽ ചവിട്ടി അതിനെ ആ തല ഒടിക്കണം. മനസ്സിലായോ? നമ്മളായിട്ട് പറ്റില്ല. അവിടെ ഉണ്ണികൃഷ്ണൻ നൃത്തം ചെയ്യണം. ആ ഉണ്ണികൃഷ്ണന്റെ രൂപം ഹൃദയത്തിൽ അങ്ങനെ പ്രകാശിക്കണം ഭഗവത് ഭക്തി കൊണ്ട്. അതാ സൂചിപ്പിച്ചത്. എല്ലാ ഭണവും ഉയർത്തിയ ഭണങ്ങളിൽ മാറി മാറി നിന്ന് ചവിട്ടി ഭഗവാൻ ഓരോന്നും താണു, ചോര ശബ്ദിച്ചു, അവശനായില്ലേ? അപ്പോഴാണ് പരമഭക്തരായ കാളിയപത്നിമാര് കുട്ടികളോടുകൂടി ഭഗവാനെ സ്തുതിച്ചത്. ശരിയോ? അങ്ങനെ കാളിയന്റെ പത്നിമാരുടെ സ്തുതി കേട്ട് കാളിയനും ഭഗവാന്റെ പരമഭക്തനായി. നോക്കൂ, ആ ട്രാൻസ്ഫോർമേഷനാണ് പഠിപ്പിക്കണം ഇവിടെ കാണിച്ചു തരുന്നത്. ആ പരിണാമം. അതുവരെ അഹങ്കാരം കൊണ്ട് കൃഷ്ണനെ കൊത്താനും കെട്ടി വരിഞ്ഞു കൊല്ലാനും ഒക്കെ പുറപ്പെട്ട കാളിയൻ, വെല്ലുവിളിച്ച കാളിയൻ ഇപ്പം എന്തായി? ഭഗവാനോട് പറയാണ്. കാളിയ പത്നിമാരെന്ത് പറഞ്ഞു? ഭഗവാനെ, ഇനി കുറച്ചു നേരം കൂടി അവൻ്റെ തലയിൽ നൃത്തം ചെയ്താൽ അവൻ്റെ പ്രാണം പോകും. അവിടുത്തെ പ്രാണം പോയി ചത്താൽ എന്താ കുഴപ്പം? അവിടുത്തെ ഭക്തരായ ഞങ്ങൾ വിധവകളാവും. അവിടുത്തെ ഭക്തരായ ഞങ്ങളുടെ കുട്ടികളൊക്കെ അച്ഛനില്ലാത്ത അനാഥരായിത്തീരും. അവിടുത്തെ ഭക്തർക്ക് അങ്ങനത്തെ വരാൻ പാടുമോ? അതുകൊണ്ട് അവനെ പ്രാണന് ജീവനെ ഞങ്ങൾക്ക് വിട്ടുതരുമെന്നു. കാളിയൻ എന്ത് പറഞ്ഞു? ഭഗവാനെ, ജീവികൾക്ക് എന്ത് ഭഗവാൻ കൊടുക്കുന്നതും നല്ലതിനാ. മനസ്സിലായി? അനുഗ്രഹമാണ്. അതുകൊണ്ട് അനുഗ്രഹം വാ നിഗ്രഹം വാ മന്യസേ തത്വിദേഹിന. അവിടത്തോട് അനുഗ്രഹിക്കണമെന്ന് പറയാനേ അർത്ഥമില്ലാത്ത, പറയണതിൽ അർത്ഥമില്ല. എന്താ കാരണം? ഭഗവാൻ അല്ലെങ്കിൽ അനുഗ്രഹിക്കാൻ അല്ലാണ്ട് വല്ലതെന്ന് അറിയോ? ഭഗവാന്റെ നമുക്ക് കഷ്ടം വരണത് പോലും, ചിലപ്പോൾ കഷ്ടമാണ് നിഗ്രഹമാണെന്ന് തോന്നണത് പോലും അനുഗ്രഹം അത്രേ. ഭഗവാൻ എന്ത് നമുക്ക് ചെയ്യണതും നമ്മുടെ ആത്യന്തികമായ നന്മയ്ക്കാണ്. ഇതാർക്ക് മനസ്സിലാവും? ഇതെപ്പോൾ മനസ്സിലാവും? നമുക്ക് എളുപ്പമല്ല എടുക്കാൻ. അങ്ങനെ ആണോ? നമ്മുടെ ഇഷ്ടാനിഷ്ടവും സമ്മതിക്കില്ല. ഭഗവാനിൽ പൂർണ്ണമായ ഭക്തിയും ശരണാഗതിയും വന്ന ഒരു ഭക്തന് മാത്രമേ തൻ്റെ ജീവിതത്തിൽ വരുന്ന എല്ലാ അനുഭവങ്ങളും, അനുകൂലാനുഭവങ്ങളെയും പ്രതികൂലാനുഭവങ്ങളെയും ഭഗവാന്റെ പ്രസാദമായി അനുഗ്രഹമായി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാം ഭഗവാന്റെ അനുഗ്രഹമായി കാണുന്ന ഭക്തന് പരാതി ഉണ്ടോ? ഉണ്ടാവില്ല. അവലാതി ഉണ്ടാവുമോ? ഇല്ല. യാതൊന്നും ചോദിക്കില്ല അർത്ഥം. എന്താ അവിടുത്തെ ഇച്ഛ? അവിടെ നിന്നോട്ടെ. മനസ്സിലായോ? ഇതാണ് പരമഭക്തന്റെ ഉദാഹരണം. പ്രഹ്ലാദന്റെ കഥയിൽ പറയണമല്ലോ. പ്രഹ്ലാദനോട് ഭഗവാൻ ചോദിച്ചു, ഞാൻ എന്താ നിനക്ക് വേണ്ട വരാൻ ചോദിക്കൂ. ഭഗവാനോട് പറയാ, ഭഗവാനെ ആഗ്രഹമാണ് അവിടത്തെ പ്രാപിക്കാൻ തടസ്സം. അല്ലേ? വിമുഞ്ചതി യഥാകാമാൻ മാനവോ മനസ്സി സ്ഥിതാൻ തർഹിയേവ പുണ്ടരീകാക്ഷ ഭഗവത്വായ കൽപ്പതേ. മനസ്സിന്ന് ഈ ഭഗവാനെ കുറിച്ച് അല്ലാണ്ട് അന്യവസ്തുക്കളിൽ ആഗ്രഹം ജനിക്കുന്നതാണ് ബന്ധനത്തിന് കാരണം. അതുകൊണ്ട് അത് അവിടുത്തെ ഉള്ളിലിരുന്നിട്ടും അവിടുത്തെ അറിയാനും അനുഭവിക്കാനും പ്രാപിക്കാനും തടസ്സമാണ്. അതുകൊണ്ട് ആ കാമനകളൊന്നും വരം തരൂ ഭഗവാനെ എന്നാ പറഞ്ഞത്. മനസ്സിലായോ? ഗോപിമാരെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഭാഗ്യം എന്താ? അവർക്ക് ഈ ലോകത്തിൽ ഒന്നിലും ആശയില്ലാണ്ടായി. എല്ലാ ബന്ധങ്ങളെയും പതിസുതാന്വയാൽ ഭ്രാതൃഭാന്തവാത്, ഭർത്താവിനെ, കുട്ടികളെ, ബന്ധുമിത്രാദികളെ, അതിലൊക്കെയുള്ള ആസക്തി വിടാൻ പറയാൻ എളുപ്പം അല്ലേ? പോലെ എളുപ്പമാണോ? ഇതൊക്കെ വിട്ട് എല്ലാ ലൗകിക ബന്ധങ്ങളെയും മുറിച്ചു കളഞ്ഞ് അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ആശ്രയിച്ചവരാണ് അവര്. ഇതാണ് ആ ഭഗവാനോട് ചേരാനുള്ള ആ അർഹത, യോഗ്യത. മനസ്സിലായില്ലേ? അപ്പം എന്തൊക്കെയാ ഇതുവരെ കഥകളിൽ? അസുര സംഹാരത്തിലൂടെ നമ്മുടെ ഉള്ളിലെ വിഷയവാസനകളെ, ബാഹിർമുഖതയെ, വിഷയാസക്തിയെ ഇല്ലാണ്ടാക്കി. ദേവന്മാരെ ജയിച്ചതിലൂടെ നമ്മുടെ ഈ സദ്ഗുണങ്ങളിലുള്ള അഭിമാനത്തെ ഇല്ലാണ്ടാക്കി, അഹങ്കാരത്തെ ജയിച്ചു. പിന്നെ എന്തു വേണം? പ്രധാനമായിട്ട് വേണ്ടെന്നറിയാമോ? ഭഗവാനെ ഈ ഗൗരിമാര് ഭഗവാനെ കാണുകയും കേൾക്കും, സുന്ദര രൂപം കാണുകയും അവിടുത്തെ മനോഹരമായ വാക്കുകൾ കേൾക്കും, വേണുഗാനം കേട്ട് അവരുടെ മനസ്സ് ഭഗവാൻ തന്നെ രാപ്പകല്. കൃഷ്ണൻ പോകുമ്പോഴേക്ക് അവരുടെ മനസ്സ് കൃഷ്ണൻ്റെ കൂടെ പോവുക. അവിടെ വേലകൾ ചെയ്യണ്ടാവും. അവിടെ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഭാവനയിൽ അവർ കണ്ടുകൊണ്ടിരിക്കണു. അത്രയും ഭഗവാനുമായി ഫൈൻ ട്യൂൺ ചെയ്തിട്ടുള്ള അവരുടെ മനസ്സ്. അങ്ങനെയുള്ള ആ ഗൗരിമാര് ഭഗവാനുമായിട്ടുള്ള
വിരഹം താങ്ങുവയ്യ. അതുകൊണ്ടോ ഭഗവാനോട് ഒന്നാവണം. അതുകൊണ്ടോ അതിനു വേണ്ടി പതിയായി വരണം എന്ന്, ഭഗവാനോട് ഐക്യം പ്രാപിക്കണം, ഒന്നാവണം, വേർപാട് സാധ്യമല്ലാത്തതുകൊണ്ടോ അതിനുവേണ്ടി കാർത്യായനി പൂജ ചെയ്തു അല്ലേ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമേ കുരു തേ മമ. ഭഗവാനെ, അമ്മേ, അമ്മയുടെ മായയിൽപ്പെട്ടിട്ടാണ് എല്ലാവർക്കും, ഞങ്ങൾക്കൊക്കെ ഈ ശരീരമാണ് ഞാനുള്ള അഭിമാനമുള്ളത് അല്ലേ. ശരീരാസക്തി കൊണ്ടാണ് വിഷയാസക്തി ഉണ്ടാവണത്. ആ ആസക്തി അമ്മയ്ക്കേ ഇല്ലാണ്ടാക്കി തരാൻ പറ്റുള്ളൂ അല്ലേ. വലിയ വലിയ പണ്ഡിതന്മാരെ വിദ്വാംസമവികർഷതീന മഹാമായ, അതാണ് അമ്മയുടെ സ്വഭാവം. എന്നാൽ അതേ സമയത്ത് അമ്മ ആരും കൂടിയാണ്, മഹാമായയാണ്, മഹായോഗിന്യധീശ്വരി, എല്ലാ യോഗങ്ങൾക്കും അധീശ്വരിയാണ്, എല്ലാ യോഗങ്ങളും കൊടുക്കുന്നവളാണ്. ഏറ്റവും വലിയ യോഗം എന്താ? മനസ്സിനെ ഭഗവാനോട് ചേർക്കലാണ് ഏറ്റവും വലിയ യോഗം അല്ലേ. പരോഹി യോഗ മനസ്സമാധി വിക്ഷുഗീതയില് ഏറ്റവും വലിയ യോഗം എന്താ? മനസ്സ് ഭഗവാൻ ചിന്തനത്തിൽ അടങ്ങുക, ഭഗവാന്റെ ഭാവത്തിൽ മനസ്സ് ലയിക്കുക, ഭഗവത് ചിന്തയിൽ ഭഗവാനിൽ മനസ്സടങ്ങലാണ് പരമമായ യോഗം. ആ യോഗത്തിന് അധീശ്വരിയാണ് അമ്മ, അത് തരണം. അതുകൊണ്ട് കൃഷ്ണനെ ഞങ്ങളുടെ പതിയാക്കി തരണം. പതിയിഞ്ച ഭർത്താവ് എന്നാണ് പലരും ധരിക്കുന്നത്. പതിയിഞ്ച ഭർത്താവ് എന്ന് മാത്രമല്ല അർത്ഥം, അതൊരർത്ഥം, നാനാർത്ഥങ്ങളിൽ ഒരർത്ഥം. പതിയിഞ്ചാലോ പാതി ഇതി പതിയെന്നാണ്. പാതി ആരാ രക്ഷിക്കുന്ന ആള്? എല്ലാവരെയും രക്ഷകൻ എന്നർത്ഥം, മനസ്സിലായോ? എല്ലാവരെയും രക്ഷിക്കണത് ആരാണ്? ഭാര്യ രക്ഷിക്കുന്നത് ഭർത്താവാണ്, ഭർത്താവിനെ രക്ഷിക്കുന്നത് ഭാര്യയാണ്. നമ്മൾ വിചാരിക്കുക മക്കളെ രക്ഷിക്കണം ഞങ്ങൾ അച്ഛനും അമ്മയെന്ന്. ഓരോരുത്തരുടെ ഉള്ളിലും അന്തര്യാമിയായി ഭഗവാൻ കുടികൊള്ളുന്നില്ലെങ്കിൽ നമുക്ക് ജീവിതം ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരാളെ രക്ഷിക്കാൻ പറ്റുള്ളൂ. അവരുടെ ഉള്ളിൽ അന്തര്യാമി ഭഗവാനല്ലേ. അപ്പം എല്ലാവരെയും കാത്തു രക്ഷിക്കുന്നത് ആളാരാണ്? ഭഗവാനാണ്, ഒരാളാണ്. ആ ഭഗവാനോടുള്ള ഐക്യമാണ്, ചേർച്ചയാണ് ഇവർ പ്രാർത്ഥിച്ചത് അല്ലേ. അതിനെന്താ അർഹത, യോഗ്യത? വെറുതെ നോക്കൂ, ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഭഗവാനാണ് നമ്മുടെ ആത്മാവ്, ഭഗവാനോട് ചേർന്ന മനസ്സ്, ഭഗവാനോട് ചേർന്നാലേ നമുക്ക് ശാശ്വതമായ ശാന്തിയും സുഖവും മോക്ഷമുള്ളൂ, ഈ ലോകവിഷയങ്ങളിലേക്ക് പോയാൽ അതിനോട് ചേർന്നാൽ ഇല്ല എന്ന് മനസ്സിലായിട്ട് ഭഗവത് പ്രാപ്തിക്ക് ആഗ്രഹം ഉണ്ടാവാം. അത് സത്സംഗം കൊണ്ടുണ്ടാവും, കഥാശ്രവണം കൊണ്ട്. പക്ഷേ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കിട്ടുന്നവനല്ല ഭഗവാൻ, അർഹതയും കൂടി വേണം. അതാണ് രുക്മിണി സന്ദേശത്തിൽ പറഞ്ഞത് അല്ലേ. കൃഷ്ണ, കുട്ടിക്കാലം മുതൽ അവിടുത്തെ കഥകൾ അച്ഛൻ്റെ മടിയിൽ നിന്ന് കേട്ടിട്ട് ഞാൻ അങ്ങയിൽ അനുരക്തനാണ്, പക്ഷേ എനിക്ക് അങ്ങല്ലാതെ വേറെ ആരും വേണ്ട, അങ്ങേ മാത്രം മതി, ശിശുപാലാദികളൊന്നും എന്നെ തൊടാൻ അനുവദിക്കുന്നതിന് മുമ്പ് അവിടുത്തെ അവകാശമാണെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നെ പത്താൻ എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് സ്വീകരിച്ചു കൊണ്ടുപോകണം. അതിനെനിക്ക് അർഹതയുണ്ടോ? ഞാൻ ഈ ജന്മത്തിൽ ധാരാളം ദാനധർമ്മങ്ങളും സജ്ജനസേവയും മഹാത്മാക്കളെ പൂജിച്ചിട്ടൊക്കെ ഉണ്ട്, പൂർവ്വജന്മത്തിലും ഉണ്ടാവണം. ആ പുണ്യത്തിൻ്റെ ഫലമായിട്ട് അവിടെ നിന്ന് എന്നെ കൊണ്ടുപോകണം. ഇനി അത് പോരെങ്കിലോ, ശതജന്മനിസ്യാൽ ഞാൻ 100 ജന്മം എടുത്ത് തപസ് ചെയ്യാൻ തയ്യാറാ. ആ 100 ജന്മത്തിലെ തപസ്സിൻ്റെ പുണ്യം കൊണ്ട് ഞാൻ അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ എത്തു തന്നെ ചെയ്യും. എനിക്ക് അവിടെ നിന്നല്ലാതെ വേറെ ആരും വേണ്ട, ഞാൻ അവിടത്തേടെയാണ് പറഞ്ഞത് അല്ലേ. ജീവ ബിലോങ്സ് ടു ഭഗവാൻ. ശരീരം എന്താണ്? ജഡമാണ്, അത് പ്രകൃതിയിലുണ്ടായതാ. പഞ്ചഭൂതങ്ങൾ അല്ലേ ശരീരം. ആ ശരീരം പ്രകൃതിയുടെ തമോഗുണത്തിനുണ്ടായതല്ലേ. അതെ. എന്നാലോ ജീവൻ ആരാണ്? മമൈവാംശോ ജീവലോക ജീവഭൂത സനാതന. ഭഗവാനെ പറയണതൊക്കെ ഗീതയില്. എൻ്റെ സനാതനമായ അംശമാണ് നിങ്ങളൊക്കെ, എന്നിൽ നിന്ന് ഭിന്നല്ല, ഭിന്നരാണ്. അജ്ഞാനം കൊണ്ട് നിങ്ങൾ ഈ ശരീരമാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ എന്തായി? നിങ്ങൾ ഈ വിഷയങ്ങളുടെയാണെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോവുക. മനസ്സിലായോ? വാസ്തവത്തിൽ യു ബിലോങ്സ് ടു മീ. പക്ഷെ നിനക്കങ്ങനെ തോന്നുന്നുണ്ടോ? ഭഗവാൻ നമ്മളെ ചേർക്കാൻ ചെയ്യാറുണ്ട്. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഭഗവാൻ 10 സ്റ്റെപ്പ് നമ്മുടെ അടുത്തേക്ക് വയ്ക്കുന്ന പറയാം. മനസ്സിലായോ? ആ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അത് രുക്മിണി സന്ദേശം കൊടുത്തയച്ചപ്പോൾ ഭഗവാൻ വന്ന് കൂട്ടിയിട്ട് പോയി അല്ലേ. ചിന്തിച്ചു നോക്കൂ, ഈ ഓരോ കഥകളിലും ഇതെല്ലാം ഈ ഒരു ആശയം അണ്ടർലൈനാ. സംഗീതത്തിൽ ശ്രുതി പോലെയാ അല്ലേ. എല്ലാ കഥകളും എടുത്താലും ഇതാണ് അടിസ്ഥാനം അല്ലേ. നിരന്തരമായ ഭഗവത് സ്മരണ, അതാണ് അർഹത. മനസ്സിലായില്ലേ? ബാഹ്യവിഷയങ്ങളിൽ ഒന്നിലും മോഹമില്ലാണ്ടിരിക്കുക എന്നർത്ഥം. അതാണ് അത് ഗോപിമാർക്ക് സാധിച്ചു അല്ലേ. പിന്നെന്താണ്? ബാഹ്യവിഷയങ്ങളിൽ മോഹം ആസക്തി ഉണ്ടാവണ ശരീരം ഞാൻ എന്നുള്ള അഭിമാനം കൊണ്ട് ആസക്തി കൊണ്ടാ. അതിനെ കളഞ്ഞു ഭഗവാൻ. ഗോപിമാർക്ക് ആഗ്രഹമുണ്ടായി, ഗോപിമാർക്ക് അർഹതയുണ്ടാക്കി കൊടുത്തു. അതെന്താ? അതാണ് വസ്ത്രാപഹരണ ലീല. ഇതുവരെ പറഞ്ഞൊന്ന് ഒന്ന് പോവുക, അതാണ് നമ്മൾ ചെയ്യണത്. മനസ്സിലായോ? രാസലീല മാത്രം പറഞ്ഞാൽ ലൗകിക കഥ എന്ന ആൾക്കാർ വിചാരിക്കുക, അതല്ല എന്ന് പറയാം. അപ്പോൾ എന്താണ്? ഗോപിമാർ 1 മാസം ഭഗവതിയമ്മയെ ഭജിച്ചു അല്ലേ. ഭഗവതിയമ്മയെ ഭജിച്ച വരം കൊടുക്കാൻ വരേണ്ടത് ആരാ? നമ്മളൊരു ദേവനെ ഭജിച്ച ആ ദേവനല്ലേ പ്രത്യക്ഷാവേണ്ടത്. ശിവനെ ഭജിച്ച വിഷ്ണു വരുമോ? വിഷ്ണുവിനെ ഭജിച്ച സുബ്രഹ്മണ്യം വരുമോ? ഇല്ലല്ലോ. സാധാരണ അങ്ങനെയല്ലല്ലോ. അല്ല, അതാത് ദേവന വരേണ്ടത് അല്ലേ. ഇവിടെ അവർ ഭജിച്ചത് ആരെ? കാത്യായനി ഭഗവതിയമ്മ. അവിടെ വരം കൊടുക്കാൻ 30-ാം ദിവസം കാലം കൂടുന്നെന്ന് വന്നത് ആരാ? കൃഷ്ണൻ. ശരിയോ? കൃഷ്ണൻ കൂട്ടുകാരോട് നേരത്തെ എത്തി അവരെ വസ്ത്രമൊക്കെ എടുത്ത് മോളിൽ വെച്ചിട്ട് വടക്കോയിൽ വെച്ച് തമാശ പറയാൻ തുടങ്ങി. അപ്പോഴാണ് വെള്ളത്തിൽ വസ്ത്രം ഇല്ലാണ്ട് കഴുത്തിന് വെള്ളത്തിൽ നീതി കുളിച്ചു വിട്ടിരുന്ന അവർക്ക് അതുവരെ ഇല്ലാത്ത ദേഹചിന്ത വന്നു. ദേഹചിന്ത ഉണ്ടെങ്കിൽ തണുപ്പും ചൂടുണ്ടാവുക
അതുവരെ ദേഹചിന്തയില്ല, കൃഷ്ണഗീതങ്ങൾ പാടി നീതി തുടിക്കുക. എപ്പോ ഇവരെയൊക്കെ കണ്ടു അപ്പൊ ദേഹചിന്ത വന്നു, അപ്പൊ തണുപ്പ് അസഹ്യമായി ഇല്ലേ. അപ്പൊ അവർക്ക് ദേഹാഭിമാനം വന്നു. നോക്കണം കഥയുടെ പോക്ക്. ദേഹാഭിമാനം, തണുപ്പ്. കൃഷ്ണനോട് വസ്ത്രം ചോദിച്ചു. കൃഷ്ണ ധർമ്മജ്ഞനാണങ്ങ്, അതുകൊണ്ട് അധർമ്മം പ്രവർത്തിക്കരുത്, ഞങ്ങൾക്ക് വസ്ത്രം തരൂ, ഇല്ലെങ്കിൽ നന്ദബാബോട് പരാതി പറയുന്നൊക്കെ പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു കരയ്ക്ക് വന്നാൽ തരാം. കൊടുത്തില്ല. അവസാനം അവർ വെള്ളത്തിൽ ഒരിച്ചു എന്നുള്ള നില വന്നു. അത്രയ്ക്ക് തണുപ്പ് ജാസ്തി. നോക്കണം, ദേഹാഭിമാനം കൂടുമ്പോൾ തണുപ്പ് കൂടി 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 വന്നു എന്നാണ് പറയണത്. അവസാനം എന്തായി? കരയ്ക്ക് വെള്ളത്തിൽ നിന്നാൽ ഒഴുകി പോകുന്നല്ല വന്നു. കരയ്ക്ക് വസ്ത്രം കയറാതെ വസ്ത്രം കൃഷ്ണൻ കൊടുക്കില്ല എന്ന നിലപാട് ഉറച്ചു നിന്നു. അവസാനം എന്തായി? പാണിഭ്യാം യോനിമാച്ഛാത്യ പ്രോത്തേരു ശീതകർഷിത, അക്കിടുകിട താടിയൊക്കെ കൂട്ടിയിടിച്ച് വിറച്ചുകൊണ്ട് കൈകളെ കൊണ്ട് നഗ്നത പറിച്ചുകൊണ്ട് കരയ്ക്ക് കയറി വന്നു ഭഗവാൻ. അപ്പം അവരോട് പറഞ്ഞെന്തറിയാമോ? നിങ്ങൾ വ്രതം അനുഷ്ഠിച്ചത് എന്തിനോ അതിന് ഫലം ഇല്ലാണ്ടായി. എന്തേ? നിങ്ങൾ ഒരു ദേവനെ പൂജിച്ചിട്ട് വേറൊരു ദേവനെ നിന്ദിച്ചാൽ ആ എല്ലാ ദേവനായും ദേവിയായിരിക്കുന്ന ഈശ്വരനെയാണ് നിങ്ങൾ നിന്ദിക്കുന്നത്. ഈശ്വരൻ ഏകനേ ഉള്ളൂ, ദേവതകൾ അനേകമുണ്ട്. എല്ലാ ദേവി ദേവന്മാരുടെ രൂപത്തിലും ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വന്നിക്കുന്നത് ഒരേ ഒരു പരമാത്മ ഭഗവാനാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ പഠിപ്പിച്ചത്. അപ്പം നിങ്ങളിപ്പോൾ എന്താ ചെയ്തത്? ഭഗവതിയെ പൂജിച്ചു, അതേസമയത്തോ വരുണനെ അപമാനിച്ചു. ജലത്തിൻ്റെ ദേവത ആരാ? വരുണൻ. എങ്ങനെ വരുണനെ അപമാനിച്ചത്? നഗ്നസ്നാനമാചരേത്. ഇത്രയും മുതിർന്ന സ്ത്രീകളൊക്കെ എന്ത് ചെയ്തു? ഉടുതുണി ഇല്ലാണ്ട് കുളത്തിലും പുഴയിലൊക്കെ, അതിപ്പോൾ പുരുഷന്മാരും ഉണ്ട് കേട്ടോ, പബ്ലിക് ടാങ്കിലൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ കുളിക്കണത് സദാചാരബോധം പഠിപ്പിക്കല്ലേ? ഉണ്ടോ? നമുക്ക് ധർമ്മബോധം പഠിപ്പിക്കല്ലേ? മനസ്സിലായോ? ഇത് കൃഷ്ണൻ പഠിപ്പിച്ചോ ഇല്ലയോ? എന്താ കാരണം? എൻ്റെ ഭക്തരെ അധർമ്മം ചെയ്ത് അധപ്പതിച്ചുകൂടാ. ഭഗവാനെ അവർ വിളിച്ചെന്താ? ധർമ്മജ്ഞ. അങ്ങ് ധർമ്മം അറിയുന്നവനാണ് അല്ലേ? എന്നിട്ട് അവർ ചോദിച്ചെന്താ? അങ്ങ് ധർമ്മം അറിയുന്ന ആൾ ഞങ്ങളെ ഈ സ്ത്രീകളെയൊക്കെ വെള്ളത്തിൽ ഇറക്കി ഇരുത്തിയിട്ട് ഞങ്ങളുടെ വസ്ത്രം എടുത്തിങ്ങനെ വിഷമിപ്പിക്കുന്നത് അധർമ്മമാണ്. പക്ഷെ ഭഗവാൻ ആരാണ് അധർമ്മം പ്രവർത്തിച്ചത് എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങളാണ് അധർമ്മം ചെയ്തത് അല്ലേ? നഗ്നരായിട്ട് ഉടുതുണിയില്ലാണ്ട് ഈ പുഴയിലിറങ്ങി ഇത്രയും ഗോപിമാർ മുഴുവൻ കൂത്താട്ടം നടത്തി. വരുണനെ അപമാനല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായി? ബലല്യ. അപ്പം അവരാകെ വിഷണ്ണരായി, അവർക്ക് ആകെ സങ്കടമായി. അവർ കൃഷ്ണന്റെ മുഖത്ത് നോക്കി, ഭഗവാനെ ഇതിനൊരു പരിഹാരം ഇല്ലേ എന്നുള്ള നിലയിൽ. അവർക്ക് കൃഷ്ണനാണ് എല്ലാം. അപ്പം കൃഷ്ണൻ പറഞ്ഞു, കാരുണ്യം ഉണ്ടായി ഭഗവാന്. അതിനെന്താ? അറിഞ്ഞിട്ട് ചെയ്തല്ലോ, അറിയാണ്ട് ചെയ്താൽ സമസ്താപരാധം പറഞ്ഞ് നമസ്കരിച്ചാൽ മതി. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ ആ വരുണനെ നോക്കിയിട്ട് ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് പുഴയിൽ നോക്കി നമസ്കരിച്ചോളൂ പറഞ്ഞു. അപ്പം അവർ ചെയ്തെന്താ? അതുവരെ കൈകളെ കൊണ്ട് യോനിപ്രദേശം മറച്ചു വെച്ച്, നാണം മറച്ചു വെച്ച് കരയ്ക്ക് വിറച്ചുകൊണ്ട് നിന്ന് അവർ രണ്ട് കൈയും എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് കൃഷ്ണന്റെ പാദത്തിൽ വീണ് നമുക്ക് നമസ്കരിച്ചു. അതോടെയോ അവർക്കടെ ദേഹചിന്ത പോയി. അവർക്ക് വസ്ത്രം വേണമെന്ന വിചാരമില്ലാണ്ടായി. അവർക്ക് നാണമേ തോന്നിയില്ല എന്ന്. എന്താ അത്? അവർക്ക് ബോധ്യം വന്നു, ഞങ്ങൾ ഭഗവതിയെ പൂജിച്ചപ്പോൾ അനുഗ്രഹിക്കാൻ വന്നത് കൃഷ്ണനാണ്. അങ്ങനെയാണെങ്കിൽ വരുണനോട് ചെയ്ത അപരാധത്തിന് ആരെയാണ് നമസ്കരിക്കേണ്ടത്? ഈ കൃഷ്ണനെ നമസ്കരിച്ചാൽ എല്ലാ ദേവി ദേവന്മാരെ നമസ്കരിച്ചില്ലേ? കാരണം ആരാണ്? ആ എല്ലാ ദേവനായും ദേവിയായും ഈ മുഴുവൻ പ്രപഞ്ചമായും. ഇപ്പം കണ്ടില്ലേ, അലസസ്തയത്തിലൂടെ കൃഷ്ണനാണ് എല്ലാം. കൃഷ്ണന് അന്യമായിട്ട് ഇവിടെ ഒന്നുമില്ല എന്ന് കാണിച്ചു തന്നില്ലേ? പശുക്കളായും ഗോപക്കുട്ടികളായും മഹാവിഷ്ണു വൈകുണ്ഠമൂർത്തിയെയും ബ്രഹ്മാക്കളായും ഇന്ദ്രനായും എല്ലാവരുമായിട്ട് ഭഗവാൻ കാണിച്ചു കൊടുത്തില്ലേ? ബ്രഹ്മാണ്ടം 2 പ്രാവശ്യം കൃഷ്ണൻ വായിൽ കാണിച്ചോ കുട്ടിക്കാലത്ത് ബാലലീലയിൽ? ഈ ലോകം മുഴുവൻ എന്നിലാന്ന്, എന്നെ കൂടാതെ ഈ ലോകം ഇല്ലെങ്കിൽ പിന്നെ ഞാനും നിങ്ങളുണ്ടോ? ഉണ്ടോ? നമുക്കൊക്കെ ആരാണ് അസ്തിത്വം തരുന്ന ആശ്രയമായിട്ടുള്ളത്? ആ സർവേശ്വരനാണ്, പരമാത്മാവാണ് ഭഗവാൻ കൃഷ്ണൻ. ഇത് അവർക്ക് ബോധ്യായി. അപ്പോഴോ അവര് കൃഷ്ണനെ അങ്ങോട്ട് നമസ്കരിച്ചു. മനസ്സിലായോ? അപ്പോൾ അവർക്ക് ഭേദചിന്ത പോയി, ദേഹാഭിമാനം പോയി. അപ്പോഴോ അവർക്ക് വസ്ത്രത്തിൻ്റെ ആവശ്യമില്ലാണ്ടായി. വസ്ത്രത്തിൻ്റെ ആവശ്യം ഇല്ലാണ്ടാക്കി തീർത്തിട്ട് ഭഗവാൻ വസ്ത്രം കൊടുക്കുകയും ചെയ്തു. നോക്കണേ, എന്നിട്ട് പറഞ്ഞു ഇപ്പം നിങ്ങൾ അർഹത വന്നു. മനസ്സിലായോ? എന്ത്? ഈ ശരീരാഭിമാനം ഉള്ളപ്പോൾ നമുക്കുണ്ടാവുന്ന സുഖം വിഷയങ്ങളോടുള്ള ബന്ധത്തിലുള്ള സുഖ, ശരീരത്തെ വിസ്മരിച്ചുകൊണ്ടുള്ള ആ അനുഭവമാണ് ധ്യാനത്തിലൂടെ നാം അനുഭവിക്കുന്ന ഈശ്വരാനുഭൂതി, ആത്മാനന്ദം. മനസ്സിലായില്ലേ? അതിന് ശരീരത്തെ മറക്കുകയാണ് വേണ്ടതെന്നർത്ഥം. നിരന്തരമായ ഭഗവാന്റെ സ്മരണയിൽ മനസ്സ് ഭഗവാനിൽ അലിഞ്ഞു പോകണം. ദേഹവിസ്മൃതിയിലാണ്ട് പോകുന്നു ആ സമയത്ത്. മനസ്സിലായോ? അപ്പോൾ ആ ദേഹത്തിൽ നമ്മളിപ്പോൾ ഓൾറെഡി 5 ഉടുപ്പിട്ടിട്ടാണ് വന്നിക്കണേന്നാണ് പറയണത് അല്ലേ? അന്നമയം, പ്രാണമയം, മനോമയം, വിജ്ഞാനമയം, ആനന്ദമയം എന്ന 5 കോശങ്ങൾ 5 ഉടുപ്പാ. അതിന് പുറമെയാണ് മറ്റുള്ള ഉടുപ്പുകൾ അല്ലേ? പിന്നെ ഇൻട്രസ്റ്റ്, പിന്നെ ഓവർകോട്ടും ഒക്കെ നമ്മൾ ഇടണം അല്ലേ? അപ്പോൾ എത്രത്തോളം അഭിമാനമുണ്ടോ അത്രത്തോളം എന്താണ് തടസ്സം? നമ്മുടെ മനസ്സ് ഉള്ളിലേക്ക് തിരിയില്ല, അന്തർമുഖത വരില്ല. ആ മനസ്സാക്ഷി, ചിത്തവൃത്തികൾക്ക് സാക്ഷിയാണ് കൃഷ്ണൻ. ആ കൃഷ്ണനോട് ചേരാൻ സാധിക്കില്ല എന്നർത്ഥം. അപ്പം ഇത്രയും കഥകൾ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാകുമ്പോഴാണ് നമുക്ക് രാസലീല മനസ്സിലാവുക. എന്നിട്ട് വേണം രാസലീല അനുഭവിക്കാൻ. ഇന്നും നിത്യരാസം നടക്കണ്ട അവിടെ. മനസ്സിലായോ?
ഈ നിലയിലെത്തിയ ഭക്തന്റെ ഉള്ളിൽ നിത്യരാസ എന്താ കാരണം? അവരെ മനസ്സെപ്പോഴും ഭഗവാനിലാണ് രമിച്ചുകൊണ്ടിരിക്കുന്നത്, ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാനുള്ള വഴി എന്താ? അതും കൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ, എന്നാലേ നമുക്ക് അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതിൻ്റെ ഉദ്ദേശം, ഭാഗവതത്തിൻ്റെ ഉദ്ദേശം തന്നെ അതല്ലേ. നമുക്ക് ഓരോരുത്തർക്കും രസാനാം രാജ രാസഹ എന്നാണ്. ഈ രാസം എല്ലാ രസങ്ങളുടെയും രാജാവായ രസമാണ്. രസോ വൈ സഹ രസഹ്യേവായം ലബ്ധ്വാ ആനന്ദീ ഭവതി എന്ന് വേദം. ആരാണ് അവൻ? അവൻ പരമരസസ്വരൂപൻ, പരമാനന്ദസ്വരൂപൻ. അവനാണ്. അവനെ അനുഭവിക്കലാണ് എന്ത്? രാസം. മനസ്സിലായോ? അത് സാധിക്കണേ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ബഹിർമുഖത പോകണം, വിഷയാസക്തി പോകണം, ആസുരഭാവത്തിൽ അത് പോകണം. എന്നിട്ട് മനസ്സ് അന്തർമുഖമാവണം. സദ്ഗുണങ്ങളിലുള്ള അഹങ്കാരത്തെ ഇല്ലാണ്ടാക്കണം അല്ലേ? പിന്നെയോ നാവിനെ ജയിക്കണം. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളൊക്കെ പരിപൂർണ്ണ ജയം നേടിയിട്ടുള്ളവനാവണം. ഇന്ദ്രിയ ജയം നേടാത്ത ഒരാൾക്ക് ഒരിക്കലും മനസ്സ് അന്തർമുഖമാകുകയോ ധ്യാനത്തിൽ നിഷ്ഠ ലഭിക്കുകയോ മനസ്സ് ആ ആത്മസ്വരൂപനായ ഭഗവാനോട് ചേരുകയോ ചെയ്യില്ല എന്നർത്ഥം. മനസ്സിലായോ? ഇത്രയായാലേ ഇതിനർഹതയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ഒരു പൗർണമി നാള്, അതാണ് പറഞ്ഞത്, അടുത്ത പൗർണമി നാള് നിങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാന്ന്. ഭഗവാൻ ആ ഒരു കാട്ടിലവിടെ പോയിട്ട് മനോഹരമായ വേണുഗാനം ആലപിച്ചു. ആ വേണുഗാനം എന്തേ ഗോപന്മാർ കേൾക്കാതെ ഗോപിമാർ മാത്രം കേട്ടത്? ഇവര് നിരന്തരം കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുക എന്ന് പറഞ്ഞ മാതിരി ആ കൃഷ്ണന്റെ വെളിയെ കേട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവരുടെ വ്യവഹാരം ശരീരം കൊണ്ട് യന്ത്രം പോലെ നടക്കുമ്പോൾ ഇവരുടെ മനസ്സെവിടെയാ? സദാ കൃഷ്ണനുമായി ഫൈൻ ട്യൂൺ. ചാനല് അതിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്താലേ നമുക്ക് പ്രോഗ്രാം കിട്ടുള്ളൂ. ഇതുമാതിരി മനസ്സിനെ ഭഗവാനിലേക്ക് ട്യൂൺ ചെയ്യണം. ഇന്ന് നമ്മുടെ മനസ്സ് പഞ്ചേന്ദ്രിയ വിഷയങ്ങളോടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത് അല്ലേ? അപ്പം എങ്ങനെയാ സാധിക്കില്ല. ഇവരുടെ മനസ്സ് ഇതിലൊന്നുമല്ല. ഇവർ വീട്ടിൽ ഓരോരുത്തരും എന്താ ചെയ്തിരുന്നത്? ചിലർ പശുക്കളെ കറക്കണോ, ചിലർ കുട്ടികൾക്ക് മുല കൊടുക്കണോ, ചിലർ പാലടപ്പത്തിൽ കാച്ചണോ, ചിലർ ഭർത്താവിനെ ശുശ്രൂഷിക്കണോ, ചിലർ കുളിക്കണോ, ഇങ്ങനെ ഓരോരോ ഗൃഹകാര്യങ്ങളിൽ വ്യാപൃതരാ. ആ സമയത്താണ് ഭഗവാന്റെ വേണുഗാനം. അത് കേട്ടതും അന്തർനാദമാണത്. യോഗികൾക്ക് ഉള്ളിൽ നിന്നുണ്ടാവണ വിളിയാണത്. ആ ഉൾവിളി വന്നാൽ പിന്നെ ഈ ബാഹ്യമായ പ്രതിബന്ധങ്ങൾക്കൊന്നും ആ ഭക്തനെ തടഞ്ഞു വെക്കാനാവില്ല എന്ന് പഠിപ്പിക്കുക. മനസ്സിലായോ? എല്ലാ വിലങ്ങുകളും നനമുറിഞ്ഞു പോവും. തട്ടി തെറിപ്പിച്ചുകൊണ്ട് ഓടിയവര് ഈ രാത്രിയിൽ നിങ്ങൾ എവിടേക്ക് ഓടുന്നു? ഭർത്താക്കന്മാരെ, മക്കള്, ബന്ധുമിത്രാദികളൊക്കെ തടഞ്ഞു ഇവരെ. പോകാൻ പാടില്ല ഈ രാത്രി. എവിടേക്കാ നിങ്ങൾ തോന്നിവാസം കാണിക്കുക പെണ്ണുങ്ങളൊക്കെ? എല്ലാ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് ഗംഗാ പ്രവാഹം കണക്കെ അവർ ഭഗവാന്റെ അടുത്ത് എത്തൽ കഴിഞ്ഞു. അവിടെ എത്തിയപ്പോഴാ അവരറിഞ്ഞിട്ടില്ല എന്ത്? അവർ ചിലർ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന്. കുളിക്കുന്നിടത്തുനിന്ന് അങ്ങനെ ഓടിയൊന്നും തോർത്താതെ ചില ആൾക്കാർ കഴുത്തിലണിയേണ്ട അരയിലെടുത്ത് കഴുത്തിലും ചിലർ അണിയാണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടാ വന്നേക്കണേ. മനസ്സിലായോ? ചിലർ തോർത്തിയില്ല. കൊച്ചുകുട്ടികളെ പാല് കുട്ടിയവരെ കുട്ടി അവിടെ ഇട്ടിട്ട് വന്നു. അവരിട്ടതല്ല, അവരിന്ന് തന്നെത്താനെ വീണുപോയി, കൊഴിഞ്ഞുപോയി. അങ്ങനെയാണ് ഈശ്വര ഭക്തി വന്നാൽ, നിരന്തരമായ ഭഗവാന്റെ പ്രേമം കൊണ്ട് ഭഗവത് സ്മരണ നമ്മുടെ മനസ്സിൽ രൂഢമൂലമായാൽ നമ്മളിൽ നിന്ന് കർമ്മം തന്നെ കൊഴിഞ്ഞു പോകും. മനസ്സിലായോ? പരമമസ്തര് ഒരു ഉദാഹരണം പറയും. ഒരു വീട്ടിൽ ഒരു മകൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന മരുമകളെ കൊണ്ട് രാവ് പകലില്ലാതെ ഇരുത്തി പൊരിപ്പിക്കുക, തറച്ച് പണി കൊടുക്കുക ഈ അമ്മായിയമ്മ. മനസ്സിലായോ? അതേ അമ്മായിയമ്മ കുറച്ച് മാസം കഴിയുമ്പോൾ അവൾ ഗർഭിണിയായി എന്ന് കേട്ടു. അവൾ ഗർഭം ആയ മുതൽ ഭാരമുള്ള പണിയൊന്നും മരുമകളെ കൊണ്ട് ഇടിപ്പിക്കില്ല. മോളെ അത് അമ്മ ചെയ്തോളാം, മോൾ ഇത് ചെയ്താൽ മതി, അങ്ങനെ എളുപ്പമുള്ള പണി കൊടുക്കും. പൂർണ്ണ ഗർഭണമായപ്പോഴോ ഈ അമ്മായിമ്മ മരുമകളെ കൊണ്ട് ഒന്നും ചെയ്യിക്കില്ല, എല്ലാം അവരൊന്നും ചെയ്യും. മനസ്സിലായോ? ഇതുമാതിരിയാണ് നമ്മുടെ ഉള്ളിലെ കർമ്മവാസനകൾ ഈശ്വരന്റെ നിരന്തരം ഭരണയാകുന്ന ഭക്തി കൊണ്ട് അറ്റുപോകുമ്പോൾ നമ്മുടെ കർമ്മം നമ്മളായിട്ട് കർമ്മം വെടിയാൻ പാടില്ല. അതാണ് ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്. അർജുനനായിട്ട് കർമ്മം വെടിഞ്ഞ് ഹിമാലയത്തിൽ പോയി ധ്യാനിക്കാന്ന് പറഞ്ഞ് നടക്കുവോ? നടക്കാൻ പോണില്ല. അതുകൊണ്ട് കർമ്മം നമ്മളെ തന്നെത്താനെ കൊഴിഞ്ഞു പോകണം. പൂവ് എങ്ങനെയാണോ വളർന്നിട്ട് അതിലങ്ങനെ കായ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദളങ്ങൾ തന്നെത്താനെ കൊഴിഞ്ഞു പോകില്ലേ? ഇതും വണ്ണം നമ്മളിൽ നിന്ന് തന്നെത്താനെ കൊഴിഞ്ഞു പോകണം. കർമ്മം ചെയ്യാണ്ടിരിക്കലല്ല, കർമ്മം ഉപേക്ഷിക്കലല്ല, കർമ്മം ചെയ്തിട്ടും നിരന്തരം കർമ്മം ചെയ്തിട്ടും കർമ്മനിരതനായിരുന്നിട്ടും ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള തോന്നല്. മനസ്സിലായില്ലേ? ഇപ്പൊക്കെ ഞാൻ ചെയ്യുന്നു എന്നുള്ള അഭിമാനം ഉള്ളതുകൊണ്ടോ നമുക്ക് ടയേർഡാവുന്നു, ക്ഷീണിച്ചു പോകണോ അല്ലേ? നമുക്ക് ക്ഷീണം വരുന്നുണ്ട്. ഞാൻ ചെയ്യണമെന്നുള്ള അഭിമാനം ഉള്ളത് കൊണ്ടാ. മനസ്സിലായില്ലേ? അത് പോകുമ്പോഴോ കൃഷ്ണനേക്കാൾ എത്ര വലിയ കർമ്മം ചെയ്ത ആളുകളുണ്ടോ? പൂജ ഗുരുദേവൻ 18 മണിക്കൂർ 24 മണിക്കൂർ 18 മണിക്കൂറും രാപകല്ലാതെ പണിയെടുത്ത ആളാണ് ചിന്മയാനന്ദ സ്വാമികൾ. ഇതുമാതിരി ഏത് മഹാത്മാക്കളെ നിങ്ങൾ നോക്കിക്കോളൂ. സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾക്ക് ഉറക്കം കമ്മിയാണ്. അവർ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുക. അവർക്കൊരു ക്ഷീണമില്ല. എന്തേ? അവർക്ക് ഞാൻ ചെയ്യുന്നുള്ള അഭിമാനം ഇല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ?
സഹജമാണ് അവർക്ക്. അപ്പം കർമ്മം ഉപേക്ഷിക്കലല്ല, കർമ്മം ഞാൻ ചെയ്യുന്നുള്ള അഭിമാനം നമ്മളിൽ നിന്ന് വീണു പോവുക എന്നർത്ഥം. ഇത് പോയി, എല്ലാം തന്നെത്താനും പറഞ്ഞു പോയി. ഭർത്താക്കന്മാരെ ശുശ്രൂഷിച്ച് അതിട്ടിട്ട് പോയി, പാല് കാച്ചുവരെ അടപ്പത്ത് അത് വളച്ചു പോയി, ഓടിപ്പോയി അല്ലേ. പശുവിനെ കറന്നവർ പാത്രം അവിടെ ഇട്ടിട്ട് പോയി. അവർ ഇട്ടിട്ട് പോയി എന്ന് പറഞ്ഞാൽ തെറ്റാ. അവരറിഞ്ഞില്ല, അതൊക്കെ തന്നെത്താനും വീണു പോയി. ഓടി വന്നു ഓരോരുത്തരും. അപ്പോഴാണ് കൃഷ്ണൻ ചോദിക്കുന്നത്, എന്താ വരൂ 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 വരൂ, എന്താ വല്ല ആപത്തുണ്ടായോ? എല്ലാവരും ഓടി വരാൻ എന്താ കാരണം? കച്ചി അനാമയം എന്തെങ്കിലും ആപത്തുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ നിങ്ങൾ സാധാരണ കൃഷ്ണ കൃഷ്ണ എന്ന് പറഞ്ഞ് ഓടി വരാറ്. ഇപ്പം എന്താ? നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് ആപത്തൊന്നുമില്ല എന്ന്. അപ്പോഴാണ് പറയണത്. എന്നാൽ ഈ പൗർണമി ദിവസം ഈ വൃന്ദാവനത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ വന്നതായിരിക്കും അല്ലേ? എങ്കിൽ നല്ലോണം കണ്ടില്ലേ, വേഗം മടങ്ങിപ്പോകൂ. നിങ്ങളുടെ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങളെ ഈ രാത്രി കാണാണ്ടായ കൊച്ചു കുട്ടികൾ കരയില്ലേ പാൽ കുടിക്കാൻ? ഭർത്താക്കന്മാർ തിരയില്ലേ? അച്ഛനമ്മമാർ നിങ്ങളെ തിരയില്ലേ? അവരെ ബുദ്ധിമുട്ടിച്ച് രാത്രി ഇങ്ങോട്ട് വരുത്താൻ പാടുമോ? അതുകൊണ്ട് രജന്യേഷ ഘോരരൂപ ഘോരസത്വനിഷേവിത. ഹേ, ഘോരമാണ് ഈ കാട്, മനസ്സിലായില്ലേ? ഇവിടെ ഘോരമായ മൃഗങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി വരും, മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും ശീലില്ല. അതുകൊണ്ട് നിങ്ങൾ നിൽക്കണ്ട, നേഹസ്തേയം, ഇവിടെ നിൽക്കണ്ട, വേഗം പോകും എന്ന് പറഞ്ഞാൽ അവരോട് പോകാൻ പറഞ്ഞു. അപ്പോഴാണ് അവർക്കടെ ആ മുഖമൊക്കെ വാടി, അത് ചുണ്ടുകളൊക്കെ വരണ്ടു, തൊണ്ടയൊക്കെ വരണ്ടു, ആകെ വിഷണ്ണരായി, ദുഃഖിതരായി, സങ്കടം സഹിക്കവയ്യാണ്ടായി. പ്രണയഗീതം എന്നാണ് അതിന് പറയണത്. 10-11 ശ്ലോകം. അപ്പോൾ അവർക്ക് എന്താ പറയേണ്ടത് ശരിയണ്ടേ? ഒന്നും പറയാൻ വാക്കുകളില്ല. കൃഷ്ണനോട് എല്ലാം ഉപേക്ഷിച്ച് വന്ന് ഞങ്ങളെ ഉപേക്ഷിക്കുന്ന കൃഷ്ണനോട് പരിതാപമോ കോപമോ എന്തൊക്കെയോ വികാരങ്ങളുടെ ഉള്ളുണ്ടായി. എന്നിട്ട് അവർ കുറച്ചു നേരം മനസ്സിനെ ഉണ്ടാണ്ടിരുന്നിട്ട് അവസാനം പറഞ്ഞു, ഭഗവാനെ, എങ്ങനെ അവിടത്തേക്ക് ഇങ്ങനെ ഞങ്ങളോട് പറയാൻ മനസ്സ് വന്നു? കാരുണ്യമുണ്ടോ അവിടത്തേക്ക്? ഞങ്ങളെല്ലാ ഭഗവാനായിട്ട് അവർക്ക് ധർമ്മം ഉപദേശിച്ചു കൊടുക്കുക, രസതല്ലേ? അതേ, സ്ത്രീകളുടെ ധർമ്മം എന്താ? പതിസ്ത്രീഭിർനഹാതവ്യ. സ്ത്രീകളുടെ പരമധർമ്മം എന്താ? ഭർത്താവിനെ ഈശ്വരനായി കണ്ട് ശുശ്രൂഷിക്കലാണ്, സേവിക്കല്. അവൻ പണമില്ലാത്തവനായാലും ശരി, ആരോഗ്യമില്ലാത്തവനായാലും ശരി, സൗന്ദര്യം ഇല്ലാത്തവനായാലും ശരി, ജഡനായാലും ശരി, അവനെ ഉപേക്ഷിക്കാൻ പാടില്ല. പരസ്ത്രീ പരപുരുഷന്മാരെ സ്നേഹിക്കാൻ പാടില്ല. അത് നരകത്തിന് കാരണമാണ് അല്ലേ? ചീത്തപ്പേരുണ്ടാക്കി തീർക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മടങ്ങിപ്പോയി നിങ്ങളുടെ സ്വധർമ്മം അനുഷ്ഠിക്കൂ എന്ന്. എന്തിനാ ഭഗവാൻ ഇത് പറഞ്ഞത്? ഗഗനഗതം മുനിനിവഹം ശ്രാവയിതം ജഗിത കുലവധൂധർമ്മം. മേൽപ്പുതുര പറയണ അതിന്റെ കാരണം എന്താന്ന്? എന്തിന് കൃഷ്ണൻ ഗോപിമാർക്ക് ധർമ്മം ഉപദേശിച്ചു? സാധാരണ മനുഷ്യന് ഈ ധർമ്മമൊക്കെ ഈശ്വര ആരാധനമായി അനുഷ്ഠിച്ചാൽ മാത്രമേ വാസനാക്ഷയം കൊണ്ട് മനസ്സുശുദ്ധമായിട്ട് ഭഗവാനിൽ മനസ്സ് നിൽക്കുള്ളൂ, ഉറപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഇവര് ലൗകിക ധർമ്മങ്ങൾക്ക് അതീതരാണ്, ധർമാധർമ്മങ്ങൾക്ക് അതീതരാണ് എൻ്റെ ഭക്തര്, ഈ ഗോപിമാര് എന്ന് ലോകത്തെ പഠിപ്പിക്കണം. എന്നിട്ടാണ് രാസലീലയുടെ അർത്ഥം അപ്പോൾ അറിയുള്ളൂ അല്ലേ? എന്ന് മാത്രമല്ല, ആകാശത്തിൽ ഇഷ്ടം പോലെ ഋഷീശ്വരന്മാര്, ദേവന്മാര്, ദേവഭക്തിമാരോടുകൂടി രാസലീല കാണാമെന്നുണ്ട്. അവര് കേട്ടോട്ടെ. ഇവരെ സാമാന്യരൊന്നും അല്ല, ഇവരൊക്കെ അലൗകികമായ ഭക്തിയുടെ ഔന്നത്യത്തെ പ്രാപിച്ചവരാണ്. ഗഗനഗതം മുനിനിവഹം, ആകാശത്ത് നിൽക്കുന്ന ഋഷിമുനികളൊക്കെ കേട്ടോട്ടെ എന്നിച്ചിട്ട് ഗരിതം കുലവധൂ ധർമ്മം, കുലവധുക്കൾ എങ്ങനെയായിരിക്കണം, കുടുംബത്തിലെ സ്ത്രീകൾ എങ്ങനെയായിരിക്കണം എന്നൊക്കെ അവരെ പഠിപ്പിച്ചു. അപ്പോൾ അവരെന്ത് പറഞ്ഞു? ഭഗവാനെ, ഞങ്ങൾക്ക് ആ ഉപദേശം അങ്ങനെ വെച്ചോളൂ. എന്താ കാരണം? എല്ലാ ഉപദേശം ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. എല്ലാ ധർമ്മങ്ങളെയും വെടിഞ്ഞ് അവിടുത്തെ ശരണമടയിലാണ് പരമധർമ്മം അല്ലേ? ഭഗവാനെ ശരണമടയിലാണ് പരമധർമ്മം. അത് ചെയ്ത ആൾക്ക് എല്ലാ ധർമാനുഷ്ഠാനത്തിൻ്റെയും ഫലമായി. അല്ലെങ്കിൽ ധർമ്മം എന്തിനാ അനുഷ്ഠിക്കണത്? ധർമാനുഷ്ഠാനത്തിൻ്റെ ഫലം ഭഗവത് പ്രേമമാണ് അല്ലേ? ഉൽപാദയേൽ യതിരതിം ശ്രമയേവ ഹി കേവലം. ഭാഗവതം പറയാണ്, നിങ്ങൾ എന്തൊക്കെ കർമ്മം എന്തൊക്കെ ചെയ്താലും ആ സ്വധർമ്മം, കർത്തവ്യം, സ്വധർമ്മ പാലനം ഭഗവാനിൽ പ്രേമത്തെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അത് വെറും ശാരീരിക വ്യായാമം, മിയർ എഫർട്ട്, മിയർ ലേബർ, ഇറ്റ് വിൽ ബിക്കം. മനസ്സിലായോ എന്നാ ഭാഗവതം പറഞ്ഞേക്കണത്? നമ്മുടെ കർമ്മം വെറും ലേബർ ആവാൻ പാടില്ല, വെറും തൊഴിലാവാൻ പാടില്ല, വെറും ശരീര അധ്വാനമാവാൻ പാടില്ല. ആ കർമ്മം ഈശ്വര ആരാധനമായി അനുഷ്ഠിച്ച് ഈശ്വര പ്രേമം വളരണം. മനസ്സിലായോ? ഈശ്വരപ്രേമമാണ് പരമധർമ്മം. സവൈ പുംസാം പരോധർമ്മ യതോ ഭക്തിരതോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സംപ്രസീദതി. ഇതൊക്കെ ഭാഗവതം പറഞ്ഞിട്ട് പ്രമാണമായിട്ടല്ലേ? എന്താണ് പരമധർമ്മം? ഇതാണ് ഭഗവാനിലുള്ള പരമപ്രേമമാണ് പരമധർമ്മം. ഈ പരമപ്രേമം കൈവരിച്ചവരാണ് ഈ ഗോപിമാരെ. ധർമാനുഷ്ഠാനത്തിൻ്റെ ലക്ഷ്യം നേടിക്കഴിഞ്ഞവരാണ്. ഇനി ഇവർക്ക് ആരെയാണ് ശുശ്രൂഷിക്കേണ്ടത്? എന്ത് ധർമ്മ ചെയ്യേണ്ടത്? അവർ ചോദിക്കുക. രണ്ടാമത് അവർ പറഞ്ഞു, ഭഗവാനെ,
അങ്ങ് പറഞ്ഞൂല ഭർത്താക്കന്മാരെയും കുട്ടികളെയും ബന്ധുക്കളെയൊക്കെ പോയി സേവിക്കാൻ. വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഭർത്താവിലും ആ ചരാചരങ്ങളിൽ എന്നിലും നിങ്ങളിലും ചരാചരങ്ങളിലൊക്കെ അവിടുന്നില്ലെങ്കിൽ ആർക്ക് ഭാര്യ വേണം, ആർക്ക് ഭർത്താവിനെ വേണം, ആർക്ക് പിള്ളേരെ വേണം? ആ ജീവൻ അങ്ങോട്ട് പോയാൽ കഴിഞ്ഞില്ലേ? ശരിയോ? അപ്പൊ ഓരോരുത്തരിലും അന്തര്യാമിയായി ജീവചൈതന്യമായി ഇരിക്കുന്നത് ആരാ? ഭഗവാനാണ്, കൃഷ്ണനാണ്. ആ ഭഗവാനെ ആശ്രയിച്ച് സേവിച്ച ആൾക്ക് എല്ലാ ധർമാനുഷ്ഠാനത്തിൻ്റെയും പ്രയോജനമായി കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് ഇനി ആരെ സേവിക്കണം? അവിടുത്തെ പാത്രത്തിൽ ഞങ്ങൾക്ക് ഇനി ആരെ സേവിക്കാനില്ല. കാരണം അവരിലൊക്കെ അതാത് രൂപത്തിലിരുന്ന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആള് അവിടെ നിന്നാണ് നൃത്തം. മാത്രമല്ല അവിടുത്തെ മനോഹരമായ വാക്കുകളെ കൊണ്ട്, അല്ലേ, മനോഹരമായിട്ടുള്ള ഭാഷണങ്ങളെ കൊണ്ട്, നർത്തം കൊണ്ട്, ലീലാവിലാസങ്ങളെ കൊണ്ട്, നോട്ടം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ കട്ടു കഴിഞ്ഞു. അവിടുന്ന് ഞങ്ങളുടെ മനസ്സ് പങ്കിടയില്ല. ഈ മനസ്സില്ലാത്ത ദേഹത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ഒരുമാതിരി ചോദിക്കുക, ശരീരം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മനസ്സ് വേണ്ടേ? മനസ്സിനെ അങ്ങ് പിടിച്ചു വെച്ചിട്ട് ഞങ്ങളോട് പൊക്കോളൂ, പണിയെടുത്തോളൂ എന്ന് പറയാം. എങ്ങനെ സാധിക്കും? ഞങ്ങളുടെ കാല് ചലിക്കണ്ടേ ഭഗവാനെ? ഇതാണ് അവർ പറഞ്ഞത്. അപ്പൊ ഭഗവാന് മനസ്സിലായി അവരൊക്കെ ഭഗവാൻ വെറുതെ തമാശ പരീക്ഷിക്കാൻ പറഞ്ഞതാണ്. എന്തിന്? ഈ രാസലീലയുടെ മഹത്വം മനസ്സിലാവണമെങ്കിൽ ഭഗവാൻ ഇങ്ങനെയൊക്കെയുള്ള ചില പരീക്ഷണങ്ങൾ വേണം. അപ്പൊ ഇതൊക്കെ കേട്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഏത് നിലയിലാണ് ഈ ഗോപിമാർ നിൽക്കണേന്നുള്ളത്. മനസ്സിലായോ? അതിനുശേഷം അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഭഗവാൻ ആ മണൽത്തിട്ടയെ കൊണ്ടേ സാധിക്കാൻ തീരുമാനിച്ചു. പല പല വിലാസങ്ങൾ ചെയ്തു. ഈ സമയത്ത് അവരുടെ മനസ്സിൽ ചെറിയ ഒരു എന്തുണ്ടായി? ചെറിയൊരു സൗഭഗമതം എന്നാണ് പറഞ്ഞത്. നമ്മുടെ മാതിരിയുള്ള അഹങ്കാരമല്ല. പിന്നെയോ കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ഞങ്ങളോട് ഇഷ്ടം, കൃഷ്ണനെ ഏറ്റവും പ്രേമവതികളായ പ്രിയപ്പെട്ടവരായ ഞങ്ങളെ സ്ത്രീജന്മം കിട്ടിയവരിൽ ഭാഗ്യവതികൾ, ഞങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്ത സ്ത്രീകൾ ആരാ ഉള്ളത് എന്ന് എപ്പോൾ അവർക്കുടെ ഉള്ളിൽ ഈ ചെറിയ അഭിമാനം ഉണ്ടായോ അപ്പം ഭഗവാൻ അന്തർധാനം ചെയ്തു. ഇത് വളരെ മുഖ്യ വിഷയമാണ്. ആരാണ് ഈ കഥകൾ? ഇതിനു മുമ്പ് പറഞ്ഞ കഥകളിലൊക്കെ മമ്മി ഉയർന്നു വന്ന ആ ടീച്ചറൊക്കെ പറഞ്ഞു, എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരനെ അനുഭവിക്കാൻ തടസ്സം എന്താണ്? നിരോധമാണല്ലേ ദശമത്തിന് വിഷയം? അഹങ്കാരം. ആകാശത്തിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സൂര്യനെ കാണാനോ ചൂട് അനുഭവിക്കാനോ വയ്യ. എന്താ? കാർമേഘം വന്ന് മൂടിയ. ശരിയല്ലേ? സൂര്യനെ കൊണ്ടാണ് ഈ ജലാശയത്തിലെ വെള്ളം നീരാവിയെ മേഘായത്. ആ മേഘം നമ്മുടെ കണ്ണിനെ മറയ്ക്കണ പോലെ നമ്മുടെ ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ ചൈതന്യം ഇല്ലെങ്കിൽ ജീവനില്ലാത്തവന് അഹങ്കാരം ഉണ്ടാവുമോ? നമ്മുടെ ഉള്ളിൽ ഈശ്വര ചൈതന്യം ഉള്ളപ്പോഴല്ലേ, ജീവനുള്ളപ്പോഴല്ലേ നമുക്ക് ഞാനെന്നെ അഭിമാനമുള്ളൂ, അല്ലേ? അപ്പൊ ഭഗവാനെ കൊണ്ടുണ്ടായ അഹങ്കാരം ആ സൂര്യനെ മേഘം മറയ്ക്കണ പോലെ നമ്മുടെ ആത്മസ്വരൂപനെ മറച്ചു വയ്ക്കണമെന്ന് അർത്ഥം. മനസ്സിലായോ? അത് പോണം. അതാണ് ഇവിടെ ഭഗവാൻ കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ആ ചെറിയൊരു അഭിമാനം വന്നപ്പോൾ അവരുടെ ആ ഉള്ളിൽ നിന്ന് ഇടയിൽ നിന്ന് ഭഗവാൻ പറഞ്ഞു തന്നു. അതേ സമയത്ത് ഭഗവാന്റെ ഈ ബന്ധുക്കളൊക്കെ തടഞ്ഞു വെച്ചുല്ലോ, തടയാൻ ശ്രമിച്ചില്ലേ പലരെയും, എല്ലാവരും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് പോകുന്നില്ലേ? അതിലൊരു സ്ത്രീക്ക്, ഭാഗ്യമുള്ള സ്ത്രീ എന്ന് വേണം പറയാൻ, അല്ലേ? ഒരു ഗോപിക്ക് വരാൻ പാവം പുറത്ത് കടക്കാൻ പറ്റിയില്ല, ഇവരെ പിടിച്ചില്ല, ഇവർ മുറിക്കകത്തിട്ട് പൂട്ടി. ആ സ്ത്രീ എന്ത് ചെയ്തു? ദുസ്സഹ പ്രേഷ്ടവിരഹ, ഭഗവാനെ ഇത്ര അടുത്തെത്തിയിട്ടും അവിടുന്ന് വിളിച്ചിട്ടും വരാനായില്ലല്ലോ എന്നുള്ള വിചാരം കൊണ്ട് ആ വിരഹത്തിൻ്റെ ചൂടില്, അഗ്നിയില് അവര് നേറിപ്പൊകഞ്ഞു, അവർ ദുഃഖിച്ചു. ആ ദുഃഖാനുഭവിച്ചതിലൂടെ അവരുടെ പ്രാരബ്ധത്തിലെ പാപം തീർന്നു. അതേ സമയത്തോ മനസ്സിൽ കൃഷ്ണനെ ഭാവിച്ചുകൊണ്ട് കൃഷ്ണനെ ആലിംഗനം ചെയ്ത് ആ പരമാനന്ദം അനുഭവിച്ചു. ആ സുഖാനുഭവത്തിലൂടെയോ പുണ്യം തീർന്നു. പുണ്യപാപങ്ങൾ 0 ആയാലാണ് നമുക്ക് ഭഗവത് പ്രാപ്തിയുള്ളൂ. അതാണ് സിദ്ധാന്തം. ബാക്കി വന്നാൽ അതിനനുസരിച്ച് ജനിക്കേണ്ടി വരും. 0 ബാലൻസ് ആവണം. അപ്പോൾ ഇവർ രണ്ടും പോയി. എന്തായി? ആ ഗോപിയാണത്രേ ആ ബന്ധുക്കള് അവരുടെ ഭാര്യമാരും സ്ത്രീകളൊക്കെ ആയി കണ്ട ആ ശരീരത്തെ ബന്ധുക്കൾക്ക് കൊടുത്തും വെച്ച് ആ ഗോപിയുടെ ജീവൻ കൃഷ്ണനിൽ ലയിച്ച് സായുജ്യമുക്തി അടഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായോ? ഈ വന്ന ഗോപികളെ ആദ്യം ഭഗവാനിലെത്തിയത് ആര്? ഈ ഗോപിമാര്. നോക്കണം, ഈ ധർമ്മം ഇതിനു മുമ്പ് ബ്രാഹ്മണ സ്ത്രീകൾ ഭഗവാനെ കാണാൻ ഓടി വന്നു. ഇതുമാതിരി ഓട്ടമുണ്ട്, അല്ലേ? ഇതിനു മുമ്പ് നടന്നതാ. അവരോടും ഈ പരിവർത്തന ധർമ്മം ഉപയോഗിച്ചു. അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഞങ്ങളെ ഭർത്താക്കന്മാർ പറഞ്ഞാൽ കൂട്ടാക്കാണ്ട് വന്നവരെ ഇനി ഞങ്ങൾ തിരിച്ചു പോയാൽ അവർ ഞങ്ങളെ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന്. ഭഗവാൻ പറഞ്ഞു, അത് ഞാൻ ഏറ്റു, അല്ലേ? ഞാൻ സ്വീകരിച്ചവരെ ലോകം മുഴുവൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു. ഭഗവാൻ അവരെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ ഭർത്താക്കന്മാർക്കൊക്കെ മാനസാന്തരം ഉണ്ടായി. അവരൊക്കെ അവരെ ആദരവോട് സ്വീകരിച്ചു, അല്ലേ? എന്നാൽ ഈ ഗോപസ്ത്രീകൾ തിരിച്ചു പോയോ? ഇല്ല. അവർ ധർമ്മങ്ങൾക്ക് അതീത. അതുകൊണ്ട് അവരെ രമിപ്പിക്കാൻ തീരുമാനിച്ചു, അവരെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ. ഇനി ഇവിടെ വളരെ ശ്രദ്ധിക്കണം. ഇവിടെ 2-3 ഇടത്ത് ഭഗവാൻ യോഗമായാമുപാശ്രിത, യോഗമായെ സ്വീകരിച്ചുകൊണ്ടാണ് ഈ രാസലീലയ്ക്ക് ഒരുങ്ങിയത്. നിങ്ങൾ ഓർക്കണം, ഭഗവാൻ യോഗമായ സ്വീകരിച്ചിട്ട് എന്തെല്ലാം കാണിച്ചു?
ഇപ്പം ദാ വത്സസ്തേയത്തിൽ എത്രയോ അസംഖ്യം പശുക്കളും ഗോപകുട്ടികളുമായി അല്ലേ? അനേകം ബ്രഹ്മാക്കളായി, അനേകം വൈകുണ്ഠമൂർത്തികളായി ഇല്ലേ? ഈ കൃഷ്ണൻ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ, സത്യവിവാഹം കഴിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു മുഷ്കൻ കാളയുണ്ട്, 7 കാള. അതിനെ പിടിച്ച് കെട്ടണവർക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ രാജാവ്. ഭഗവാൻ ഒരേ സമയത്ത് ഒരു കൃഷ്ണൻ 7 കൃഷ്ണനായിട്ട് അവരെ പിടിച്ച് കെട്ടി. ഇനി 16,100 പേരെ നരകാസുരൻ്റെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ഭഗവാൻ അവരെ വിവാഹിക്കണ എങ്ങനെയാ? ഒരേ മുഹൂർത്തത്തിൽ 16,000 കൃഷ്ണനായിട്ടാണ് വർത്തിക്കണത്. യോഗമായി അല്ലേ? അതെ. അപ്പോൾ വാസ്തവത്തിൽ ഇവിടെ എന്തുണ്ടായത്? ഓരോ ഗോപിക്കും ഭഗവാൻ ഓരോ കൃഷ്ണൻ അടുത്തുള്ളതായിട്ട് തോന്നിക്കുക രാസലീലയിൽ. അവർക്ക് തോന്നിക്കണ യോഗമായി കൊണ്ട്. കൃഷ്ണൻ ഒന്നും ചെയ്തിട്ടില്ല, കൃഷ്ണൻ ഒരാളേ ഉള്ളൂ കേട്ടോ. കൃഷ്ണൻ അടുക്ക് നൃത്തം ചെയ്യണു, അതേസമയം ചുറ്റും ഗോപിമാർ നൃത്തം ചെയ്യണു. ക്രമേണ 2 ഗോപിക്ക് ഒരു കൃഷ്ണൻ, പിന്നെ ഓരോ ഗോപിക്കും ഒരു കൃഷ്ണൻ എന്നൊക്കെ അവർക്ക് തോന്നി. അതിന് അവരുടെ അഹങ്കാരത്തെ കളഞ്ഞിട്ട് വേണം. ആ അഹങ്കാരം ആ അനുഭൂതിക്ക് തടസ്സമാണെന്ന് കാണിക്കാൻ ഭഗവാൻ അവരുടെ ഇടയിൽ നിന്ന് പോയി. ഭഗവാൻ പറഞ്ഞതും അവർക്ക് ലോകം മുഴുവൻ ശൂന്യമായി തോന്നി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ കല്ല് പോലും അലിയം ഭാവത്തിലാണ് കൃഷ്ണനെ വിളിച്ചുകൊണ്ട് അവരന്വേഷിച്ച് നടന്നു. പല്ലികമേ അവിടെ കണ്ട ചെടികളോട് ചോദിച്ചു, പൂക്കളോട് ചോദിച്ചു, തുളസിയെ കണ്ടപ്പോൾ ചോദിക്കുക, നീ രോമാഞ്ചം കൊണ്ടിട്ടല്ലോ, സരസ്വതി ഗോവിന്ദ ചരണപ്രിയല്ലേ, ഭഗവാന് പ്രിയപ്പെട്ടവളല്ലേ, നിന്നെ തലോടിയിട്ട് പോയിട്ടുണ്ട് ഭഗവാൻ, അതുകൊണ്ടാണ് നിനക്ക് ഈ പുളകം. പറയൂ നിന്റെ ആ ഹൃദയചോരൻ എതിലെ പോയിന്ന്. തുളസി, മല്ലികേ, പിച്ചകമേ, ഓരോ ചെടികളോട് ചോദിക്കുക. അവർക്ക് വർത്താനം പറയാൻ കഴിയും എന്നുള്ള സാമാന്യബോധം അവർക്കുണ്ടെങ്കിൽ ചോദിക്കുമോ? അപ്പോൾ അവരെ ഏതൊരു അലൗകികമായ ഭാവത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ, ഇവരൊന്നും മറുപടി പറയാനില്ല സമയത്ത് ഉയർന്നു നിൽക്കുന്ന മരങ്ങൾ, മാവ്, പ്ലാവ് മുതലായത് കണ്ടു. അതിനോട് ചോദിക്കാം, നിങ്ങൾ പരോപകാരം ചെയ്യുന്നവരല്ലേ, ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യൂ, ഞങ്ങളുടെ ആ ഹൃദയചോരനെ ആ നന്ദകുമാരൻ പോയ വഴിയൊന്ന് കാണിച്ചു തരൂ. പറയുക. കുറച്ച് കഴിയുമ്പോൾ ഭൂമിയിൽ നല്ല പച്ച പുല്ലുകൾ കാണുമ്പോൾ ചോദിക്കുക, നിന്നെ ഭഗവാൻ പുണർന്നിട്ടുണ്ട് വരാഹാവതാരത്തിൽ അല്ലേ, ആ ഭഗവാന്റെ പാദം നിന്റെ മേലൂടെ നടന്നിട്ടുണ്ട്, അതിൻ്റെ പുളകമാണ് നീ കാണുന്നത്, നീ പറഞ്ഞു തരൂ. ഞങ്ങൾ ആ രമാനാഥൻ എതിലേ പോയിന്ന്. അവസാനം ഇവരൊന്നും മറുപടി പറയാൻ പറ്റില്ല എന്നറിയാതെ അവരെന്ത് ചെയ്തു? കുറച്ച് പിന്നെയും അന്വേഷിച്ച് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ സ്മരണം മുഴുത്ത ഭഗവാനോട് തന്മയീ ഭാവം വന്നപ്പോഴോ ഭഗവാൻ ചെയ്ത ഓരോ ലീലകളും ഗോപിമാർ സ്വയം ചെയ്തു അല്ലേ. ഒരാൾ കാളിയനായതുകൊണ്ട് വേറൊരാൾ ഗോപിയുടെ തലയെന്നോട് പറയാ, ദുഷ്ടനായ കാളിയാ, കടന്നു പോവിടുന്ന്, ദുഷ്ടന്മാരെ ശിക്ഷിക്കാനാണ് ഞാൻ വന്നേക്കണേ. ഗോപിമാരെ നിങ്ങൾ പേടിക്കണ്ട, എല്ലാവരോടും വന്നോളൂ, ഇന്ദ്രകോപത്ത് നിങ്ങൾ പേടിക്കണം, ഞാൻ നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ ഉത്തരയി എടുത്തിട്ടേ പൊക്കി പിടിച്ചുകൊണ്ട് ഗോവർദ്ധനം പിടിക്കണ പോലെ കാണിച്ചിട്ട് എല്ലാവരും തൻ്റെ അടുത്തേക്ക് രക്ഷി കൊണ്ടുവരിക അല്ലേ. വേറൊരു ഗോപി പൂതനാവർദ്ധനം കാണിക്കുക, വേറൊരു മണി ഗോപി പ്രലംബാസുരവധം. ഇങ്ങനെ ഇതുവരെ കൃഷ്ണൻ ചെയ്ത ഓരോ ലീലകളും തന്മയത എന്നൊരു ഭാവമുണ്ട്. ഇതൊക്കെ നാരദ ഭക്തത്തിൽ പറയണ്ടേ. മനസ്സ് ഭഗവാനെ ഒന്നിനെ ചിന്തിച്ച് അതായി തീരുക. തൻ്റെ വിസ്മൃതി ഉണ്ടാവുക, അഹങ്കാരം നാശാണത്. അവരങ്ങനെ പലതും ചെയ്തു, എന്നിട്ടും ആ വിരഹം തീർന്നില്ല. അപ്പോഴാണ് ഒരു ഗോപി പറഞ്ഞു, കൃഷ്ണൻ ഇവിടെ കണ്ടു എന്ന്. കൃഷ്ണനല്ല കണ്ടത്, ഒരു ആളുടെ പാദം കണ്ടു, കൃഷ്ണൻ്റെ പാദമാ. ഓടി വന്ന് നോക്കുമ്പോഴോ കൃഷ്ണൻ്റെ പാദമാണ്, കൃഷ്ണൻ ഇതിലേ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് പോകുമ്പോൾ വേറൊരു പാദം കൂടി കാണുന്നു. അപ്പോൾ അവർക്ക് വിഷമം സങ്കടം തോന്നി. എന്താ കാരണം? ഞങ്ങൾക്കൊക്കെ അഹങ്കാരം വന്നപ്പോൾ അഹങ്കാരം പൊന്താതിരുന്ന ഒരുവളെ കൃഷ്ണൻ ഇതിലേ കൊട്ടിട്ട് പോയിട്ടുണ്ട്, അവളുടെ പാദമാണ്. കുറച്ചങ്ങോട്ട് പോയ സമയത്ത് അവിടെ പുഷ്പങ്ങളൊക്കെ പഴമാലകളൊക്കെ കാണുന്നു, ചെടികളൊക്കെ ചാഞ്ഞു കാണുന്നു. ഇവളെ ശൃംഗാരം ചെയ്തിട്ടുണ്ട്. ഇന്നും വൃന്ദാവനത്തിൽ പോയ ശൃംഗാരവടം അവിടെയൊക്കെ നമ്മളെ കൊണ്ട് കാണിച്ചു തരും. അവിടെ ഇരുത്തിയിട്ടാണ് ആ ഗോപിക്ക് വേണ്ടി ഭഗവാൻ പൂ പൊട്ടിച്ചു. പൂ പൊട്ടിക്കുമ്പോഴോ ഉയർന്ന കൊമ്പിലെ പൂ കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഇങ്ങനെ വിരലിലും ഉയർന്ന് നിന്നു അത്രേ. അപ്പോൾ അവിടെ വിരലിൻ്റെ മാത്രം പാദം അത് കാണുക. ഇവിടെ ഇങ്ങനെ എത്തി നിന്നിട്ട് പൊടിച്ചിട്ടുണ്ട്. അവർ കാണുക, അതൊക്കെ മനസ്സിൽ ഭാവനയിൽ കാണുക. എന്നിട്ടോ മാലയൊക്കെ പുഷ്പങ്ങളൊക്കെ പ്രിയതമയ്ക്ക് ചൂടി കൊടുത്തിട്ടുണ്ട്, പഴയ മാലകളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അവള് ഭാഗ്യവതി അണയോ ആരാധിതോ നൂനം. തീർച്ചയായിട്ടും അവൾ എത്ര വലിയ ഭാഗ്യം ചെയ്തു, എത്ര വലിയ പുണ്യം ചെയ്തവളാ, ഈശ്വരനെ ആരാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഭാഗ്യം കിട്ടില്ല. ആ ആരാധിതോ എന്നുള്ള വാക്കിൽ രാധാദേവിയാണ് കൊണ്ടുപോയെന്നാണ് ഭക്തന്മാർ പറയാം. ആ രാധാദേവിയുടെ പദം ഭാഗവത്തിൽ കാണില്ല. എന്താ കാരണം? ശിശുബ്രഹ്മർഷി സമാധി പോവും. പഴയതിന് 7-ാം ദിവസം മോക്ഷം കൊടുക്കണം വേണ്ടേ? അതുകൊണ്ട് മനഃപൂർവ്വം പറയാണ്ടിരുന്നു. എന്തായാലും ആ രാധാറാണിയായിരുന്നു. ആ ഭാഗ്യവതി ആരാന്ന് വിചാരിച്ച് അവർ പോണ സമയത്താണ് ആ രാധാറാണിതാ ബോധം കെട്ടതാ വീണ് കിടക്കണു. കഷ്ടം. എനിക്കും കുറേ നേരം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, കൃഷ്ണ ഗോവിന്ദ ഭഗവാനെ അവിടുത്തെ ദർശനം തന്ന് അനുഗ്രഹിക്കൂ ഭഗവാനെ. നാഥരമണ പ്രഷ്ഠ ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധം. നാഥ, രമണ, എല്ലാവരെയും രമിപ്പിക്കുന്നവനെ, മഹാബാഹോ, പ്രിയതമ,
എന്നെ ഉപേക്ഷിച്ച് അവിടുന്ന് എവിടുന്ന് പോയി, അവിടുത്തെ ദാസിയും കൃപണയുമായി ഇവൾക്ക് ദർശനം തരണമേ എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ കിടക്കുന്ന രാധാറാണിയെ കണ്ടു. എല്ലാവരും അവർ തുല്യ ദുഃഖിതരായി. ദേവി പറഞ്ഞു, നിങ്ങളൊക്കെ അഹങ്കാരം വന്ന സമയത്ത് അഹങ്കാരം വരാതിരുന്ന ഈ രാധാറാണിയെ കൂട്ടിയിട്ട് പോയി ഭഗവാൻ. കുറെ കഴിഞ്ഞപ്പോഴോ ആ ദേവിക്ക് തോന്നിയത്രേ, ഇവരൊക്കെ ഉപേക്ഷിച്ച് കൃഷ്ണൻ എന്നല്ലേ 100,000 ഗോപിമാരെ, 110 കോടി ഗോപിമാരെന്നൊക്കെ പറയുന്നുണ്ട്, അത്രയും ഗോപിമാരുണ്ടായിട്ട് അവരൊക്കെ ഉപേക്ഷിച്ച് കൃഷ്ണൻ എന്നെ മാത്രമല്ലേ കൊണ്ടുവന്നത്, കൃഷ്ണൻ എന്നോടാണ് സ്നേഹം കൂടുതൽ എന്ന്. അതുകൊണ്ട് കൃഷ്ണനോട് പറയുക, കൃഷ്ണ എനിക്ക് വയ്യ നടക്കാൻ കേട്ടോ, കൃഷ്ണൻ എവിടേക്കാണ് കൊണ്ടുപോകേണ്ടത് വെച്ചാൽ എന്നെ എടുത്തോളൂ. കൃഷ്ണൻ പറഞ്ഞു, എടുക്കാലോ. തോള് താന്തി കൊടുത്തു, കാലുയർത്തി, കൃഷ്ണനെ കാണാണ്ടായി ആ നിമിഷം. മനസ്സിലായോ? ആ ദേവിക്ക് അഭിമാനം വന്നുകൊണ്ട് അല്പമെങ്കിലും ഞാനെന്ന ഭാവം ഉള്ളിൽ വന്നാൽ ഭഗവാൻ മറഞ്ഞു നിൽക്കും. എവിടെയാ ഭഗവാൻ? പുറത്തെവിടെയും പോയില്ല, അവിടെ തന്നെ ഉണ്ടേ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ ഉള്ളത്. അഹങ്കാരം കൊണ്ട് നമുക്ക് കാണാൻ പറ്റാതിരിക്കുകയാണ്, അറിയാൻ പറ്റാണ്ടിരിക്കുകയാണ്, അനുഭവിക്കാൻ പറ്റാണ്ടിരിക്കുക. ഈ സൂക്ഷ്മതത്വം കാണിക്കുക അവിടെ അല്ലേ. അത് കഴിഞ്ഞ് കൃഷ്ണൻ പറഞ്ഞോടും എല്ലാവരും തുല്യദുഃഖരായി. ഇരുട്ട് വ്യാപിക്കണവരെ അവിടെയൊക്കെ അന്വേഷിച്ചു. അവസാനം അവർക്ക് മനസ്സിലായി, നമ്മുടെ അന്വേഷണം കൊണ്ട് കിട്ടണ വസ്തു അല്ല ഭഗവാൻ, പിന്നെയോ അവിടുത്തെ കൃപയാണ് അവിടുത്തെ ദർശനത്തിന് ഏകമായ മാർഗം. നമ്മൾ അന്വേഷിക്കുക ഇന്ദ്രിയം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അല്ലേ. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് പ്രവർത്തിക്കാനുള്ള കഴിവ് കൊടുക്കുന്ന അന്തര്യാമിയാണ് അവിടുന്ന്. ആ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമല്ലല്ലോ അവിടുന്ന്. അതുകൊണ്ട് അവരെല്ലാവരും എവിടെ വെച്ചാണോ കൃഷ്ണൻ നഷ്ടപ്പെട്ടത് അവിടെ വന്നിരുന്നു. അതാ രസം. കൃഷ്ണൻ എവിടെ വെച്ച് മറിഞ്ഞോ അവിടെ വന്നിരുന്ന് ശില പോലും അലിയുമാറ് പൊട്ടിക്കരഞ്ഞു കൃഷ്ണന് വേണ്ടിയിട്ട്. അതാണ് പ്രസിദ്ധമായ ഗോപികാഗീതം. ഭഗവാനെ എല്ലാം ഉപേക്ഷിച്ച് കാശിന് വേണ്ടിയല്ല അതല്ലേ, വെറുതെ അവിടുത്തെ ആശ്രയിച്ചവരല്ലേ ഞങ്ങളെ എങ്ങനെ ഇവിടെ ഉപേക്ഷിച്ചു പോകാൻ, ഈ പെരുങ്കാട്ടിൽ ഉപേക്ഷിച്ചു പോകാൻ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വരും ഭഗവാനെ? അവർ പറയാണ്, ഭഗവാനെ ഞങ്ങളെ ഇങ്ങനെ വിരഹ അഗ്നിയിൽ വേവിച്ചു കൊല്ലണോ? ഞങ്ങൾ മരിക്കാൻ എത്ര അവസരം ഉണ്ടായിരുന്നു അല്ലേ. ഇന്ദ്രൻ്റെ ആ പേമാരി അന്ന് ഞങ്ങളൊക്കെ മരിച്ചു പോയേനെ ഇല്ലേ. കാളിയൻ്റെ ആ വിഷം കൊണ്ട് ആ കുട്ടികളൊക്കെ മരിച്ചപ്പോൾ അവരുടെ വിയോഗത്തിൽ ഞങ്ങളൊക്കെ മരിച്ചു പോയേനില്ലേ. ഇങ്ങനെ എന്തെല്ലാം ആപത്തുകൾ ഗോകുലത്തിലുണ്ടായി. അപ്പോഴൊക്കെ ഓടി ഓടി വന്ന് കാത്തു രക്ഷിച്ച കൃഷ്ണ, ഇന്ന് അവിടുത്തെ കാരുണ്യം എന്തിവിടെ പോയി? അന്നൊന്നും രക്ഷിക്കാണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ സഹജമായി മരിച്ചേനേലോ. ഞങ്ങളെ എന്തിനാണ് ഈ വിരഹാഗ്നിയിലിട്ട് വേവിച്ചുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ? അവർക്ക് മനസ്സിലായി, അവരുടെ ഉള്ളിൽ അഹങ്കാരം വന്നതാണ് അവരെ ഭഗവാൻ ഉപേക്ഷിക്കാൻ കാരണം. ഭഗവാനെ ഞങ്ങളുടെ അഹങ്കാരം തീരാൻ അവിടുത്തെ ഒരു പുഞ്ചിരി പോരെ, ഒരു സങ്കല്പം പോരെ, ഇങ്ങനെ മറന്നു നിന്ന് വിരഹത്തീ തീറ്റേണ്ട ആവശ്യമില്ലല്ലോ ഭഗവാനെ. പിന്നെ പറയാണ്, ഭഗവാനെ ആരാണ് ഈ ഗോപിമാരുടെ കൃഷ്ണപ്രേമം കൊണ്ട് അവരുടെ മനസ്സ് ശുദ്ധമായപ്പോഴോ അവർക്ക് മനസ്സിലായി ഈ കൃഷ്ണൻ ആരാണ്. സാധാരണ ഒരു ഗോപന്റെ മകനല്ല, പിന്നെ ആരാണ്? നഖലു ഗോപികാ കൃഷ്ണാനന്ദനോ ഭവാൻ അഖിലദേഹിനാം കൃഷ്ണ അന്തരാത്മദൃ വിഘനസാർത്ഥിതോ കൃഷ്ണ വിശ്വഗുപ്തയേ സഖ ഉദയവാൻ കൃഷ്ണ സത്വതാം കുലേ. ഭഗവാനെ അവിടുന്ന് കേവലം യശോദയുടെയും നന്ദഗോപരുടെയും പുത്രനാണെന്ന് ഞങ്ങൾ വിചാരിക്കണില്ല. പിന്നെ ആരാണ്? അങ്ങ് അഖിലദേഹിനാം അന്തരാത്മാ, സകല ചരാചരങ്ങളുടെ ഉള്ളിലും ദൃക്സ്വരൂപനായി, സാക്ഷിയായി, അന്തരാത്മാവായി എല്ലാം കണ്ടുകൊണ്ടിരിക്കണവനല്ലേ. അവിടെ നിന്ന് അറിയണില്ലേ ഞങ്ങളുടെ ഹൃദയവേദന എത്രയുണ്ടെന്ന്? ദൃക്കായും എല്ലാം സാക്ഷി അവിടെ നിന്ന് അറിയാണ്ടിരിക്കില്ല. ഭഗവാനെ എന്തിനാ അവിടുന്ന് അവതരിച്ചത്? ഭക്താനുഗ്രഹത്തിന് വേണ്ടി ബ്രഹ്മാവി ദേവന്മാർ പ്രാർത്ഥിച്ചിട്ട് അവതരിച്ച അവിടുന്ന് അവിടുത്തെ എല്ലാം വിട്ടാശ്രയിച്ച ഭക്തരായ ഞങ്ങളെ മാത്രം ഇങ്ങനെ ഉപേക്ഷിച്ച് സങ്കടപ്പെടുത്തി ഇങ്ങനെ വിരഹ അഗ്നിയിൽ വേവിക്കണത് അവിടത്തേക്ക് യോഗ്യമോ? അതുകൊണ്ട് അവിടുത്തെ ദർശനം തന്നെ അനുഗ്രഹിക്കൂ ഭഗവാനെ. പ്രണതദേഹിനാം കൃഷ്ണ പാപകർശനം തൃണചരാനുഗം കൃഷ്ണ ശ്രീനികേതനം ഭണിഭണാർപ്പിതം കൃഷ്ണ തേ പദാംബുജം കൃണുകുജേഷു ന കൃഷ്ണ കൃന്തി കൃച്ഛയം. ഭഗവാനെ അവിടുത്തെ കാരുണ്യം വാത്സല്യം പ്രകാശിപ്പിച്ചുകൊണ്ട് കാട്ടിലെ ഈ പശുക്കുട്ടികളുടെ പുറകിലെ ഓടി നടന്നതല്ലേ. ദുഷ്ടനായ കാളിയൻ്റെ ശിരസിൽ വച്ച് അവനെ പോലും അനുഗ്രഹിച്ചതല്ലേ ഭഗവാനെ. ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമല്ലേ അവിടുത്തെ പാതാരബിന്ദങ്ങൾ. ശരണാഗതരുടെ പാപശാന്തി വരുത്തി അവരെ പരിശുദ്ധമാക്കുന്നതല്ലേ അവിടുത്തെ പാതാരബിന്ദങ്ങൾ. മഹാലക്ഷ്മി പോലും മാറിൽ സ്ഥാനം കൊടുത്തിട്ടും അതുകൊണ്ട് തൃപ്തരാവാതെ ഭക്തന്മാർ സദാ വന്ന് വീഴുന്ന ആ പാതാരബിന്ദങ്ങളെ സദാ തുളസിയോടുകൂടി സേവിച്ചുകൊണ്ടിരിക്കണമല്ലേ ഭഗവാനെ. അങ്ങനെയുള്ളതായ അവിടുത്തെ ആ പാതാരബിന്ദങ്ങളെ ഞങ്ങളുടെ മാറിൽ നിന്ന് വെച്ചാൽ ഞങ്ങളുടെ മദന വിഹാരം നടക്കില്ലേ? ഞങ്ങളുടെ ആ ഹൃദയത്തിലെ ചൂടിനെയും വേദനയും ഇല്ലാണ്ടാക്കാൻ പറ്റില്ലേ ഭഗവാനെ? അവിടുന്ന് വിരഹാഗ്നിയിൽ ഞങ്ങളെ വേവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ പാതാരബിന്ദങ്ങളൊന്നും ഞങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭഗവാനെ. പറയാ തവ കഥാമൃതം കൃഷ്ണ
തപ്തജീവനം കവിഭിരീഡിതം കൃഷ്ണ കൽമഷാപഹം ശ്രവണമംഗളം കൃഷ്ണ ശ്രീമദാദദം ഭുവി ഗൃണന്തി തേ കൃഷ്ണ ഭൂരിതാജന. ഭഗവാനെ, അവിടുത്തെ തിരുനാമങ്ങൾ, അവിടുത്തെ ലീലകൾ, അവിടുത്തെ കഥകൾ മഹാത്മാക്കൾ നിരന്തരം പാടിക്കൊണ്ടിരിക്കണം. അമൃതാണത്. അത് കഴിക്കുന്നവർക്ക് പിന്നെ ജനനമരണങ്ങളില്ല അല്ലേ? മാത്രല്ല ലീലാമൃതം, കഥാമൃതം ബ്രഹ്മാദി ദേവകൾ പോലും ആരാധിക്കുന്നതും സേവിക്കുന്നതുമാണ്. എന്നാൽ ദേവലോകത്തെ അമൃതം അവർ തിരിഞ്ഞു നോക്കണില്ല അല്ലേ? ഭക്തന്മാർക്ക് ദേവലോകം സ്വർഗ്ഗലോകം അവിടുത്തെ അമൃതം വേണ്ട. അതിനേക്കാൾ വലുത് അവിടുത്തെ കഥാമൃതമാണ് അല്ലേ? തപ്ത ജീവനം, സംസാര ദുഃഖം കൊണ്ട് തപിക്കുന്നതായ ജീവന്മാർക്ക് എന്താണ് ജീവനം? അവിടുത്തെ ആ കഥ കേട്ടാൽ മതി അല്ലേ? മാത്രമല്ല സകല പാപങ്ങളെ നശിപ്പിക്കുന്നതാണ്. കവികൾ പാടിക്കൊണ്ടിരിക്കുന്നതാണ്. കേൾക്കുന്ന മാത്രയിൽ മനുഷ്യരിലെ മനസ്സിൻ്റെ മനസ്സിലെ എല്ലാ കൽമഷങ്ങളെയും പാപത്തെയും ഇല്ലാണ്ടാക്കി തീർക്കുന്നതാണ്. കേൾക്കുന്നവർക്ക് എല്ലാവിധ ഐശ്വര്യത്തെയും മംഗളത്തെയും പ്രദാനം ചെയ്യുന്നതാണ്. മഹാലക്ഷ്മി പോലും സദാ സേവിക്കുന്നതാണ്. അത് ചെയ്യുന്നവർക്ക് അനേകം ഐശ്വര്യങ്ങൾ കൊടുക്കുന്നതാണ്. അനേകം ദാനം ചെയ്ത പുണ്യം അവിടുത്തെ കഥ പറയൂ കേൾക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവണു. അങ്ങനെയുള്ള ഈ കഥാമൃതത്തിന് തന്നെ എത്രയും മഹിമയുണ്ടെങ്കിൽ അവിടത്തേക്ക് എത്ര മഹിമയുണ്ട്. അവിടുത്തെ എല്ലാം വിട്ട് ആശ്രയിച്ചതായ ഞങ്ങളെ ഇങ്ങനെ വിരഹത്തീയിലിട്ട് ചുടുന്നത് അവിടത്തേക്ക് യോഗ്യമോ ഭഗവാനെ? അവിടുത്തെ മനോഹരമായ വാക്കുകളെ കൊണ്ടും നോട്ടം കൊണ്ടും ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോയി. അവിടുത്തെ കാണാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് വയ്യ ഇരിക്കാൻ. അവിടുന്ന് പശുവിനെ കൊണ്ട് പോകുന്ന സമയത്ത് കാണാതിരിക്കുന്ന ഓരോ നിമിഷം ത്രുടി യുഗായതേ കൃഷ്ണ ത്വാം അപശ്യതാം. ഒരു ഞൊടിയിടെയാണ് ത്രുടി. ഒരു ഞൊടിയിട അവിടുത്തെ കാണാത്ത സമയം ഒരു യുഗം പോലെയാണ് ഞങ്ങൾ അവിടുത്തെ സ്മരണ കൊണ്ട് കഴിച്ചു കൂട്ടിയിരുന്നത്. മനസ്സിലായോ? വൈകുന്നേരം അവിടുന്ന് വേർത്ത് കുളിച്ച് പൊടിപടലങ്ങൾ കഴിച്ച് തലമുടിയൊക്കെ ചെതറി ആ പശുക്കളെയും കൊണ്ട് വരുമ്പോഴേക്കും ഞങ്ങൾ കാത്തിരിക്കും. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് അവിടത്തെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ, നിർനിമേഷ ദൃഷ്ടിയോട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കണ്ണിൻ്റെ ഇമകൾ അടയുമ്പോൾ ഈ കണ്ണിൻ ഉന്മേഷങ്ങൾ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ ശപിക്കുമായിരുന്നു. ബുദ്ധിയില്ലാത്തവനെ മൂടനാണെന്നർത്ഥം. എന്താ കാരണം? കൃഷ്ണദർശനത്തിന് മുറിവുണ്ടാവണമല്ലോ, അത്ര പോലും ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുണ്ടായില്ല. അതാണ് ഞങ്ങളുടെ സ്ഥിതി ഭഗവാനെ. അതുകൊണ്ട് എത്രയും വേഗം ഭഗവാൻ ഞങ്ങൾക്ക് ദർശനം തന്നെ അനുഗ്രഹിക്കൂ. അവസാനം പറയാണ്, എല്ലാവരെയും ഉപേക്ഷിച്ച് വന്നതായ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഏക ആശ്രയം. ഇത്രയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഭഗവാനോട് പറയണു, ഭഗവാനെ ഞങ്ങൾക്കിപ്പോൾ വിഷമം എന്താ അറിയുമോ? അവിടുത്തെ കഥ ആലോചിക്കുമ്പോഴാണ്. ഞങ്ങളുടെ അഹങ്കാരത്തെ തീർക്കാൻ വേണ്ടി അവിടുന്ന് എവിടെയോ ഈ കാട്ടിൽ എവിടെയോ മാറി സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ലക്ഷ്മി ഭഗവതി പോലും താമരപ്പൂവിനേക്കാളും മൃദുലമായ കൈകൊണ്ട് അവിടുത്തെ പാറത്ത് തലോടുമ്പോൾ വേനെടുക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള മൃദുപാദങ്ങൾ ഈ കൂർത്തുമൂർത്ത കല്ലിലും മുള്ളിലും കൊണ്ടിട്ട് അവിടത്തേക്ക് വേദന എടുക്കുന്നത് ഓർക്കുന്ന സമയത്ത് തേനാടവീമടസിതവ്യധരേന കിംസിത് കൂർപ്പാതിർഭ്രമതിധേർ ഭവതായുഷാംന. ഞങ്ങളുടെ ഹൃദയം തകർന്നു പോകണു ഭഗവാനെ. അത് ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ. ആ സങ്കടം ഞങ്ങൾ കാരണം അവിടത്തേക്ക് ദുഃഖം വരുന്നില്ലേ, കട്ടം വരുന്നില്ലേ, അത് ഞങ്ങൾക്ക് ആലോചിക്കാൻ വയ്യ. ഇതാണ് പ്രേമത്തിൻ്റെ ഉത്തമാവസ്ഥ. എന്ത്? തൽസുഖസുഖിത്വം എന്നതിന് പേര്. ഇപ്പം നമ്മൾ ഒരാളെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടി, ഭാര്യ ഭർത്താവ് അങ്ങോട്ട് തിരിച്ചും അല്ലേ? അല്ലാണ്ട് ഭർത്താവിൻ്റെ സുഖത്തിന് വേണ്ടി ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ചാലേ യഥാർത്ഥ സ്നേഹമാവുള്ളൂ. ഭാര്യയുടെ സന്തോഷത്തിന് വേണ്ടി ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചാലേ അത് യഥാർത്ഥ സ്നേഹമാവുന്നുള്ളൂ. മനസ്സിലായോ? അവിടെ പ്രതീക്ഷകളില്ല. തൽസുഖസുഖിത്വം. തൻ്റെ പ്രേമഭാജനത്തിൻ്റെ സുഖം തൻ്റേത്, തൻ്റെ പ്രേമഭാജനത്തിൻ്റെ ദുഃഖം തൻ്റേത്. ഇതാണത്രേ പ്രേമത്തിൻ്റെ ഉന്നത ഭാവം. അതെവിടെയാ? ടോട്ടൽ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ ബിലവഡ്. പ്രേമത്തിൻ്റെ അളവ് എങ്ങനെയാ? പൂർണ്ണത എവിടെയാ? ആ പ്രേമഭാജനവും താനും ഉള്ള ഹൃദയ ഐക്യം. ലൗകികത്തിൽ പോലും അങ്ങനെയാണ്. അതുപോലെയാണ് ഭഗവാനോടുള്ള പ്രേമാണ് ഭക്തി. അതിൻ്റെ പൂർണ്ണത എവിടെയാ? ടോട്ടൽ ഐഡൻറ്റിഫിക്കേഷൻ. നമ്മൾ ഓരോരുത്തരും ആരാണ്? പ്രിയതമയും ഭഗവാൻ പ്രിയതമനും. ഭഗവാനാണ് നമ്മുടെ പ്രിയതമൻ. ഈ ശരീരം പഞ്ചഭൂതങ്ങളെ ഉണ്ടായിരുന്ന പ്രകൃതിയാണ്. പ്രകൃതി ഇകാരാന്തം ശ്രീലിംഗാണ് സംസ്കൃതത്തിൽ അല്ലേ? അപ്പോൾ വാസ്തവത്തിൽ ഈ ശരീരത്തെ ഞാനെന്ന് അഭിമാനിക്കുന്ന ആണും പെണ്ണും ഒക്കെ ആരാണ്? പെണ്ണുങ്ങളാ, സ്ത്രീകളാ. ശരിയല്ലേ? ഒരു ഞാൻ കൂടി പറയാം. വൃന്ദാവനത്തിൽ ഗോസ്വാമി എന്ന് പറഞ്ഞിട്ടൊരു ഗോസ്വാമി ഉണ്ടായിരുന്നു, ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യൻ. അപ്പോൾ മീരാഭായിയുടെ കാലാണ്. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ശിഷ്യനാണല്ലോ, അദ്ദേഹവുമായിട്ട് സത്സംഗം ഒന്ന് കാണണമെന്ന് മീരാഭായിക്കൊരാഗ്രഹം. ഒരു ദൂതൻ്റെ അടുത്തൊരു ചിട്ടു കൊടുത്തയച്ചു. അപ്പോൾ അദ്ദേഹം ഒരു ചിട്ടു കൊടുത്ത് തിരിച്ചു കൊടുത്തയച്ചു, ഞാൻ സ്ത്രീകളെ കാണില്ല എന്ന്. അപ്പോൾ മീരാഭായി തിരിച്ചൊരു എഴുതു കൊടുത്തയച്ചു. എന്ത്? ഈ വൃന്ദാവനത്തിൽ ഭഗവാൻ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ അല്ലാണ്ട് അന്യപുരുഷനുണ്ടോ എനിക്ക് കണ്ടേ പറ്റുള്ളൂ എന്ന്. ഇത് കിട്ടിയ ഉടനെ അദ്ദേഹം കാര്യം മനസ്സിലായി. ഉടനെ വരാൻ പറഞ്ഞു, ദർശനം കൊടുത്തു. വാട്ട് ഡസ് ഇറ്റ് മീൻസ്? ഇതിൻ്റെ അർത്ഥം നമ്മളൊക്കെ ഈ ശരീരം ദേഹം ഞാനെന്ന് അഭിമാനിക്കുമ്പോൾ ഈ ദേഹം പ്രകൃതിയിൽ നിന്നുണ്ടായ പഞ്ചഭൂത സംഘാതമാണ്. നമ്മളൊക്കെ മീശ വെച്ചവരും പാൻറ് ഇട്ടവരും, പാൻറ് പെണ്ണുങ്ങളോടുണ്ട്
അതുകൊണ്ട് അങ്ങനെ പറയാൻ വയ്യ. മീശൻ താടിയുള്ളവരും ആരാണ്? ലിംഗം കൊണ്ട് ആണും പെണ്ണുമായിട്ട് കാര്യമില്ല, എല്ലാവരും സ്ത്രീകളാ. പുരുഷനാരാ? പുരുഷയനാത് പുരുഷ, പൂർണ്ണത്വാത് പുരുഷ എന്നൊക്കെയാണ് പുരുഷൻ എന്ന വാക്കിനർത്ഥം. പരിപൂർണനായ പരമാത്മ ഭഗവാൻ തന്നെ ഈ നവദ്വാരപുരത്തില്, ഈ ശരീരത്തിൽ വസിക്കുന്നു. ആ പരമപുരുഷൻ മകൻ മാത്രമാണ് പുരുഷനേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ ആ പുരുഷനോടല്ലേ നമ്മളൊക്കെ ചേരേണ്ടത്? ഈ ഭർത്താക്കന്മാരോട് മാത്രം ചേരേണ്ടത്. നമുക്ക് ജന്മസാഫല്യമില്ല, തൽക്കാല സുഖമേ ഉള്ളൂ അല്ലേ? പക്ഷെ പരമസുഖം എവിടെ നിന്ന് കിട്ടും? അത് കൃഷ്ണനോട് ചേരുമ്പോൾ. ഇത് കേട്ടപ്പോൾ അവരുടെ അഹങ്കാരം പൂർണ്ണമായി ലയിച്ചു പോയി, അവരെ തന്നെ വിസ്മരിച്ചു പോയി. ഇങ്ങനെ ശില പോലും അലിയുമാറ് കരഞ്ഞപ്പോൾ ഭഗവാൻ പിന്നെ താങ്ങി കാത്തു നിൽക്കാൻ പറ്റിയില്ല, മാറി നിൽക്കാൻ പറ്റിയില്ല. ഒട്ടനെ മന്മഥനായിട്ട് വന്നു. അതാ പറയണത്. നോക്കണം, ഭഗവാൻ കൃഷ്ണനെയും കൂടി ജയിച്ചാൽ എൻ്റെ കാമൻ്റെ കൊടി 3 ലോകത്തും പറത്താം. മറ്റെല്ലാവരും ജയിച്ചു, കൃഷ്ണനെയും കൂടി ജയിക്കാൻ വന്നു. എന്തായി? കാമദേവൻ അവിടെ വന്ന സമയത്ത് ശ്രീകൃഷ്ണന്റെ ആ ലോകോത്തര സൗന്ദര്യ രൂപം കണ്ടപ്പോ മദനൻ, മനസ്സിനെ മതിക്കുന്നവനാണ് മദൻ, അവൻ തലകറങ്ങി മോഹിച്ചു വീണുത്രേ, മോഹാലസ്യപ്പെട്ടു വീണുത്രേ. മോഹം തീർന്ന് എണീറ്റപ്പോഴോ ബ്രഹ്മാവിനെ ശപിച്ചു. ബ്രഹ്മാവ്, നീ എന്തിനാ എനിക്ക് ഈ പുരുഷ ശരീരം തന്നത്? എന്നെ ഒരു ഗോപിയാക്കായിരുന്നില്ലേ എന്ന്. മനസ്സിലായോ? മന്മഥന്റെ മനസ്സിനെ പോലും, മന്മഥൻ നമ്മുടെ മനസ്സിനെ മതിക്കുന്ന കാമമാണ്, അതിനെ മതിക്കും. കാമത്തെ എന്താ പറയാ, അരച്ച് കലക്കി കടലിൽ കളയും. മനസ്സിലായോ? ഇതാണ് രാസപഞ്ചാധ്യായി എന്ന് പറയുന്നത്. ആ കാമത്തെ ജയിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ രാസപഞ്ചാധ്യായി 1-5 ദശകം നാരായണത്തിലുണ്ട്, അല്ലെങ്കിൽ ഭാഗവതത്തിലുണ്ട്. ഇത് വായിച്ചാൽ മതി. മനസ്സിലായോ? ഇതാണ്. അങ്ങനെ ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഗോപിമാർക്ക് സന്തോഷമായി. പിന്നെ അവർ പരഭാവങ്ങൾ നരിച്ചു. എന്നിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു. അതാ രസം. ഭഗവാനെ, ഇങ്ങോട്ട് സ്നേഹിക്കണവരെ അങ്ങോട്ട് സ്നേഹിക്കും ചിലര്, ഇങ്ങോട്ട് സ്നേഹിക്കാത്തവരെ അങ്ങോട്ട് സ്നേഹിക്കും ചില ആൾക്കാർ. ഇങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിലും അങ്ങോട്ട് ഒന്നും കണക്കാക്കില്ല ചിലര്. ഇതിലേതാ ശ്രേഷ്ഠം? അപ്പോൾ ഭഗവാൻ മനസ്സിലായി എന്നെ വെക്കണത് അവരെന്ന്, എനിക്കിട്ട് വച്ചതാന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ദേവിമാരെ, ഇങ്ങോട്ട് സ്നേഹിക്കണവരെ അങ്ങോട്ട് സ്നേഹിക്കണതിൽ സ്വാർത്ഥമേ ഉള്ളൂ, ധർമ്മവും സൗഹൃദവും ഇല്ല. മനസ്സിലായോ? കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് കച്ചവട സ്നേഹ ലൗകികത്തിലുള്ളത്. എന്നാൽ ഇങ്ങോട്ട് സ്നേഹിച്ചാലും ഇല്ലെങ്കിൽ അങ്ങോട്ട് സ്നേഹിക്കും. അത് ഗുരുജനങ്ങൾ, മഹാത്മാക്കൾ, അതുപോലെ മച്ചനമ്മമാർ, അവിടെ ധർമ്മവും സൗഹൃദം ഉണ്ട്. ഇനി ഇങ്ങോട്ട് സ്നേഹിക്കാത്ത ആൾക്കാർ പലതരത്തിലാണ്. അവർ ആത്മാരാമന്മാർ, അപ്തകാമന്മാർ, അകൃതജ്ഞന്മാർ, നന്ദിയില്ലാത്തവർ, ഗുരുദ്രോഹികൾ. ഇങ്ങനെ 4 തിരിക്കാം. ആത്മാരാമന്മാരെന്താ ആരെയും ഭരിക്കാത്തത്? അവർക്ക് ആത്മാവല്ലാതെ വേറൊന്നും, താനല്ലാതെ വേറൊന്നുമില്ല. ആത്മാവിൽ തന്നെ ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് അന്യമായി രണ്ടാമതൊന്നും കാണാനില്ല, അഭേദദർശികളാണ്. അതുകൊണ്ടോ അവർ സേവിക്കുന്നവൻ സേവിക്കപ്പെടുന്നത് വേദമില്ലാത്തതുകൊണ്ടോ ആരെയും സേവിക്കുന്നില്ല. പിന്നെയോ താൻ തന്നെ സേവിക്കാറില്ലോ. ഇതുപോലെ അത്രയും നിലയെത്താത്തവരാണ് ആപ്തകാമന്മാർ. അവർക്ക് ലോകവ്യവഹാരമുണ്ട്, ലോകദർശനമുണ്ട്, പക്ഷേ അവർക്കും വിഷയങ്ങളോട് സംബന്ധമില്ലാത്തതുകൊണ്ട് ശത്രുമിത്ര ഭേദഭാവമില്ല. അതുകൊണ്ട് അവരാരെയും ഭരിക്കില്ല. അകൃതജ്ഞന്മാരാരാ? ഇങ്ങോട്ട് മറ്റുള്ളവർ ചെയ്യുന്ന സ്നേഹത്തെയും ഉപകാരത്തെയും തിരിച്ചറിയാൻ കഴിവില്ലാത്ത മൂഢന്മാരായ ആൾക്കാരാണ്. അവർ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യണം, അത് ആ സാമാന്യധർമ്മം പോലും അറിഞ്ഞുകൂടാത്തവരാ. അവരും ആരെയും സ്നേഹിക്കില്ല. പിന്നെ ഗുരുദ്രോഹികളാരാം? ഗുരുദ്രോഹി എന്നുള്ള എന്താ പ്രമാണം? ഉപകർത്താ ഗുരുസ്മൃത എന്നാണ്. നമുക്ക് ഉപകാരം ചെയ്യുന്നവരാണത്രേ ഗുരുക്കന്മാർ. ഈ ശാസ്ത്രത്തെ നിന്ദിക്കുന്നവരാ. ഇവർ പ്രത്യുപകാരം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഉപകാരവും സഹായവും ചെയ്തവരെ ദ്രോഹിക്കാൻ പോലും മടിക്കില്ല അവസരം കിട്ടുമ്പോൾ. മനസ്സിലായോ? ഈ 4 കൂട്ടരിൽ പെട്ടതല്ല ഞാൻ സർവഭൂതങ്ങളുടെയും സുഹൃത്താണ്, എന്നെ സർവ്വതന്തര്യാമിയാണ് ഞാൻ, എനിക്ക് ഭേദഭാവനയില്ല. ഞാൻ ചിലപ്പോൾ എന്നെ ഭരിക്കുന്നവരെ ഭരിക്കാതിരിക്കാറുണ്ട്. നിങ്ങളിൽ നിന്ന് ഞാൻ എന്തിനാണ് വിട്ടുപോയെന്നറിയാമോ? നിങ്ങൾക്ക് എന്നോടുള്ള അല്പമായ പ്രേമത്തെ ഊട്ടി ഉറപ്പിച്ച് പരിപൂർണമാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു നിമിഷം അഹങ്കാരം കൊണ്ട് എന്നെ മറന്നില്ലേ? അതെനിക്ക് സഹിക്കാനായില്ല. മനസ്സിലായോ? അപ്പം പ്രേമം മുറിവ് വന്നില്ലേ? അഹങ്കാരം വന്നപ്പോൾ ഭഗവാന്റെ സ്മരണ പോയില്ലോ. ആ പ്രേമം പൂർണ്ണമാവാത്തോണ്ടല്ലേ? അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളിൽ നിന്ന് മറന്നു നിന്നത്. വാസ്തവത്തിൽ ഞാൻ പിരിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ ശൂന്യമായി തോന്നിയില്ലേ? സദാ ഭഗവാന്റെ സ്മരണയല്ലേ നിങ്ങൾ വരുന്നത്? ഒരു നിമിഷം പോലും എന്നെ മറക്കാൻ വയ്യാത്ത നിലയിൽ എത്തി. നിങ്ങളുടെ അഭിമാനത്തെ കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്രകാരം ചെയ്തത്. എങ്ങനെ? നിർധനന് ദരിദ്രന് ഒരു നിധി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എപ്പോഴും അതിനെക്കുറിച്ച് വിചാരം ഉണ്ടാവൂലേ? ആ നിധി കള്ളം കട്ടുകൊണ്ടുപോയാലോ? എപ്പോഴും അതിനേക്കാളും ഉണ്ടാകുന്നപ്പോഴേക്കാളും വിചാരമൂലേ അത് പോയി കഴിയുമ്പോഴുള്ള വിചാരം? ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയ നിധിയാണ് ഞാൻ, അല്ലേ? ഞാൻ മറന്നു നിന്നപ്പോൾ നിങ്ങളത് അനുഭവിച്ചതല്ലേ? നിങ്ങളെ എല്ലാ ബന്ധുക്കളെയും വിട്ട് എന്നെ ആശ്രയിച്ച നിങ്ങളുടെ ശുദ്ധ പ്രേമത്തിന് പ്രത്യുപകാരം ചെയ്യാൻ ദേവന്മാരുടെ ശരീരം കിട്ടിയാൽ പോലും എനിക്ക് സാധിക്കില്ല എന്നാണ്. ദേവന്മാരുടെ ആയുസ് ഉണ്ടായാൽ പോലും സാധിക്കില്ല. നിങ്ങളുടെ ആ പ്രേമം തന്നെ അതിന് പ്രതിഫലമായി തീരട്ടെ എന്ന് പറഞ്ഞ് ഭഗവാൻ അതിമനോഹരമായ രാസലീല ചെയ്തു. എങ്ങനെ? നക്ഷത്രങ്ങളുടെ നടുക്ക് ചന്ദ്രൻ എന്ന പോലെ
ഈ 100,000 ഗോപിമാരുടെ നടുക്കിൽ കൃഷ്ണൻ. ആകാശത്തിലാണ്, ലോക്കലല്ല വാദ്യക്കാര്. ഗന്ധർവന്മാർ, സിദ്ധന്മാർ, ചാരണന്മാരൊക്കെയാണ്, അവരൊക്കെയാണ് പാട്ട് പാടുന്നത് അല്ലേ. അതിനനുസരിച്ചുകൊണ്ട് നൃത്തം ആരംഭിച്ചു. നൃത്തം കുറെ കഴിഞ്ഞപ്പോൾ എന്തായി, 2 ഗോപിക്ക് ഒരു കൃഷ്ണനുള്ളത് തോന്നി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ തൻ്റെ കൂടെ ഉണ്ടായതായി തോന്നി. ഓരോ ഗോപിയും ഓരോ കൃഷ്ണനോട് ചേർന്നതായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. എന്നിട്ട് പറയുകയാണ്, അവരെ ആ പരമാനന്ദാനുഭൂതി എല്ലാം മറന്ന് ഭഗവാൻ ആ യോഗീശ്വരന്മാരെ അനുഭവിക്കുന്ന പരമാനന്ദാനുഭൂതി കൊടുത്ത് അനുഗ്രഹിച്ചു. അവസാനം ആ അവസ്ഥയെക്കുറിച്ച് പറയണു, ഗാനമീശ വിരതം, താളം നിന്നു, കൊട്ടു നിന്നു, ഗാനം നിന്നു, എല്ലാം നിന്നു. ആ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഒക്കെ നിശ്ചലമായി ആ സമയത്ത്. എന്താ അതിൻ്റെ അർത്ഥം? മനസ്സ് ലയിച്ചാൽ അവിടെ കാലദേശമില്ല. നിരന്തരമായ ഭഗവത് സ്മരണയാവുന്ന ധ്യാനത്തിൽ മനസ്സ് ഭഗവാനിൽ ലയിച്ചാൽ അവിടെ കാലദേശമില്ല. നമുക്കിതറിയണം എങ്ങനെയാ? ഉറക്കത്തിൽ മനസ്സ് ലയിക്കണ്ട, അപ്പോൾ കാലദേശമുണ്ട് ഉറക്കത്തിൽ ഇല്ല, നിശ്ചലതയാണ് അല്ലേ. ഇതാ അവർക്ക് സംഭവിച്ചത്. എന്തിന്? ആ ഭഗവാൻ എങ്ങനെയാ അവരോട് രമിച്ചത്? ഭഗവാൻ യഥാ അർഭക സ്വപ്രതിബിംബ വിഭ്രമാനാം. എങ്ങനെയാ? ഭഗവാൻ കൊച്ചുകുട്ടി കണ്ണാടിയുടെ മുമ്പിൽ പോയിട്ട് കണ്ണാടിയിൽ കാണുന്ന തൻ്റെ പ്രതിബിംബത്തെ ഒരു കുട്ടി അനിച്ച് അതിനോട് കളിക്കില്ലേ, ഇതുപോലെ. എന്താ കാരണം? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ രണ്ടാമതൊരു വസ്തു ഉണ്ടോ? ഭഗവാനെ എല്ലാമായിരിക്കണത്. എത്ര പ്രാവശ്യം ഭാഗവത്തിൽ ഇതിനു മുമ്പുള്ള ലീലകൾ കാണിച്ചു, വത്സസ്തയത്തിലും അല്ലാതെയും അല്ലേ. കൃഷ്ണനാണെല്ലാം, സർവസ്വം കൃഷ്ണൻ. അപ്പം കൃഷ്ണൻ അന്യമായിട്ട് എന്താ ഉള്ളത്? ഒന്നുമില്ല. ഇത് പരീക്ഷത്തിന് അറിയായല്ല, നമ്മുടെ ഈ ലൗകികന്മാരായ ആൾക്കാർക്ക് ഇത്രയൊന്നും മനസ്സിന് പക്വത വരാത്ത ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ, ഓ കൃഷ്ണൻ കുറേ പെണ്ണുങ്ങളെ രാത്രി വിളിച്ചു കൊണ്ട് രാത്രിയിൽ ആടി തിമർത്തു എന്ന് കേട്ടാൽ എന്താ നൈറ്റ് ക്ലബ്ബോ തോന്നില്ലേ? അതാ തോന്നുന്ന ആൾക്കാരില്ലേ ലൗകിക ബുദ്ധി, സാമാന്യ ബുദ്ധി അങ്ങനെ വിചാരിക്കുക. അതുകൊണ്ട് ചോദിക്കുകയാണ്, ധർമ്മസംരക്ഷണത്തിന് വേണ്ടി അവതരിച്ച ഭഗവാൻ ഈ അനേകം സ്ത്രീകളോട് കൂടി രമിച്ചു എന്നുള്ളതിന് താല്പര്യം എനിക്ക് മനസ്സിലാവണില്ലല്ലോ, അതൊന്ന് പറഞ്ഞു തന്നാലും എന്നർത്ഥം. അപ്പോഴാണ് പറഞ്ഞത്, ആരാണ് ഈ കൃഷ്ണൻ? കൃഷ്ണമേനം അവേഹിത്വം ആത്മാനമഖിലാത്മനം. എല്ലാവരുടെയും ആത്മാവാണ് കൃഷ്ണൻ. മാത്രമല്ല ഗോപീനാം തൽപദീനാം ച സർവേഷാമേവ ദേഹിനാം യോ അന്തശ്ചരിസോധ്യക്ഷ ക്രീഡനേനേഹ ദേഹഭാക്ക്. ഗോപിമാരുടെയും ഗോപിമാരുടെ ഭർത്താക്കന്മാരുടെയും സകല ജീവരാശികളുടെയും ഉള്ളിൽ അന്തര്യാമിയായിരിക്കുന്ന ആത്മചൈതന്യമാണ് ലീലയ്ക്കായിക്കൊണ്ട് ഈ കൃഷ്ണരൂപമെടുത്തത്. അപ്പോൾ വാസ്തവത്തിൽ ഓരോ ഗോപിയും ചേർന്ന ആരോടാ? അവരുടെ ആത്മാവായ കൃഷ്ണനോട്. എന്തായാലും തെളിവ് എല്ലാവരും കേട്ടു. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് സ്ത്രീകൾ രാത്രി ഇറങ്ങി ഓടിയെന്ന്. ഇത് വാർത്ത ഗോകുലത്തിൽ മുഴുവൻ ഉണ്ടായി. ഓരോ ഗോപന്മാരും ഓരോ ഗൃഹങ്ങളിൽ പോയിട്ട് അന്വേഷിച്ചു അത്ര സംഘം ഉണ്ടാക്കിയിട്ട്. ഓരോ ഗോകുലത്തിലും ചെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? അവരുടെ ആരുടെയും സ്ത്രീകൾ എവിടെയും പോയിണ്ടായില്ല, അവരവിടെ ഉണ്ടായിരുന്നു പറഞ്ഞത്. ഓരോ പുരുഷന്മാർക്ക് അവരുടെ ഭാര്യയോ മകളോ അമ്മയോ ആരാച്ചാൽ അവരൊക്കെ അവിടെ ഉണ്ടായതായിട്ട് അനുഭവപ്പെട്ടു. അപ്പോൾ വാസ്തവത്തിൽ ദേഹമാണോ രാസലീലയ്ക്ക് പോയത്? അവരുടെ ഭാവനാ ശരീരമാണ്, മനസ്സാണ്. മനസ്സും ആ മനസ്സാക്ഷിയായ ഭഗവാനും തമ്മിൽ ചേർച്ചയാണ് രാസലീല എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിന് വേണ്ട യോഗ്യതയാണ് ഇതുവരെയുള്ള കഥകളിലൂടെ പ്രിപ്പറേഷൻ പറഞ്ഞത്, അർഹത. അതൊക്കെ സാധിച്ചാലോ ആ പ്രേമത്തിൻ്റെ അത്യുന്നത അവസ്ഥയിലെ ഈ ലോകവിസ്മൃതിയിലാണ്ട് മനസ്സ് ഭഗവാനിൽ ചേരും. ഈ പരമാനന്ദ അനുഭൂതി അവർക്ക് കൊടുത്തു. മാത്രമല്ല അത് അവർക്ക് മാത്രമല്ല, ആ നിലയിലെത്തിയ എല്ലാ ഭക്തന്മാർക്കും കിട്ടും എന്നാണ് രാസലയിലൂടെ ഭഗവാൻ പറയുന്നത്. അനുഗ്രഹായ ഭക്താനാം മാനുഷം ദേഹമാസ്ഥിത ഭജതേ താദൃശീ ക്രീഡ യാ ശ്രുത്വാ തൽപരോ ഭവേത്. എന്നിട്ട് പറയാണ്, എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് സർവേശ്വരൻ സർവാന്തര്യാമി മനുഷ്യ ശരീരം എടുത്ത് വന്നിക്കണം അല്ലേ. അവിടത്തേടെ ആ ലീലകൾ കേട്ടുകഴിഞ്ഞാൽ എന്താവും? നമ്മുടെ മനസ്സ് ഭഗവന്മയമാകും, ഭഗവാനിൽ ലയിക്കാൻ ഇടവരും നത്തം. ഇതാണ് ആ രാസലീലയുടെ തത്വം. അത് കേട്ടുകഴിഞ്ഞാൽ ഭക്തിം പരാം ഭഗവതി പ്രതിലഭ്യ, ഭഗവാനിൽ പരാഭക്തി ഉണ്ടാവും. പരാഭക്തി തന്നെയാണ് ജ്ഞാനം, അത് തന്നെയാണ് ജീവൻ മുക്തി, സാക്ഷാത്കാരം, ഈശ്വരാനുഭൂതി. ഹൃദ്രോഗമാശു അപഹിനോതി അജിരേണ ധീര. ധീരനായ അവന് അവൻ്റെ കാമവാസനകൾ മുഴുവൻ നീങ്ങി. അതാണ് ഭഗവാനെ പ്രാപിക്കാൻ തടസ്സം. അതും നീങ്ങി ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിക്കും മനസ്സ്. ഇവിടെ പുറത്തൊന്നല്ല, നമ്മുടെ മനസ്സ് ബാഹ്യ വിഷയങ്ങളിൽ നിന്നും എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന സ്വാഭാവികമായിട്ടുള്ള നിസ്സംഗത വന്ന് ഭഗവാനോട് സംഘപ്പെട്ട് അന്തര്യാമിയും ആ മനസ്സാക്ഷിയുമായ ചിത്തവൃത്തികൾക്ക് സാക്ഷിയായ ആ ചിൽസ്വരൂപനായ ഭഗവാനോട് ചേരലാണ് രാസലീല. മനസ്സിലായില്ലേ? ഓരോ ഗോപിയും ഓരോ കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നു പറഞ്ഞ എന്തർത്ഥം? ചിത്തവൃത്തികൾ 100,000 ഉണ്ടല്ലേ. ഓരോ ചിത്തവൃത്തികളെയും പ്രകാശിപ്പിക്കുന്ന ബോധം എത്രയുണ്ട്? ചൈതന്യം ഒന്നേ ഉള്ളൂ.
അല്ലേ? ആ ചിത്തവൃത്തികളൊക്കെ വിഷയങ്ങളിലേക്ക് അഭിമുഖമായിരിക്കുക. ആ ചിത്തവൃത്തികളൊക്കെ അന്തർമുഖമായി ആ ചിന്താസാക്ഷിയിൽ വിലയിച്ചു. ചിന്താരഹിതോ ഹൃദാഖ്യ എന്ന് രമണ മഹർഷി. എന്താണ് ആത്മാനുഭവം? മഹർഷി പറഞ്ഞു, ചിന്തകൾ പരിപൂർണമായി ആ ഭഗവത് സ്വരൂപത്തിൽ അടങ്ങലാണ് എന്ത്? ആത്മാനുഭവം. പരോഹി യോഗ മനസ്സമാധി. പരമയോഗം എന്താണ്? ഭിക്ഷുവും പറയും മനസ്സ് ഭഗവാനിൽ അടങ്ങല. അത് അടങ്ങിയവർക്ക്, അത് ഓരോരുത്തർക്കും നമുക്ക് സംഭവിക്കേണ്ടതാണ്. ഭഗവാനിൽ ഇപ്രകാരമുള്ള പ്രേമമുണ്ടായാൽ നമ്മുടെ കർമ്മങ്ങളൊക്കെ ഭഗവാന് വേണ്ടി ചെയ്താൽ അത് ഈ പ്രേമത്തിലെത്തിക്കും. അവസാനം അതെല്ലാ ബന്ധനങ്ങളെയും പുറത്തൊന്നും ഉപേക്ഷിക്കേണ്ട, അകത്തൊന്നിലും ഒട്ടലില്ലാതെ മനസ്സ് ഭഗവാനോട് ചേരാൻ ഇടവരും. ഈ രാസലീല നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഉള്ളിലുള്ള ഭഗവാൻ കൃഷ്ണനോട് ചേർന്ന് അനുഭവിക്കേണ്ടതാണ്. അത് ഓരോരുത്തർക്കും അനുഭവിക്കാൻ ഇത്തരം സത്സംഗങ്ങൾ ആ ഭഗവാന്റെ മഹത്വം അറിയാനും ഭഗവാനെ ആശ്രയിക്കാനും ഭഗവത് പ്രേമം ഉണ്ടാവാനും സംഗതി വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ രാസലീലാവിലോലനായ ഭഗവാൻ ആ കൃഷ്ണകിശോരൻ്റെ പാദത്തിൽ സമർപ്പിക്കാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം.